കഥ തുടങ്ങുന്നത് വളരെ ശാന്തസുന്ദരമായ ഒരു ദിവസം കാണിച്ചുകൊണ്ടാണ്. പക്ഷെ ആ ശാന്തതയൊന്നും അധികം നീണ്ടു നിന്നില്ല. അവിടെ ഒരു കോലാഹലം കാണുന്നില്ലേ? എന്തൊക്കെയോ കൊണ്ട് ആരൊക്കെയോ ചേർന്ന് ആക്രമിക്കപ്പെടുന്ന ഒരു സീനാണത്. എന്താണത് എന്ന് വഴിയേ അറിയാം. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായ ജെയൂനാണ്. ജെയൂൻ ഒരു സൈനികനാണ്. സൈന്യത്തിലെ ആ ഒരു സേവനത്തിനൊക്കെ ഒരു റെക്കഗ്നേഷൻ എന്ന രീതിയിൽ ജെയൂൺ ഒരു ക്യാപ്പ് ഒക്കെ കിട്ടിയിരിക്കുന്നു. അവന്റെ അവിടുത്തെ ആ ഒരു പദവിയൊക്കെ വെളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു ക്യാപ്പ്. അങ്ങനെ ആ ക്യാപ്പ് ഒക്കെ വെച്ച് ഒരു ഭാഗത്ത് തന്നെ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയും മറുഭാഗത്ത് എല്ലായിടത്തും കാണുമല്ലോ കൂടെ ജോലി ചെയ്യുന്നതിൽ നമ്മളെ ഇഷ്ടപ്പെടാത്ത ചില ആളുകൾ. അതേ കണക്ക് ഉള്ളവര് കുറ്റം പറയുന്നതൊന്നും മൈൻഡ് ആക്കാതെ നേരെ തന്റെ മേലുദ്യോഗസ്ഥന്റെ അടുത്ത് ചെന്ന് തന്റെ സൈനിക സേവനം അവസാനിക്കുകയാണെന്നും താൻ മടങ്ങി പോവുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ച് അവിടെ നിന്ന് പോകാനേ ഒരുങ്ങി നിൽക്കുന്ന ജെയൂണിനെയാണ് നമ്മൾ ഈ കാണുന്നത്. ജെയൂൻ അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വലിയ ആവേശത്തില് കാത്തിരിക്കുന്ന ഗേൾ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകുന്നു. ഈ ഗേൾ ഫ്രണ്ട് മറ്റാരുമല്ല, നമ്മുടെ ജിസു ആണ്. ജിസു നിൽക്കുന്നിടത്തേക്ക് ചെല്ലുന്ന ജെയൂൻ പക്ഷെ എത്ര സ്പീഡിൽ അവളുടെ അടുത്തേക്ക് എത്താൻ നോക്കിയിട്ടും ഒരു ഫലവും ഇല്ല. അവൻ എത്രത്തോളം സ്പീഡിൽ അടുത്തേക്ക് ചെല്ലാൻ നോക്കുന്നു അതിലും സ്പീഡില് അവൾ അവന്റെ അടുത്തുനിന്ന് മാറി മാറി പോവാണ്. ഇതെന്തേ നടക്കുന്നതെന്ന് ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നെയല്ലേ മനസ്സിലാവുന്നത്. സംഭവം മറ്റൊന്നും അല്ല, ഇതൊക്കെ തന്നെ നമ്മുടെ ജെയൂന്റെ സ്വപ്നമാണ്. മിലിറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഇവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചു പോയി അവന്റെ ഗേൾ ഫ്രണ്ടായ ജിസുവിന്റെ അടുത്തേക്ക് എത്തണം എന്ന അവന്റെ വെറും ഒരു സ്വപ്നം എന്ന് പറയാൻ കാരണം മിലിറ്ററി സർവീസിന് ജോയിൻ ചെയ്തതേ ഉള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അവിടെയാണെങ്കിൽ പിന്നെ മാൻഡേറ്ററി മിലിറ്ററി സർവീസ് ആണല്ലോ. എല്ലാ യുവാക്കളും, അതിനി സിനിമാ നടന്മാരായിക്കോട്ടെ, K-pop താരങ്ങളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പയ്യന്മാർക്ക് അവിടെ മിലിറ്ററി സർവീസ് നിർബന്ധമാണ്. അങ്ങനെയുള്ള തന്റെ മാൻഡേറ്ററി മിലിറ്ററി സർവീസിന് ചേർന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഇത്രയും നാളത്തെ സർവീസ് കഴിഞ്ഞ് തിരിച്ച് ഗേൾഫ്രണ്ടിന്റെ അടുത്ത് വന്ന് സ്വപ്നം അവൻ കണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇപ്പൊ തന്നെ ജെയൂൺ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു മനോഹരമായ അവന്റെ ഗേൾഫ്രണ്ടിന്റെ സ്വപ്നത്തിൽ നിന്ന് അവനെ ഉണർത്തിയത് ഒരു മേലുദ്യോഗസ്ഥനാണ്. മേലുദ്യോഗസ്ഥൻ വേഗം തന്നെ ജെയൂണിന്റെ സഹപ്രവർത്തനായ ഇൻഹോയെ വിളിച്ചുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനേയും പറയാണ്. ജെയൂനെ പോലെ തന്നെ ഇൻഹോയും നല്ല ഉറക്കത്തിലായിരുന്നു. നല്ലൊരു സ്വപ്നം കണ്ട് നല്ല സുഖസുന്ദരമായ ഉറക്കത്തില്. ജെയൂൻ ഗേൾഫ്രണ്ടിനെ കാണാൻ പോകുന്നതാണ് സ്വപ്നം കണ്ടതെങ്കിൽ ഇൻഹോ ആകട്ടെ അവൻ ആർമിയിൽ വലിയൊരു ഉദ്യോഗസ്ഥനായി അവന് കീഴിൽ കുറെ പേരുണ്ട്, അവർക്കൊക്കെ ട്രെയിനിങ് നൽകുന്ന കണക്ക് എന്തൊക്കെയാണ് സ്വപ്നം കണ്ട് കിടക്കുന്നത്. അത് അടുത്ത് നിൽക്കുന്ന ജെയൂനും മേലുദ്യോഗസ്ഥരും നന്നായി മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അങ്ങനെ അവനെ ഉണർത്തി നൈറ്റ് ഡ്യൂട്ടിക്കായി ഒരുങ്ങാണ് ജെയൂൻ. അതിനു മുന്നേ അവൻ ഒന്ന് ജിസുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ജിസു ആകട്ടെ ഭയങ്കര ഉറക്കം. അവളുടെ തൊട്ടടുത്ത് ഫോൺ ഉണ്ടായിട്ടും അത് റിങ് അടിക്കുന്ന പോലും അവൾ അറിയുന്നില്ല. നല്ല ഉറക്കാണ്. ഈ ഫോണിന്റെ റിങ് അടി ശബ്ദം കേട്ട് അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്ന അമ്മ എഴുന്നേറ്റ് വന്ന് അവക്കിട്ട് ഒരു കൊട്ടു കൊടുത്ത് ഫോൺ കിടന്നടിക്കുന്നു. പൂത്ത് പോലെ കിടന്ന് ഉറങ്ങാതെ എന്ന് പറയുമ്പോഴാണ് അവൾ അത് അറിയുന്നത്. മര്യാദയ്ക്ക് ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചോ, പിന്നെ ഇത് ലാസ്റ്റ് ടൈമാ, ഇനി എങ്ങാണ് അവൻ രാത്രി ഇങ്ങനെ വിളിച്ച് ബാക്കിയുള്ളവരുടെ ഉറക്കം കളഞ്ഞോണ്ടല്ലോ വിവരം അറിയുന്നു പറഞ്ഞ അമ്മ പേടിപ്പിക്കുന്നു. കാരണം ഫോൺ തൊട്ടടുത്തിരുന്നിട്ടും ജിസു ഒന്നും അറിയാതെ ഉറങ്ങുമ്പോ അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്ന അമ്മയുടെ ഉറക്കമാണ് പോകുന്നത് അല്ലെ. അങ്ങനെ ജിസു കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുമ്പോ ഇത്ര നേരായിട്ട് വിളിക്കുന്നു, എന്തത് ഈ കോൾ എടുക്കാത്ത, ഒന്ന് തിരിച്ചു വിളിക്കാത്ത എന്താന്നൊക്കെ ആയിരുന്നു അവൻ ചോദിക്കുന്നത്. അത് പിന്നെ ഞാൻ ഇന്ന് ജോലി കഴിഞ്ഞ് ഡ്രിങ്ക്സ് അടിക്കാൻ പോയിരുന്നു, അത് അപ്പൊ കോൾ എടുക്കാൻ ഞാൻ അവള് പറയുമ്പോ പക്ഷെ കൂടെയുള്ള ആരും കോൾ അറ്റൻഡ് ചെയ്തിരുന്നല്ലോ, ഒരു പയ്യന്റെ സൗണ്ട് ഞാൻ കേട്ടിരുന്നല്ലോ എന്ന് ജെയൂൻ പറയുമ്പോ അതെന്റെ കൊളീഗാണ്, ഞാനിന്ന് ഡ്രിങ്ക്സ് അടിക്കാൻ പോയപ്പോ അവനും ഉണ്ടായിരുന്നു, ഞാൻ ഓവറായി ഡ്രിങ്ക്സ് അടിച്ചതുകൊണ്ട് തന്നെ അവനാണ് എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തതെന്നും ജിസു പറയുന്ന ടീം. ജെയൂണിന് ദേഷ്യം വരുന്നു. ഞാനിവിടെ ഇങ്ങ് ആർമിയിൽ കഷ്ടപ്പെട്ട് പണി എടുത്തോണ്ടിരിക്കുമ്പോ നീ അവിടെ കൊളീഗ് പയ്യന്റെ കൂടെ പോയി ഡ്രിങ്ക്സ് അടിച്ച് എൻജോയ് ചെയ്ത് നടക്കാണെന്നല്ലേ ഇതിന്റെ അർത്ഥമെന്നെല്ലാം അവൻ ദേഷ്യപ്പെടുമ്പോ അവൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ത്രാണി അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഒന്നാമതെ നല്ലവണ്ണം ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടാമത് നല്ല ഉറക്കത്തിനിടയിൽ അമ്മ 2 കൊട്ടു കൊടുത്താണല്ലോ ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ട് അത് അറ്റൻഡ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ ആകെ മത്ത് പിടിച്ചൊരു അവസ്ഥയിലാണ്. ഈ സംസാരിക്കുന്നതിന്റെ ഇടയിലും അല്ലാതെ വോമിറ്റിംഗ് ടെൻഡൻസി വന്ന് അവൾ ഫോൺ അവിടെ ഇട്ടിട്ട് വോമിറ്റ് ചെയ്യാനേ ഓടിപ്പോകുന്നു. ഏയ് മറുപടി പറയാന്ന് പറഞ്ഞ് അവൻ ആ ഫോണിൽ ഇവൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ ആക്രോശിക്കുമ്പോ ഞാൻ മറുപടി പറഞ്ഞാൽ മതിയോ എന്ന് ഒരു ശബ്ദം കേട്ട് ജെയൂൺ തിരിഞ്ഞു നോക്കുമ്പോ അവന്റെ മേലുദ്യോഗസ്ഥനാണ്. ഡ്യൂട്ടിക്ക് പറഞ്ഞു വിട്ട് അവൻ ഇവിടെ മാറിയിരുന്ന ഫോൺ ചെയ്യുന്നത് അദ്ദേഹം കൈയോടെ പിടികൂടി. നൈസായിട്ട് അവൻ ഫോൺ കട്ട് ചെയ്ത് അതിയെ പുറത്തോട്ട് ഇറങ്ങുന്നു. പുറത്ത് ഫ്രണ്ട് ഇൻഹോയെ കാവല് നിർത്തിയിട്ടാണ് ഇവൻ അകത്ത് കോൾ അറ്റൻഡ് ചെയ്യാനായി പോയത്. ആരെങ്കിലും വരുമ്പോ പറയണമെന്ന ഒരു രീതിക്ക്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഇൻഹോ നല്ല കൂർക്കം വലിച്ചുറക്കാണ്. ഓ ഇവനെയാണല്ലോ ഞാൻ ഇവിടെ ഏൽപ്പിച്ചെന്ന മട്ടില് ജെയൂൻ ആകെ പെട്ടുപോയി. അങ്ങനെ എന്തെങ്കിലും അടുത്ത ദിവസം നമ്മൾ കാണുമ്പോ ജെയൂന്റെ മേലുദ്യോഗസ്ഥന്റെ ഒരു മേലുദ്യോഗസ്ഥനുണ്ടല്ലോ,
അദ്ദേഹം ഇവർക്ക് ബ്രീഫ് ചെയ്യാണ്. അന്ന് അദ്ദേഹം പ്രത്യേകിച്ച് ഇവർക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നൽകുന്നില്ല, അവരായി തന്നെ റിലാക്സ് ചെയ്തിരുന്നോട്ടെ എന്ന ഒരു രീതിക്ക്. പക്ഷെ അദ്ദേഹം ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും നമ്മുടെ ഇൻഹോ ഒരു ഒന്നാം തരം വായിക്കോട്ട വിടുന്നു. അവന്റെ ആ വായിക്കോട്ടയുടെ സൗണ്ട് ആ മേലുദ്യോഗസ്ഥൻ കേൾക്കുമ്പോ അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. ഞാൻ ഇവിടെ തൊണ്ട കീറി ബ്രീഫ് ചെയ്യുമ്പോ നീ വായിക്കോട്ട വിട്ടോണ്ട് നിൽക്കുന്നു, എങ്കിൽ പിടിച്ച പണിഷ്മെന്റ് എന്ന ഒരു രീതിക്ക് 50 റൗണ്ട് ഓട്ടം കൊടുക്കുന്നു. അവിടെയൊക്കെ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് മാത്രമായിരിക്കില്ല പണിഷ്മെന്റ് കൊടുക്കുന്നത്. അവരൊരു ഗ്രൂപ്പ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ ആ ഗ്രൂപ്പിന് മൊത്തത്തിൽ പണിഷ്മെന്റ് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയൊരു തെറ്റോ അല്ലെങ്കിൽ അലംഭാവോ ഒക്കെ തന്നെ ഗ്രൂപ്പിന് തന്നെ പണിയായി മാറാറുണ്ട്. അത്തരം ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് രാവിലെ ജോലിക്ക് പോകുന്ന ജിസുവിനെയാണ്. ജിസു ധൃതി പിടിച്ചങ്ങനെ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴേക്കും കറക്റ്റ് ആയി തന്നെ ജെയുന്റെ ഫോൺ കോൾ അവൾക്ക് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയം ജിസുവിന് കോൾ അറ്റൻഡ് ചെയ്യാനേ സാധിക്കില്ല. അവൾക്ക് കുറച്ച് തിരക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി പോകുന്നു. അവിടെ ജിസുവിന്റെ അടുത്ത് സംസാരിക്കുന്ന അവളുടെ മുന്നേ ജെയുനോട് ഫോണിൽ പറഞ്ഞ ആ ഒരു കൊളീഗിനെ നമുക്ക് കാണാം. ഈ കൊളീഗാണ് അവളെ കഴിഞ്ഞ ദിവസം ഡ്രിങ്ക്സ് അടിച്ചപ്പോ വീട്ടിൽ കൊണ്ടാക്കി എന്നൊക്കെ അവൾ പറഞ്ഞത്. ആളുടെ പേര് പാർക്ക് എന്നാണ്. ആക്ച്വലി പാർക്ക് അവളുടെ സീനിയറും കൂടിയാണ് അവിടെ. ഇവിടെ അവൾ ജോലിക്ക് ചേർന്നിട്ട് 1 മാസമായി. ആ 1 മാസം ഫുള്ള് പാർക്കാണ് അവളെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവൾ താങ്ക്സ് പറയുമ്പോ 1 മാസമായിട്ട് ജസ്റ്റ് താങ്ക്സ് മാത്രമേ ഉള്ളൂ, ശരിക്കും താങ്ക്സ് പറയണമെങ്കിൽ എനിക്ക് ഡിന്നർ വാങ്ങിച്ചു തന്നൂടെ, ഒരു ട്രീറ്റ് ചെയ്തൂടെ എന്ന് പാർക്ക് ചുമ്മാതെ അങ്ങ് ചോദിക്കുമ്പോ പിന്നെന്താ തരാലോ എന്ന് ജിസുവും പറയുന്നു. അത് കേൾക്കാൻ നീ നോക്കിയിരുന്ന പാർക്ക് അപ്പൊ നമുക്ക് ഇന്ന് തന്നെ ഡിന്നറിന് പോയാലോ എന്നുകൂടെ ചോദിക്കുമ്പോ ജിസുവിന് എന്തോ ഒരു മടി കണക്കുണ്ട്. അത് മനസ്സിലാക്കുന്ന പാർക്ക് ശരി വേണ്ട വേണ്ട ഇന്ന് വേണ്ട നമുക്ക് പിന്നെ ഒരു ദിവസം പോകാന്ന് പറയുമ്പോ ജിസു ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ലിഫ്റ്റിൽ കയറുന്നു. ഈ ഒരു സമയം ജിസുവിന് ജെയുന്റെ ഫോൺ കോൾ വരുന്നുണ്ട്. പക്ഷെ അവൾ കോൾ അറ്റൻഡ് ചെയ്യാതെ ജസ്റ്റ് ആ കോളിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പാർക്ക് കാണുന്നുണ്ട്. അവന്റെ വളരെ ക്യൂട്ട് ആയിട്ട് ഇങ്ങനെ ലവ് ചിഹ്നം ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു രസകരമായ ഒരു ഫോട്ടോ ആണ് അവൾ കോണ്ടാക്ട് പിക്ചറായി ഇട്ടിരിക്കുന്നത്. അതിങ്ങനെ കാണാം. കൂടാതെ അവന്റെ പേരിന്റെ സൈഡിലൊക്കെ അവൾ ലവ് ചിഹ്നം ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഇതൊരു ബോയ് ഫ്രണ്ട് ആയിരിക്കുമെന്ന് കാണുന്ന ആർക്കും മനസ്സിലാവും. പാർക്കും അമ്മാതിരി ഒരു ഇഷ്ടക്കേടോട് കൂടി തന്നെ അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ അവളെങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോ ഇവളെന്തിന്റെ ഫോൺ എടുക്കാത്തതെന്ന് ജെയുണ്ട് ആകെ ദേഷ്യം. അവന് വട്ട് പിടിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് നീ എന്താടി എന്റെ ഫോൺ എടുക്കാത്തതെന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ദേഷ്യം കടിച്ചു പിടിച്ചിരിക്കുമ്പോഴേക്കും ഒരു സൈറൻ സൗണ്ട്. അവര് ട്രെയിനിങ്ങിന് വേണ്ടി പോകേണ്ട സമയമായെന്ന് മനസ്സിലാക്കുന്നവൻ ആകെ ഇറിറ്റേറ്റഡ് ആയി അങ്ങനെ പോകുന്നുണ്ട്. വളരെ ക്രിട്ടിക്കലായ ഒരു യുദ്ധ സമയത്ത് എങ്ങനെയാണ് ഒരു സൈനികൻ പെരുമാറേണ്ടത് എന്നതിനെ പറ്റിയ ഒരു ക്ലാസ് ആണ് അവിടെ അവർക്ക് ഇപ്പൊ എടുക്കുന്നത്. അതിനായിട്ട് ഒരു വലിയ ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലേക്ക് കൊണ്ടുപോയി ഓരോ സൈനികനും ഓരോ ആയുധങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായി കൊടുക്കുന്നു. പക്ഷെ ഈ കയ്യിലുള്ള ആയുധങ്ങൾ അങ്ങനെ തോന്നുമ്പടി അവർക്ക് കൈകാര്യം ചെയ്യാനും സാധിക്കില്ല. ഇവർക്ക് എന്താണോ കൊടുത്തിട്ടുള്ളത് അത് വെച്ച് എങ്ങനെ ഇവർ ഉപയോഗിക്കണം, എന്ത് ചെയ്യണം എന്നത് അവരോട് കൺവേ ചെയ്യേണ്ടത് അവരുടെ കമാൻഡർ തന്നെയാണ്. അങ്ങനെ കമാൻഡറിന്റെ നിർദ്ദേശപ്രകാരം ഓരോ സൈനികനും അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്ത് മുന്നോട്ട് പോവാണ്. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു സുപ്രധാനമായ എക്യുപ്മെന്റ് കൈകാര്യം ചെയ്യാനായിട്ടാണ് ഇൻഹോയെയും ജെയുനെയും കമാൻഡർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരത് ചെയ്തുകൊണ്ട് ആ റൂഫ് ടോപ്പിൽ തന്നെ നിൽക്കുന്നു. അതൊരു മിസൈൽ ലോഞ്ച് ചെയ്യുന്ന ഒരു മെഷീനാണ്. അതേ മിസൈലൊക്കെ എങ്ങനെ ലോഡ് ചെയ്യണം എന്നൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എടുത്തുകൊണ്ട് സ്റ്റെപ്പ് കയറുന്നതിന്റെ ഇടയിൽ ബാലൻസ് തെറ്റി മിസൈൽ അവരുടെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നുണ്ട്. ഇത് ആ കമാൻഡർ കണ്ട് ഇവന്മാർ ഒരു പണിയും വൃത്തിക്ക് ചെയ്യില്ലല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴേക്കും മിസൈൽ കയ്യിൽ നിന്ന് താഴെ വീണതുകൊണ്ട് തന്നെ അതിപ്പോ പൊട്ടിച്ചെതറും. നമ്മള് യുദ്ധത്തിൽ തോറ്റു, നമ്മൾ ഇപ്പൊ മരിക്കും എന്നുള്ള രീതിക്ക് ഇൻഹോ ആകെ പേടിച്ച് വരച്ച് തറയിൽ പറ്റിക്കിടക്കുമ്പോ ജെയുനും അതേ കിടപ്പ് തന്നെ കിടക്കുന്നു. എന്തായാലും ഈ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇൻഹോയുടെയും ജെയുന്റെയും കൂടെ ഇവിടെ ട്രെയിനിങ്ങിന് എത്തിയ മറ്റ് സൈനികരും കാണുന്നുണ്ട്. അവരുടെ സീനിയർ ഉദ്യോഗസ്ഥനും കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെയും കൂടി സീനിയറായ കമാൻഡറും കാണുന്നുണ്ട്. അങ്ങനെ ഇവന്മാരെ വെച്ചോണ്ട് ഒരു നടക്ക് പോകുന്ന ലക്ഷണമില്ലാന്ന് ദേഷ്യം വരുന്ന അദ്ദേഹം ഇവന്മാർ ഈ ചെയ്ത ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഫുൾ ഗ്രൂപ്പിന് തന്നെ പണിഷ്മെന്റ് കൊടുക്കാനായി പ്ലാൻ ചെയ്യുന്നു. അതിനായി അവരെയും കൊണ്ട് ലിഫ്റ്റിൽ പോയി റൂഫ് ടോപ്പിൽ നിന്ന് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തുന്നു. ഈ ഒരു ബിൽഡിങ്ങിന് ഏതാണ്ട് ഒരു 77 ഫ്ലോർ ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് 77ാമത്തെ നില വരെ അവര് ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെപ്പ് കയറി വരണം എന്നൊരു പണിഷ്മെന്റ് അദ്ദേഹം കൊടുക്കുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ അവർ ആ പണിഷ്മെന്റ് എടുക്കുന്നു. എന്റെ പൊന്നോ, ഒരു 3ാമത്തെ നില വരെയൊക്കെ സ്റ്റെപ്പ് കയറി പോകുമ്പോഴേക്കും അടപ്പ് തെറിക്കും. അപ്പോഴാണ് 77 നില. എന്തായാലും ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ അവർ ചെയ്തു തുടങ്ങുന്നു. ഈ യൂണിഫോമിന്റെ വെയിറ്റ്, കയ്യിലുള്ള ആയുധത്തിന്റെ വെയിറ്റ്, ബാഗിന്റെ വെയിറ്റ്, അങ്ങനെ എല്ലാം ചുമന്ന് വേണം ഈ കയറി പോകാൻ. ഒരുവിധം അങ്ങനെ കയറി മറ്റുള്ളവർ പിന്നെ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും ഇൻഹോയും ജെയുനുമാണ് ഏറ്റവും പിറകിലുള്ളത്. ആക്ച്വലി ഇവര് കാരണമാണ് ഈ പണിഷ്മെന്റ് കിട്ടിയത് തന്നെ. ഇതിൽ അവന്മാർ എങ്ങനെ പുറകെ പോയി ബാക്കിയുള്ളവർ ഒരുവിധം 77ാമത്തെ നില വരെ എത്തുന്നുണ്ടെങ്കിലും ഇവന്മാർ ഏതാണ്ട് 63 അത്രയും കണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരുവിധം അവരും 77 ഒന്ന് ശ്വാസം വിടാന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും കമാൻഡർ ആകട്ടെ പുഷപ്പ് പൊസിഷനിൽ നിൽക്കാനായി അവരോട് പറയുന്നു.
അവർക്കാണെങ്കിൽ ഇത്രയും പടിക്കെട്ട് കയറി വന്ന് ഒരു റെസ്റ്റും ഇല്ലാണ്ട് കാലൊക്കെ ഇങ്ങനെ കിടുകിടാ വിറച്ച് വേദന എടുത്ത് ഒരു പരുവായി നിൽക്കാണ്. ആ ഒരു സമയത്ത് ഇങ്ങനെ ഈ ഒരു പൊസിഷനും കൂടി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ആക്ച്വലി അവരുടെ ആ ഒരു സീനിയർ ഉദ്യോഗസ്ഥനുണ്ടല്ലോ, പുള്ളിക്കാരൻ ഭയങ്കര കലിപ്പിലാണ്. കാരണം പുള്ളിയുടെ സീനിയറിന് മുന്നിൽ പുള്ളി ഈ ജൂനിയർ പയ്യന്മാര് കാരണം നാണം കെട്ട് നിൽക്കാണ്. കാരണം ആളുടെ അണ്ടറിലുള്ള ഇവന്മാര് നന്നായി ചെയ്തില്ലെങ്കിൽ അത് ആൾക്കാണല്ലോ ക്ഷീണം. ഡ്യൂട്ടിക്ക് പറഞ്ഞു വിട്ടാ മാറിയിരുന്ന ഫോൺ വിളിക്കുക, ഉറക്കം തൂങ്ങുക, ബ്രീസ് ചെയ്യുമ്പോ വായിക്കോട്ടെ വിടുക, ഡ്രിൽ ചെയ്യുമ്പോ ഒരു സീരിയസ്നെസ് ഇല്ലാതെ കുഞ്ഞു കളിച്ച് നിൽക്കുക, എന്നിട്ട് എക്യുപ്മെന്റ്സ് കയ്യിൽ നിന്ന് താഴെ ഇട്ടിട്ട് അയ്യോ നമ്മൾ തോറ്റേ നമ്മൾ ചത്തി എന്നൊക്കെ പറഞ്ഞ് ആക്ഷൻ കാണിക്കാൻ നിന്നൊക്കെ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഭയങ്കരമായി അദ്ദേഹം ദേഷ്യത്തിലായിരുന്നു. നീയൊക്കെ നന്നാവും, വഴക്ക് പറയണ്ടെന്നൊന്നും വിചാരിച്ചിരുന്ന അതൊന്നും നീ ഒന്നും സമ്മതിക്കുന്ന മട്ടില്ല. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറയാം, ഇനി ഞാൻ പറയാതെ ഒരെണ്ണം ഫോൺ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടാല് വിവരം അറിയുന്നു പറഞ്ഞ് അദ്ദേഹം പേടിപ്പിക്കുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ജിസു ആകട്ടെ ജെയോൻ ഫോൺ ചെയ്തപ്പോ എടുത്തില്ലെങ്കിലും ഇപ്പോ തിരിച്ചവന് മെസ്സേജ് അയക്കാണ്. കഴിഞ്ഞ ദിവസം ഡ്രിങ്ക്സ് അടിച്ചതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ടാണ് അവൻ വിളിച്ചപ്പോ മര്യാദയ്ക്ക് അവർക്ക് സംസാരിക്കാൻ സാധിക്കാഞ്ഞത്. പിന്നെ ഇപ്പോ ഡ്രിങ്ക്സ് അടിച്ചതിന്റെ ഭാഗമായിട്ട് രാവിലെ എണ്ണീറ്റപ്പോ ലേറ്റ് ആയി, ഓഫീസിൽ വന്നപ്പോഴും ആ ലേറ്റ് ആയി വന്നതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി, അതുകൊണ്ടാണ് വിളിച്ച് സംസാരിക്കാൻ പറ്റാഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഒരു സോറി പറയുന്ന രീതിക്കാണ് അവൾ മെസ്സേജ് അയക്കുന്നത്. കാരണം അവൻ ഇത്രയും എഫേർട്ട് എടുത്ത് വിളിക്കുന്നൊക്കെയുണ്ട്, അവനൊരു മിലിറ്ററി ട്രെയിനിങ് എടുക്കുന്ന ഒരാളാണ്. ആ തിരക്കുകളുടെ ഇടയിലും അവൻ ഇങ്ങനെ എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാവുന്നില്ല എന്നൊരു കുറ്റബോധം തോന്നിയിട്ടാവാം വളരെ ഒരു ക്ഷമാപണം എന്ന രീതിക്ക് തന്നെ അവൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പ്രത്യേകം പറയുന്നുണ്ട് അവളുടെ ആ ഒരു സീനിയർ അവളുടെ വീടിന്റെ അടുത്താണ് സ്റ്റേ ചെയ്യുന്നത്. ഇവര് മാത്രമായിരുന്നില്ല, അവളുടെ മറ്റൊരു ഫീമെയിൽ കൊളീഗും ഉണ്ടായിരുന്നു ഡ്രിങ്ക്സ് അടിക്കാൻ പോയപ്പോ കൂടെ. അങ്ങനെ വീടിന്റെ അടുത്തായതുകൊണ്ടാണ് അവളെ ഡ്രിങ്ക്സ് അടിച്ചപ്പോ അവര് ഇങ്ങനെ കൊണ്ടുപോയി ആക്കിയത്, അല്ലാതെ വേറൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവന് മെസ്സേജ് അവൾ അയക്കുന്നു. പക്ഷെ അവളെ അയക്കുന്ന മെസ്സേജ് ഒന്നും തന്നെ ജെയോൻ കണ്ടിട്ടില്ല. കാരണം അവർക്ക് ഭയങ്കരമായിട്ടുള്ള വാർണിംഗ് നൽകിയിരിക്കുകയാണല്ലോ മൊബൈൽ യൂസ് ചെയ്യരുതെന്ന്. അതുകൊണ്ട് അവൻ മൊബൈൽ ആ ഒരു സീനിയറിന് കൊടുക്കാനായി പോകുന്ന ടൈമാണ് കറക്റ്റ് ആയിട്ട് ജിസുവിന്റെ മെസ്സേജ് വരുന്നത്. മൊബൈൽ കൊടുക്കുന്നതും ആ മെസ്സേജ് കാണുന്നതും അവൻ സാർ ഇപ്പൊ തരാം, മെസ്സേജ് ഒന്നും അയച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് മൊബൈൽ തിരിച്ചു വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിലും സീനിയർ ഉദ്യോഗസ്ഥൻ അത് കൊടുക്കുന്നില്ല. ജെയിൻ കുറെ റിക്വസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും മൊബൈൽ അവന് കിട്ടുന്നില്ല. അങ്ങനെ അവൻ ആകെ നിരാശയിൽ നിൽക്കുന്ന സമയത്താണ് ക്വാക്ക് എന്ന മറ്റൊരു ട്രെയിനി അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ ഈ പണിഷ്മെന്റിനൊന്നും ഉണ്ടായിരുന്നില്ല, അവൻ ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെ മറ്റൊരു ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അവൻ, ഇപ്പൊ എത്തി. നിങ്ങൾ സ്റ്റെപ്പ് കയറിയെന്ന് കേട്ടല്ലോ, അതും 77ാമത്തെ നില വരെ. എന്നിട്ട് ഇപ്പൊ പുഷപ്പ് എടുത്തോണ്ടിരിക്കുകയാണോ, നിനക്കൊക്കെ വട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മള് ലോവർ ബോഡിക്ക് നല്ല സ്ട്രെയിൻ കൊടുത്തല്ലോ സ്റ്റെപ്സ് കയറി, അതുകൊണ്ട് അപ്പർ ബോഡിക്ക് പുഷപ്പ് എടുത്തുകൊണ്ട് ട്രെയിനിങ് നൽകുകയാണെന്നൊക്കെ അവർ ഇങ്ങനെ പറയുന്നു. ഈ സമയത്ത് ക്വാക്കിന്റെ മൊബൈലും അവിടെ മേടിച്ചു വെക്കാനായി ഒരു പയ്യൻ വന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ആ മൊബൈൽ കൊടുക്കുന്ന സമയത്താണ് ഞാൻ വന്നത് വർക്കിങ്ങിന് ഒരാളെ വിളിക്കാൻ, ആരാണ് എന്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഇവിടെ നിന്നൊന്ന് എസ്കേപ്പ് ആവാനായിട്ട് ജെയ്യൂൻ ഞാനുണ്ട് ഞാൻ വരാന്ന് പറഞ്ഞ് നൈസായിട്ട് ക്വാക്കിന്റെ കൂടെ പോകുന്നു. അങ്ങനെ ഫുഡ് എടുത്തോണ്ടവർ താഴത്തെ ഫ്ലോറിലോട്ട് വന്നോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കുറച്ച് ദൂരെ നടക്കുന്നത് ജെയ്യൂൻ കാണുന്നുണ്ട്. ഒരാള് കൂടെ ഉണ്ടായിരുന്നവരെ ഒക്കെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ച. ഈ ഒരു കാഴ്ചയാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടത്. മാറി ദൂരെയായിട്ടുള്ള ബിൽഡിങ്ങിൽ നിന്ന് ഈ കാഴ്ച കാണുന്ന ജെയ്യൂണിന് എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അവൻ എന്തോ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന രീതിക്ക് നോക്കി നിൽക്കുക. നമ്മൾ കാണുന്നത് ജെയ്യൂനാണ്. ജെയ്യൂൻ ജിസുവിനോടൊന്ന് സംസാരിക്കാൻ സാധിക്കാതെ ഇപ്പൊ കയ്യിൽ ഫോണോ ഇല്ലാതെ ആകെ പെട്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ക്വാക്കിന്റെ കൂടെ ഫുഡ് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരു ചാൻസ് കിട്ടുന്നത്. അവനത് ചോദിച്ചു മേടിച്ച് അങ്ങനെ പോവാണ്. കാരണം അവന്റെ ഫോൺ എന്തായാലും ഇവിടുന്ന് കിട്ടില്ല. അപ്പോ കിച്ചന്റെ അവിടേക്ക് ചെന്ന് അവിടെ നിന്ന് ആരുടെയും ഫോൺ ഒന്ന് മേടിക്കാമെന്ന ആ ഒരു രീതിക്ക് അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്താണ് ദൂരെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പ് എന്തോ പ്രശ്നം നടക്കുന്നത് അവൻ കാണുന്നത്. അവൻ ഇത് എന്താണെന്ന് മനസ്സിലാവാൻ നിൽക്കണം. ആക്ച്വലി അതൊരു സോംബി അറ്റാക്ക് ആണ്. പക്ഷെ അത് ഇവൻ അറിയില്ല. കാരണം അവിടെ അങ്ങനെ ഒരു സോംബി പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നത് ആരും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. എന്തായാലും അവൻ ഈ കാഴ്ച കണ്ട് എന്ത് ഇത് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ നോക്കുമ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ക്വാക്ക് നീ ഇങ്ങനെ വായി നോക്കി നിൽക്കല്ലേ, വാ പണിയുണ്ടെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോ ഇതൊരു വലിയ ബിൽഡിംഗ് ആണെന്ന് അറിയാലോ, 10-77 നില ഉള്ള ഒരു വലിയ ബിൽഡിംഗ്. അപ്പൊ അതിൽ ഒരു ഫ്ലോറിൽ ഒരു ഹോട്ടൽ നടക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്തേക്ക് ഇവർ എത്തുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു മാനേജർ നിങ്ങൾ എന്തിനാ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്, നിങ്ങൾക്കായിട്ട് ഒരു ലിഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ടില്ലേ, അതുവഴി പോയാൽ പോരെ, ഇതുവഴി വരുമ്പോൾ ഇവിടെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ അത് ബുദ്ധിമുട്ടാവില്ലെന്ന് ചോദിക്കുമ്പോൾ ആ ലിഫ്റ്റ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വട്ടുണ്ടോ ഇതും പൊക്കിക്കൊണ്ട് ഇങ്ങനെ വരാനെന്ന് ക്വാക്ക് ചോദിക്കുമ്പോൾ എങ്കിൽ അതെന്നെ ഒന്ന് അറിയിച്ചൂടെ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ ഫോണില്ലാന്ന് ക്വാക്ക് പറയുന്നു. കാരണം ക്വാക്കിന്റെ ഒക്കെ ഫോൺ അവിടെ മേടിച്ചു വെച്ചിരിക്കുകയാണല്ലോ. എന്തായാലും ആ ഒരു സമയത്ത് ക്വാക്കാകട്ടെ അല്ല വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നമ്പർ തന്നാല് ഞാൻ അതിൽ വിളിക്കാന്നൊക്കെ പറയുമ്പോൾ തന്റെ നമ്പർ കൈക്കലാക്കാനായിട്ടുള്ള ഇവന്റെ അടവാണതെന്ന് മനസ്സിലാക്കുന്ന ആ ലേഡി അവനെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് വീണ്ടും അപ്പുറത്തെ ബിൽഡിങ്ങിൽ എന്താ നടക്കുന്നതെന്ന് കാണാൻ ഒരു ആകാംക്ഷ ജെയ്യൂന്. അവൻ വേഗം വിൻഡോയുടെ അവിടെ നിന്ന് അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും ഈ ഒരു മാനേജറും ക്വാക്കും അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ആരോ മാറി നിന്ന് വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കുന്ന ക്വാക്ക് വേഗം തന്നെ വെപ്രാളത്തില്ല ജെയ്യൂനെ വിളിച്ചു വാ നമുക്ക് പോകാം, അയാൾ നമ്മളെ കണ്ടു എന്നും പറഞ്ഞ് വേഗം തന്നെ അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആരെ പറ്റിയാണ് ക്വാക്ക് പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും ഒരാൾ അവിടെ നിന്ന് ഇവരെ നോക്കുന്നത് നമുക്ക് കാണാം. അയാളുടെ മുഖം പക്ഷെ വ്യക്തമല്ല. അങ്ങനെ നടന്നു പോകുമ്പോഴും അയ്യോ അയാൾ നമ്മളെ കണ്ടോന്ന് അറിയില്ലല്ലോ എന്ന് ആരോൺ എന്ന പേരുള്ള ഒരാളെ പറ്റി ക്വാക്ക് അവിടെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും
അങ്ങനെ അവർ നേരെ ചെല്ലുന്നത് ആ ഹോട്ടലിന്റെ കിച്ചൺ ഏരിയയിലേക്കാണ്. അവിടെയാണ് ഈ സൈനികർക്ക് വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത്. അവിടെ എത്തിയപാടെ ഞാൻ ഒന്ന് ഷെഫ് ജങ്ങിന്റെ അടുത്ത് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വാക്കിനോട് പറഞ്ഞ് ജെയുൺ നേരെ പോകുന്നത് ഷെഫിന്റെ അടുത്താണ്. മറ്റൊന്നല്ല, ജങ്ങിന്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഫോൺ വാങ്ങി ഒന്ന് ജിസുവിനെ വിളിക്കണം. അതായിരുന്നു ജെയുന്റെ ആവശ്യം. പുള്ളിക്കാരൻ ചോദിച്ച പാടെ ഫോൺ എടുത്ത് കൊടുത്തിട്ട് പോകുമ്പോ ജെയുൺ വേഗം തന്നെ ജിസുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഇത് ആരുടെ നമ്പർ എന്നൊക്കെ ചോദിച്ച് ജിസു സംസാരിക്കുമ്പോ അതിന് ഉത്തരം പറയാനൊന്നും ജെയുണിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവന് കഴിഞ്ഞ ദിവസം അവൻ രാത്രി ഫോൺ ചെയ്ത് അവളോട് സംസാരിച്ചപ്പോ തൊട്ട് നടന്ന പല കാര്യങ്ങളെ പറ്റിയുള്ള ക്ലാരിഫിക്കേഷൻ വേണം. അവൾ ഡ്രിങ്ക്സ് അടിച്ച് വീട്ടിൽ വന്നത്, കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കൊളീഗ് അവൻ പലതവണ ഫോൺ ചെയ്തപ്പോഴും അവൾ മര്യാദയ്ക്ക് സംസാരിക്കാഞ്ഞത്, അതൊക്കെ അവൾ അതിന് ഉത്തരം പറയുന്നില്ല എന്ന് തോന്നുമ്പോ അവൻ ഭയങ്കരമായി അവളോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇത് അടുത്തിരിക്കുന്ന തന്റെ കൊളീഗ്സ് ഒക്കെ കേൾക്കും എന്ന് മനസ്സിലാക്കുന്ന ജിസു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് പതിയെ എഴുന്നേറ്റ് മാറി നിൽക്കുന്നു. എന്തായാലും കൂടെ ഉണ്ടായിരുന്നവർക്ക് അപ്പോ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും അവളെ ഒരുമാതിരി നോക്കാണ്. എന്തിനിപ്പോ ഇങ്ങനെ ചോദിക്കുന്ന, എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് മെസ്സേജ് അയച്ചിരുന്നല്ലോ എന്ന് അവൾ തിരിച്ചു ചോദിക്കുമ്പോഴേക്കും ആ മെസ്സേജ് അവന് വായിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനു മുന്നേ ഫോൺ കൊടുക്കേണ്ടി വന്നിരുന്നല്ലോ. മെസ്സേജ് ഒന്നും വേണ്ട, ഫോണിൽ കൂടി പറയാനായി അവൻ പറയുമ്പോ ശരി പറയാന്നും പറഞ്ഞ് അവൾ കാര്യങ്ങൾ ഓൾറെഡി മെസ്സേജ് അയച്ചതാണെങ്കിലും അത് അവനോട് നേരിട്ട് പറയാമെന്ന രീതിക്ക് പറഞ്ഞു വരുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും വാക്കാകട്ടെ സമയമായി ബാ പോവാന്നും പറഞ്ഞ് ജെയുണ്ണെ വിളിക്കുന്നു. ഞാൻ പോവാ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്തിട്ട് പോകുമ്പോഴേക്കും ജിസു ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. ഇവർ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ അവരുടെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ കൊണ്ട് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ അവരുടെ റിലേഷൻഷിപ്പിലുണ്ട്. അങ്ങനെ ജിസു തിരിച്ച് ഫുഡ് കഴിക്കാനായി അവളുടെ സീറ്റിൽ വന്നിരിക്കുമ്പോഴേക്കും കൊളീഗ്സ് ഒക്കെ അവളോട് ബോയ് ഫ്രണ്ട് ആയിരുന്നല്ലേ, ആൾ ആർമിയിലാണോ, എന്താ റാങ്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ റാങ്ക് പറയുന്നുണ്ട്. അത് വളരെ താഴ്ന്ന റാങ്കാണ്, കാരണം അവനിപ്പോ കയറിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരൊരുമാതിരി പുച്ഛത്തിലായിരുന്നു സംസാരിക്കുന്നത്. കൂടാതെ അവൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് മൂവ് ഓൺ ചെയ്യണമെന്ന രീതിക്കൊക്കെ അവർ ഉപദേശിക്കുമ്പോൾ അതൊന്നും തന്നെ ജിസുവിന് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവരുടെ മുഖത്ത് നോക്കി അങ്ങനെ മുഷിഞ്ഞ് സംസാരിക്കാതെ അവൾ ശരി നിങ്ങൾ കഴിക്കുക, എനിക്ക് ഫുഡ് മതി, ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നൈസായി എഴുന്നേൽക്കുന്നു. അങ്ങനെ മാറി നിന്നവൾ മുന്നേ ജെയുൺ അവളെ വിളിച്ച ആ നമ്പർ ഉണ്ടല്ലോ, നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. അത് ആ ഷെഫിന്റെ നമ്പറാണ്. കോൾ അറ്റൻഡ് ചെയ്യുന്ന ഷെഫ് ആകട്ടെ ജെയുണിനെ ജിസു തിരക്കുമ്പോ ജെയുൺ ഇവിടെ ഇല്ല, അവൻ പോയിരിക്കുക എന്ന് പറയുന്നുണ്ട്. അവൾക്ക് ആകെ നിരാശ, അവനെ വിളിച്ചൊന്ന് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജെയുണിന്റെ കൊളീഗായ ഇൻഹോ ഉണ്ടല്ലോ, ഒരു മൊബൈൽ എടുത്ത് ജെയുണിന്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നു. ജെയുണിനൊന്നും മനസ്സിലാവാൻ നിൽക്കുമ്പോ എന്റെ കുഞ്ഞിന് വയ്യാന്നും പറഞ്ഞ് ഫോൺ ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ ദേ നിന്റെ മൊബൈലാ നൈസ് ആയിട്ട് എടുത്തോണ്ട് വന്നിരിക്കുന്നത്, നീ വേഗം തന്നെ ജിസുവിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോ അപ്പൊ നിനക്ക് കുഞ്ഞിനെ വിളിക്കണ്ടേന്ന് ചോദിക്കുമ്പോ എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ നിന്റെ മൊബൈൽ എങ്ങനെയും എടുക്കാൻ വേണ്ടി ഒരു അടവ് പറഞ്ഞതാ, എന്റെ മൊബൈൽ എടുത്ത് വിളിക്കാനാ പെർമിഷൻ തന്നത്, പക്ഷെ എനിക്ക് വിളിക്കണ്ട, നീ വിളിക്കുക, നിനക്ക് ഇപ്പോ എന്നെക്കാളും കൂടുതൽ മൊബൈൽ ആവശ്യം, അതുകൊണ്ട് ഞാൻ നൈസായിട്ട് നിന്റെ മൊബൈൽ എടുത്തോണ്ട് വന്നിരുന്നില്ല. ഇൻഹോ പറയുമ്പോ നിന്നെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്ന് മട്ടിലായിരുന്നു ജെയുണ്ട് നിൽപ്പ്. കാരണം ജെയുൺ എങ്ങനെ മൊബൈൽ കിട്ടും, എങ്ങനെ ജിസുവിനെ വിളിക്കാൻ പറ്റും എന്നൊക്കെ അറിയാതെ നടക്കായിരുന്നല്ലോ. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ജിസു വന്നിട്ട് അവളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഇങ്ങനെ സോഫയിൽ റിലാക്സ് ചെയ്ത് ഒരൊറ്റ കിടപ്പ്. അവിടെ ഉണ്ടായിരുന്ന അമ്മയായിട്ട് ഇന്ന് നിന്റെ ബോയ് ഫ്രണ്ട് രാത്രി വിളിക്കോ, അവൻ എന്താ തീരെ ബോധമില്ലേ, പാതിരാത്രി വിളിച്ച് എന്തിനിങ്ങനെ വെറുതെ ശല്യപ്പെടുത്തുന്നത്, നിനക്ക് അവനോട് പറഞ്ഞൂടെ അല്ലെ, ഇങ്ങനെ ഒരുത്തനെ എങ്ങനെ നീ സഹിക്കുന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുമ്പോഴേക്കും നോക്കി കണ്ടൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്ന രീതിക്ക് അമ്മ പറയുന്നുണ്ട്. ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നവൾ രാവിലെ തൊട്ട് എല്ലാവരും ഇമാതിരി വർത്താനാണല്ലോ പറയുന്നത് എന്നവൾക്ക് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അമ്മയോട് ഞാൻ കുറച്ച് ടയേർഡ് ആണെന്നും പറഞ്ഞ് അവൾ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് ജെയുണ്ട ഫോൺ കോൾ വരുന്നത്. വേഗം തന്നെ അവൾ റൂമിൽ ചെന്ന് അറ്റൻഡ് ചെയ്യുന്നു. ജെയുണാകട്ടെ ഇപ്പോഴാ നീ അയച്ച മെസ്സേജ് ഞാൻ കണ്ടതെന്നും പറയുന്നുണ്ട്. കാരണം ഞാൻ മെസ്സേജ് വായിക്കാനുള്ള സാവകാശം അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവനത് പറയുമ്പോഴേക്കും അവളാകട്ടെ നമുക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒന്ന് ബ്രേക്ക് എടുത്താലോ എന്ന് അവനോട് ചോദിക്കുകയാണ്. കാരണം നന്നായി സംസാരിക്കാൻ പറ്റാതെ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് അവൾക്ക് തോന്നിയതുകൊണ്ടും പിന്നെ ഇന്ന് രാവിലെ തൊട്ട് കൂടെയുള്ള ഓരോരുത്തരും പറഞ്ഞതിന്റെ ഒരു ഇമ്പാക്റ്റും ഒക്കെ ആകാം അവൾ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോഴേക്കും അവൻ ആകെ ഷോക്ക് ആവുന്നുണ്ട്. ഈ ബ്രേക്ക് എന്ന് അവൾ ഉദ്ദേശിക്കുന്നത് ബ്രേക്കപ്പ് ആണോ എന്ന് അവൻ ചോദിക്കുമ്പോഴേക്കും അവൾ ഒന്നും മിണ്ടുന്നുമില്ല. പെട്ടെന്ന് ഭയങ്കര സങ്കടത്തില് കരയാനായി തുടങ്ങാണ്. അവൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനും സാധിക്കുന്നില്ല. അപ്പോഴേക്കും രഹസ്യമായിട്ട് അവിടെ ഇരുന്ന് ഫോൺ ചെയ്യുന്ന അവന് ആ ഒരു കോള് കട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നു. അങ്ങനെ അവൻ കട്ട് ചെയ്തിട്ട് പോകുമ്പോഴേക്കും അവൾ ഭയങ്കര സങ്കടത്തിലാവുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, പറഞ്ഞത് തെറ്റായി പോയല്ലോ എന്നൊക്കെ അവൾക്ക് ഭയങ്കര കുറ്റബോധം. അങ്ങനെ പിന്നീട് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സമയം ഇൻഹോയോട് കാര്യങ്ങളൊക്കെ തന്നെ ജെയുൺ പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു മിലിറ്ററി സർവീസ് ഒക്കെ കഴിഞ്ഞ് പോയ ശേഷം ഇവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയില്ല. ഞാൻ ഇതുവരെ ഒരു ഗ്രാജുവേറ്റ് പോലും അല്ല. ഈ ഒരു മിലിറ്ററി സർവീസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്കൊരു ജോലി പോലും ഇല്ല. അവളാണെങ്കിൽ നല്ല ജോലിയൊക്കെ ഉള്ള ഒരാളാണ്. ഞാൻ എങ്ങനെയാണ് അവളോട് എന്റെ കൂടെ നിൽക്കാൻ പറയാന്നൊക്കെ അവനൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ മുന്നിൽ അവന്റെ റിലേഷൻഷിപ്പിന് ഒരു വാല്യൂ ഇല്ലെന്ന രീതിക്ക് ഭയങ്കര സങ്കടത്തിൽ അവൾ ഇന്ന് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി ഭയങ്കര സങ്കടത്തിൽ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഇൻഹോ ആകട്ടെ അവന്റെ സങ്കടങ്ങൾ പറയാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട്, ഇപ്പോഴും ഞാനും വൈഫും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ അവള് കുഞ്ഞുള്ളത് കൊണ്ട്
കൊണ്ട് മാത്രമാണ് എന്നെ സഹിച്ചു നിൽക്കുന്നതെന്നും അല്ലെങ്കിൽ എപ്പോഴും ഇട്ടിട്ട് പോയേനെന്നും പറയാറുണ്ട്. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. കല്യാണം കഴിക്കാത്തവർക്കും പ്രശ്നങ്ങള്, കല്യാണം കഴിച്ചവർക്കും പ്രശ്നങ്ങള്. ഈ പ്രശ്നങ്ങള് ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് തന്നെ ജെയുണിന് ഉപദേശം കൊടുക്കുന്നു. അങ്ങനെ ഇൻഹോ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും ജെയുണിനെ സംബന്ധിച്ച് ജിസു ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല. അവൾ എന്നിട്ടും ഇങ്ങനെ ബ്രേക്കപ്പ് എന്ന രീതിക്ക് പറഞ്ഞെങ്കിൽ താൻ അവളെ വല്ലാണ്ട് ടോർച്ചർ ചെയ്തത് കൊണ്ടാകാം, താൻ അവളുടെ അടുത്ത് വളരെ റൂഡായി പെരുമാറിയത് കൊണ്ടാകാം എന്നൊക്കെ ഭയങ്കര കുറ്റബോധം. അടുത്ത ദിവസമായിട്ട് തന്റെയും ജെയുണിന്റെ ഒന്നിച്ചുള്ള ഫോട്ടോസ് ഒക്കെ നോക്കിയിരിക്കുന്ന ജിസുവിനെയാണ് നമ്മൾ കാണുന്നത്. മാൻഡേറ്ററി മിലിറ്ററി സർവീസിന് പോകുന്നതിന് മുന്നേ ജെയുണിന്റെ ഹെയർ കട്ട് ഒക്കെ ചെയ്തു കൊടുത്തത് അവളായിരുന്നു. ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ഒക്കെ നോക്കി അവൾ ആകെ ഇമോഷണൽ ആയിരിക്കുകയാണ്. ഈ സമയത്താണ് അവൾക്ക് വളരെ അപ്രതീക്ഷിതമായി സീനിയറായ പാർക്കിന്റെ ഫോൺ കോൾ വരുന്നത്. ഞാൻ നിന്റെ വീടിന്റെ അടുത്തുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ചോദിച്ച് പാർക്ക് വിളിക്കുമ്പോഴേക്കും ജിസു അങ്ങനെ ചെല്ലുന്നു. അങ്ങനെ അവർ സംസാരിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ജിസുവിന് ജെയുണിന്റെ ഫോൺ കോൾ വരുന്നുണ്ടെങ്കിലും അപ്പൊ ആ ഒരു കോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല അവൾ. അതുകൊണ്ട് തന്നെ പിന്നെ വിളിക്കാം എന്ന രീതിക്ക് അവൾ അത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അവനായിട്ട് അവൾ ഫോൺ ചെയ്തിട്ട് എടുക്കാത്തത് കൊണ്ട് തന്നെ അവൾ ആ ബ്രേക്കപ്പ് എന്ന രീതിക്ക് തന്നെ ഉറപ്പിച്ചിരിക്കുകയായിരിക്കും എന്ന് കരുതി അവൾക്കൊരു വോയിസ് മെയിൽ അയക്കുന്നു. സെൽഫിഷായി അവളോട് പെരുമാറി അവളെ സങ്കടപ്പെടുത്തിയതിന് സോറിയും ഒപ്പം അവൾ ആഗ്രഹിക്കുന്ന കണക്ക് ബ്രേക്കപ്പ് ചെയ്യാൻ തയ്യാറാണ് എന്ന രീതിക്കുമായിരുന്നു ആ ഒരു വോയിസ് മെയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു വോയിസ് മെയിൽ തന്റെ ഫോണിലേക്ക് വന്നിരിക്കുന്നത് കാണുന്ന ജിസു ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ വാഷ്റൂമിലേക്ക് പോയി അവിടെ വെച്ച് ആ ഒരു വോയിസ് മെയിൽ കേൾക്കാണ്. അതിലിങ്ങനെ അവൻ സെൽഫിഷായി അവളെ സങ്കടപ്പെടുത്തിയതിനൊക്കെ സോറി പറയുകയും ഇപ്പൊ തന്നെ ഇവർക്കൊരു 24 വയസ്സുണ്ട്, ഇനി അവൻ മിലിറ്ററി സർവീസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വീണ്ടും വയസ്സ് കൂടും, അതിനുശേഷം ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് സെറ്റായി വരുമ്പോഴേക്കും അവളെ തന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് തന്നെ അവളുടെ നന്മയ്ക്ക് വേണ്ടി അവൾ ആഗ്രഹിക്കുന്ന കണക്ക് ബ്രേക്കപ്പ് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് അവനിക്ക് അയച്ചിരിക്കുന്ന ആ ഒരു വോയിസ് മെയിൽ കേൾക്കുമ്പോൾ അവൾ ഭയങ്കര സങ്കടത്തിലാവുന്നുണ്ട്. അവൾ തന്നെയാണ് ബ്രേക്കപ്പ് എന്ന കാര്യം ആദ്യം പറഞ്ഞതെങ്കിലും ഇപ്പൊ അവൻ അതിന് സമ്മതിച്ച ഒരു വോയിസ് മെയിൽ അയച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യ. എന്തായാലും ഈ ഫോൺ കോളിലൂടെ മര്യാദയ്ക്ക് സംസാരിക്കാൻ സാധിക്കാത്തതാണ് തങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ പ്രശ്നത്തിലാക്കുന്ന കാര്യമെന്ന് തോന്നുന്നവൾ ജെയുണിനെ നേരിൽ കാണാനായി തീരുമാനിക്കുന്നു. കാരണം അവൾ ഈ വോയിസ് മെയിൽ കേട്ട ശേഷം അവനൊന്ന് ഫോൺ ചെയ്യാൻ നോക്കുമ്പോഴേക്കും അവനാകട്ടെ അവൾ തന്നെ ബ്രേക്കപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ഇനി തന്നെ വിളിക്കില്ല എന്ന ഒരു രീതിക്ക് ഫോണൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ അത് തിരിച്ച് ഇൻഹോയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വിളിച്ചപ്പോൾ അവന് കിട്ടിയതുമില്ല. ഇപ്പൊ അവളാകട്ടെ അവനെ നേരിൽ കാണാനായി തീരുമാനിച്ചങ്ങനെ കൂടെ ഉണ്ടായിരുന്ന പാർക്കിനോട് ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോവാണെന്ന് പറയുമ്പോൾ എങ്ങനെ പോകുന്നതെന്ന് പാർക്ക് ചോദിക്കുന്ന ടീം ടാക്സി വിളിച്ചോളാന്ന് ജിസു പറയുന്നുണ്ടെങ്കിലും വേണ്ട ഞാൻ കൊണ്ടുവന്നും പറഞ്ഞ് പാർക്കും കൂടെ പോകുന്നു. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഇതൊന്നും അറിയാതെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജെയുണിനോടും ഇൻഹോയോടും അവരുടെ ഒരു സീനിയർ ഓഫീസർ കയ്യിൽ 2 ക്യാൻ കൊടുത്തിട്ട് അതില് പെട്രോൾ വാങ്ങിച്ചോണ്ട് വരാനായി പറയാണ്. പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ഇത് ചെയ്തോണ്ട് വരണമെന്നും പറഞ്ഞ് അവരെങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. തുടർന്ന് രണ്ടുപേരും അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നടന്നു വരുന്ന സമയം മുന്നത്തെ കണക്ക് ആ ഒരു ഹോട്ടലിലെ മാനേജർ ലേഡിയെ കാണുന്നു. നിങ്ങളോട് ഞാൻ മുന്നേയും പറഞ്ഞല്ലേ ഇതിലെ വരരുതെന്ന്, ഇവിടെ ഉള്ളവർക്കൊക്കെ അത് ബുദ്ധിമുട്ടാവുമെന്ന് പറയുമ്പോൾ മുന്നേ പറഞ്ഞപ്പോഴും മറുപടി പറഞ്ഞല്ലേ ഞങ്ങളുടെ ലിഫ്റ്റ് കംപ്ലൈന്റ് ആണെന്ന്, പിന്നെ ഏത് വഴി വരാനാണെന്നല്ല ജെയുൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇൻഹോ ആകട്ടെ ഇവിടെ ഒരു അവാർഡ് ഫംഗ്ഷൻ നടക്കാൻ പോകുന്നുണ്ടല്ലേ, ചീഫ് ഗസ്റ്റ് എപ്പോ വരും എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇവന്മാരൊന്ന് പോയി തന്നാ മതി എന്നുള്ള രീതിക്കായിരുന്നു ആ ഒരു ലേഡിയുടെ നിൽപ്പ്. അപ്പോഴേക്കും പാർക്കിന്റെ കൂടെ ജെയുണിനെ കാണാനായി പുറപ്പെട്ടിട്ടുണ്ടായിരുന്ന ജിസു ഞാൻ നിന്നെ കാണാനായിട്ട് വന്നോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു അവന്റെ നമ്പറിലേക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ഒരു സിഗ്നലിന്റെ അവിടെ കാർ സ്റ്റോപ്പ് ആവുന്നു. ഈ സമയം പാർക്ക് ജിസുവിനോട് എന്തിനിപ്പോ പെട്ടെന്ന് ബോയ് ഫ്രണ്ടിനെ കാണാൻ പോകുന്നതെന്ന് തിരക്കുന്നുണ്ട്. ജിസു മറുപടി പറയാതിരിക്കുമ്പോ ജിസുവിനോട് ഒരു താല്പര്യമുള്ള പാർക്കാകട്ടെ ജിസുവിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടെ ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അവളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴാണ് ഇവനും തന്നോട് എന്തോ ഒരു താല്പര്യം ഉണ്ടല്ലോ എന്നത് ജിസുവിന് മനസ്സിലാവുന്നത്. പക്ഷെ അവൾ അത് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും ആ സമയം ജിസുവിനോട് സംസാരിച്ച് പെട്ടെന്ന് അശ്രദ്ധയില് സിഗ്നൽ മാറി എന്ന ധാരണയില് കാറ് മുന്നോട്ടെടുക്കുന്ന പാർക്ക് റോഡ് ക്രോസ് ചെയ്യാനായി ഒരുങ്ങിയ ഒരാളെ ഇടിക്കുന്നുണ്ട്. അയാളാകട്ടെ ആ ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ചില്ല് പൊട്ടിച്ച് മുമ്പോട്ട് തെറിച്ചു വീഴുന്നു. അയാൾ ആ ഒരു ഇടിച്ച ഫോഴ്സിൽ കണ്ണൊക്കെ തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ തെറിച്ച കണ്ണ് ജിസുവിന്റെ ഷോൾഡറിന്റെ അവിടെ വന്നിരിക്കുമ്പോഴേക്കും അവൾ ഈ കാഴ്ചയൊക്കെ കണ്ട് ആകെ പേടിച്ച് അലമുറയിടുന്നു. അങ്ങനെ ഇവിടെ ജെയുണിനെ കാണാനായി യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്ന ജിസുവിന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വന്ന കണക്ക് തന്നെ അവിടെ ആ ഒരു ഹോട്ടലിലെ മാനേജർ ലേഡിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജെയുണിനെ നമ്മൾ കാണുമ്പോൾ അവരാകട്ടെ ഈ ഒരു ബിൽഡിങ്ങില് നിങ്ങളെ പോലെയുള്ള സൈനികരുണ്ട് എന്നത് അതീവ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇവിടെ ഇങ്ങനെ ആളുകൾ ഉള്ളപ്പോൾ അവരുടെ മുന്നിൽ കൂടി നിങ്ങൾ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാല് അതെല്ലാവരും അറിയും. അതുകൊണ്ടാണ് നിങ്ങൾക്കായിട്ട് തന്നിരിക്കുന്ന ലിഫ്റ്റ് വഴി അല്ലാതെ ഈ സ്റ്റെപ്പ് വഴി പോകരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞെന്നൊക്കെ അവർ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്ന സമയത്താണ് ഇൻഹോയും ജെയുണും ആ ഒരു കാഴ്ച കാണുന്നത്. അവർ നിൽക്കുന്നത് ഈ ഒരു വലിയ ഹോട്ടൽ ബിൽഡിങ്ങിന്റെ ഏതാണ്ട് ഒരു ടോപ്പിലൊക്കെ എത്തുന്ന ഒരു ഫ്ലോറിലാണ്. ഈ ഒരു സമയം അവർ ആ നിൽക്കുന്ന സ്ഥലം ലക്ഷ്യമിട്ട്
ദൂരെ നിന്നൊരു വിമാനം ഇടിക്കുന്ന കണക്ക് പാഞ്ഞു വരുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. അവർ മാത്രമല്ല ആ ഹോട്ടലിലുണ്ടായിരുന്ന മിക്കവരും ആ ഒരു കാഴ്ച കണ്ട് ആകെ ഞെട്ടിയിരിക്കുന്നു. ഇവരെ ഇടിക്കാനായി വരുന്ന ആ വിമാനത്തിന്റെ പിന്നിലെ കഥ എന്താണ്? ജെയുണിനെ കാണാനായി സഞ്ചരിക്കുന്ന ആ ഒരു കാറ് ആക്സിഡന്റിൽ പെട്ട് ജിസുവിനും കാർ ഓടിച്ച ആൾക്കൊന്നും പറ്റിയില്ല. പക്ഷെ ഒരാളെ അവരുടെ കാറിൽ ഇടിച്ച ആളുടെ കണ്ണൊക്കെ പുറത്ത് തള്ളിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. മറുഭാഗത്ത് ജെയുണൊക്കെ എന്നുള്ള ആ ഒരു ബിൽഡിങ് ഇപ്പൊ ഇടിച്ചു തെറിപ്പിക്കുമെന്ന രീതിയിൽ ഒരു വലിയ വിമാനം പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ കഥ കഴിഞ്ഞു എന്ന് പേടിച്ചിരിക്കുമ്പോഴേക്കും ആ വിമാനം ആ ബിൽഡിങ്ങിനെ ഇടിക്കാതെ തൊട്ടുതൊട്ടിലെന്ന രീതിയിൽ ദിശ മാറി അവിടെ ക്രാഷ് ലാൻഡ് ചെയ്യാണ്. അങ്ങനെ വലിയൊരു അപകടം അവിടെ സംഭവിച്ചിരിക്കുന്നു. ഇവരൊക്കെ ഈ കാഴ്ച കണ്ടാകെ ഞെട്ടിയിരിക്കുകയാണ്. ഇതേ സമയം ആ അപകടത്തിൽപ്പെട്ട ആളുടെ കണ്ണ് തെറിച്ച് ജിസുവിന്റെ ദേഹത്ത് വീണിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് ജിസു ഞാനിപ്പോ എന്താ ചെയ്യാന്ന് കൂടെയുള്ള പാർക്കിനോട് ചോദിക്കുന്നു. ഇത് കാണുന്ന പാർക്കാകെ പേടിച്ച് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കൈ തട്ടാണ് ഒരു അറപ്പിലും പേടിയിലും. ജിസു നോക്കുമ്പോ എന്തായാലും ഈ ഒരു ആക്സിഡന്റ് നടന്നത് ചുറ്റിനുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഒരുമാതിരി നോക്കാണ് എന്ത് ഈ നടക്കുന്നത്, എന്ത് ഇവർ കാണിക്കുന്നുള്ള രീതിയിൽ. ഇതേ ടീം ആ അപകടത്തിൽപ്പെട്ട ആൾക്ക് ജീവന്റെ തുടിപ്പുള്ള കണക്ക് തോന്നുന്ന ജിസു നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ഇയാളെ രക്ഷപ്പെടുത്തണമെന്ന് പാർക്കിനോട് പറയുന്നു. ജിസു ആകട്ടെ ഒരു ചെറിയ കവർ അവൾക്ക് കിട്ടുന്നുണ്ട്. അതിൽ ആ ഒരു കണ്ണെടുത്ത് സേഫ് ആയി വെക്കാണ്. കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ കണ്ണ് തിരിച്ച് അയാൾക്ക് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കിട്ടിയാലോ എന്ന രീതിക്ക്. കൂടാതെ അയാളെ എത്രയും പെട്ടെന്ന് ഒന്ന് പുറത്തെടുക്കാനായി ഹെൽപ്പ് ചെയ്യാനായി പാർക്കിനോട് പറയുമ്പോൾ പിന്നെ ഞാൻ വേഗം ഇൻഷുറൻസ് കമ്പനി അറിയിക്കട്ടെ, എങ്കിലും ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞ് പാർക്ക് ഇയാളെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന ആ ഒരു രീതിക്കും ചിന്തിക്കാതെ അപ്പോഴും ഒരുമാതിരി സ്വാർത്ഥതയോട് കൂടി സംസാരിക്കുകയാണ്. ഇത് കണ്ട് ഇയാളെന്ത് ഇങ്ങനെയെന്നുള്ള രീതിക്കായിരുന്നു ജിസുവിന്റെ നിൽപ്പ്. എന്തായാലും അപ്പോഴേക്കും ആ ഒരു പ്ലെയിൻ ക്രാഷ് ആയ കാര്യം കണ്ട് ഷോക്കായി പോയിട്ടുണ്ടായിരുന്ന ജെയുൺ വന്ന് വേഗം നമുക്ക് ഇത് ഫില്ല് ചെയ്ത് നമ്മളെ വിട്ട പണി തീർത്തിട്ട് വേഗം നമ്മുടെ സീനിയറിനോട് ചെന്ന് പറയാം, വേഗം പോവാന്നും പറഞ്ഞു കയ്യിലുള്ള ആ ഒരു ക്യാനില് പെട്രോൾ നിറയ്ക്കാനായി പെട്ടെന്ന് താഴേക്ക് പോകാനായി ലിഫ്റ്റിൽ ചെന്ന് കയറുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആരോ വരുന്ന കണക്ക് തോന്നുന്ന ജെയുൺ ലിഫ്റ്റിന്റെ ഡോർ അടയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും അറിയാതെ ഇൻഹോ അത് ഓപ്പൺ ചെയ്ത് വിടുന്നുണ്ട്. ആ സമയത്ത് ലിഫ്റ്റില് വന്ന് കയറുന്നത് മറ്റാരുമല്ല ആരോൺ എന്ന അവിടുത്തെ ചീഫ് മാനേജറാണ് ഈ ഒരു ഹോട്ടലിന്റെ. ഇയാളുടെ മുന്നിൽ പെടരുതെന്ന രീതിക്കാണ് കഴിഞ്ഞ ദിവസം ക്വാക്കൊക്കെ ജെയുണിനോട് പറഞ്ഞത്. അതേ ആളുടെ മുന്നിൽ ഇപ്പൊ ഇവര് പെട്ടിരിക്കുന്നു. മുന്നേ ഒരു മാനേജർ ലേഡി ഇവരോട് ചോദിച്ച കണക്ക് തന്നെ എന്തിനാണ് ഞങ്ങളുടെ VIP കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള ഈ ഒരു ലിഫ്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നായിരുന്നു ആരോൺ പാർക്ക് ചോദിക്കുന്നത്. ഒരേ ചോദ്യം, എത്ര പേർക്ക് ഞങ്ങൾ ഉത്തരം പറയണം? ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ലിഫ്റ്റ് വർക്കിംഗ് അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് യൂസ് ചെയ്യേണ്ടി വന്നതെന്ന് ജെയുൺ പറയുന്നു. ഇയാളുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ഇവിടെ അതീവ രഹസ്യമായി നടക്കുന്ന ഈ ഒരു മിലിറ്ററി ട്രെയിനിങ്ങിന്റെ ഒക്കെ കാര്യം ഇവർ ലിഫ്റ്റിലൊക്കെ കയറി ഇവിടെയുള്ള ബാക്കി ആളുകൾ അറിയും. ഇവിടെ ബാക്കി കസ്റ്റമേഴ്സിനൊക്കെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഇവര് ലിഫ്റ്റ് ഉപയോഗിച്ചാൽ അതിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവും എന്നൊരു കാര്യം കൊണ്ടാണ് ഈ ആരോന്റെ മുന്നിൽ ചെന്ന് ചാടരുതെന്ന രീതിക്ക് മുന്നേ അവർ വിചാരിച്ചത്. പക്ഷെ കറക്റ്റ് ആയിട്ട് അയാൾ ഇവരെ ലിഫ്റ്റിൽ കണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആ ലിഫ്റ്റ് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് ഇതിൽ കയറാതെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോ കൂടെ. നിങ്ങൾ ചുമ്മാ ലിഫ്റ്റ് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞാൽ എനിക്കത് വന്ന് റെഡിയാക്കാനൊന്നും പറ്റില്ല, എനിക്ക് അമ്മാതിരി പണിയൊന്നും അറിയില്ല, പിന്നെ അത് റെഡിയാക്കാൻ വേണ്ട കോൾ കൊടുക്കാനല്ലേ എനിക്ക് പറ്റുന്നില്ല. ആരോൺ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുള്ള ഈ ഒരു ലിഫ്റ്റ് കംപ്ലൈന്റ് ആവുന്നുണ്ട്. അതിങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോഴേക്കും ജെയോണും ഇൻഹോയും ഒക്കെ ഭയങ്കരമായി പേടിക്കുന്നു. ആരോൺ ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഫോൺ എടുത്ത് ഇതുപോലെ ലിഫ്റ്റ് സ്റ്റക്കായിന്ന് ആരെയോ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ റെഡി ആവുമായിരിക്കുന്ന അത് കേൾക്കുമ്പോ ഇൻഹോയ്ക്കും ജെയോണിനും ഒരു ആശ്വാസം. എന്തായാലും പറഞ്ഞ കണക്ക് തന്നെ അല്പസമയത്തിനകം തന്നെ ലിഫ്റ്റ് റെഡി ആവുന്നുണ്ട്. അതങ്ങനെ വീണ്ടും ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങി ഒരു ഫ്ലോറിൽ ഓപ്പൺ ആവുമ്പോഴേക്കും അവിടെ അവർ കാണുന്ന കാഴ്ച താഴെ ആരൊക്കെയോ പരിക്കേറ്റ് കിടക്കുന്നു, ആൾക്കാർ നില വിളിച്ചുകൊണ്ട് തെക്കുവട കൂടുന്നു. എന്ത് നടക്കുന്നെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ലിഫ്റ്റിന്റെ ഡോറ് ക്ലോസ് ആവും മുന്നേ രക്തത്തിൽ കുളിച്ച രീതിയിൽ ഒരാൾ ആ ലിഫ്റ്റിന്റെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ഒരു കാഴ്ച കണ്ട് പേടിച്ച് ജെയോണും ഇൻഹോയും കൂടി ആരോണിനെ വട്ടം പിടിക്കുന്നുണ്ട്. പട്ടാളക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടും നല്ല പേടിത്തൊണ്ടന്മാരാണ്. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും പാർക്ക് സഹായിക്കാത്തതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ആ ഒരു പരിക്കേറ്റ ആളെ പുറത്തിറക്കാനായി പരമാവധി ജിസു ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല. ചുറ്റിനും ആരൊക്കെയോ കൂടി നിൽപ്പുണ്ട്. പക്ഷെ അവരൊന്നും സഹായിച്ച് മുന്നോട്ട് വരുന്നേയില്ല. അവരൊക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കണം. ഈ ഒരു സമയം അവിടെ ആ കൂട്ടത്തിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അയാളെ കണ്ടപ്പോഴേ അത് ആരാണെന്ന് ജിസുവിന് മനസ്സിലാവുന്നുണ്ട്. അയാളുടെ പേര് അലക്സ് എന്നാണ്. അയാൾ അവിടുത്തെ ഒരു ഫേമസ് CEO ആണ്, വലിയൊരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. അവളായിട്ട് അയാളുടെ പേര് വിളിച്ച് അയാളോട് ഹെൽപ്പ് ചോദിക്കുമ്പോഴേക്കും അയാൾക്ക് സഹായിക്കാതെ പോകാൻ പറ്റില്ല. കാരണം അയാൾ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്. പെട്ടെന്ന് ആരും അയാളെ തിരിച്ചറിയാതിരിക്കാനായിട്ടാണ് അയാൾ ഇങ്ങനെ വേഷം ധരിച്ച് ക്യാപ്പ് ഒക്കെ വെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ അയാളുടെ പേര് പറഞ്ഞ് അവള് വിളിക്കുമ്പോൾ അയാൾ സഹായിക്കാതെ പോയാൽ അത് അയാളുടെ പബ്ലിക് ഇമേജിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്ന അയാൾ സഹായിക്കാനായി മുന്നോട്ട് വരുന്നു. അങ്ങനെ അലക്സ് ആ ഒരു ആളെ പുറത്തെടുക്കാൻ ഈ കാറിന്റെ അവിടേക്ക് ഇങ്ങനെ ചെല്ലുമ്പോഴേക്കും ആരാണ് അതിന്റെ കാർ കയറുന്നതെന്ന് പാർക്ക് ദേഷ്യപ്പെടുന്നുണ്ട്. സഹായിക്കാൻ വന്നിട്ട് ഇവനെന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് പറ്റില്ല. അലക്സ് ജിസുവിനെ നോക്കുമ്പോൾ അയാൾ വല്ലതും പറയും, മൈൻഡ് ചെയ്യണ്ട, സഹായിക്കാനും വരത്തില്ല, ഇരിക്കുന്ന കണ്ടില്ലെന്ന് ജിസുവിന് ആകെപ്പാടെ പാർക്കിനോട് കലിപ്പ്. അങ്ങനെ ഇവർ അയാളെ പുറത്തെടുക്കാനായി ശ്രമിക്കുന്ന ഇതേ സമയം തന്നെ ലിഫ്റ്റിൽ പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ ജെയുന്റെയും ഇൻഹോയുടെയും ആരോന്റെയും അടുത്ത് ഒരാള് പരിക്കേറ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് തന്നെ ആരോൺ ആകട്ടെ ആരോ ഫോൺ ചെയ്ത് വേഗം ഇവിടെ ഒരാൾക്ക് പരിക്കേറ്റിരിക്കുന്നു, ഹെൽപ്പ് ചെയ്യാൻ വരണമെന്നും പറഞ്ഞ് ഇൻഫോം ചെയ്യുന്നുണ്ട്. അതിനുശേഷം അയാളോട് നിങ്ങൾ പേടിക്കേണ്ട, ഇപ്പോൾ ആളെത്തും എന്നൊക്കെ പറഞ്ഞ് അയാൾക്കുള്ള മെഡിക്കൽ എയ്ഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന രീതിക്ക് സംസാരിച്ചു നിൽക്കുമ്പോൾ ആക്ച്വലി ഇത് ഒരു സോംബി അറ്റാക്ക് ആണ്. ഇയാൾ ഒരു സോംബി ആക്രമിച്ചതാണ്. പക്ഷെ അത് ഇവർക്കറിയില്ല. ആരോൺ ഇങ്ങനെ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അയാൾ പെട്ടെന്ന് മയങ്ങി താഴേക്ക് വീഴുന്നു. മരിച്ചു വീണതാണ്. എന്തായാലും അത് മനസ്സിലാക്കുന്ന ഇവർ ലിഫ്റ്റ് അടിക്കാനായി നോക്കുമ്പോൾ
ആളുടെ ആ ഒരു തലയുടെ ഭാഗം ലിഫ്റ്റിന്റെ ഡോർ അടപ്പിക്കുന്നില്ല. ഉടനെ ആരോൺ ആകട്ടെ ദേഹത്ത് കിടന്നിരുന്ന കോട്ടൂരി ആ തലയിലേക്ക് ഇട്ട് വേഗം ഇവരങ്ങനെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്നു. ഇവർ ഇറങ്ങി ചെല്ലുമ്പോ അവിടെ കാണുന്നത് ആകെപ്പാടെ വലിയ കോലാഹലം നടക്കുന്നതാണ്. എന്താണ് സംഭവം എന്ന് കറക്റ്റ് ആയിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ആളുകൾ ആക്രമിക്കപ്പെടുന്നു, ആളുകൾ പരസ്പരം ആക്രമിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ജീവൻ രക്ഷപ്പെടുത്താനായി തലങ്ങും വിലങ്ങും ഓടുന്നു. ചിലര് മുകൾ നിലയിൽ നിന്നൊക്കെ താഴേക്ക് വീഴുന്നു. അങ്ങനെ ഇൻഹോ നടക്കുന്നതിന്റെ ഇടയിൽ തട്ടിമറിഞ്ഞ് വീഴുന്നുണ്ട്. നോക്കുമ്പോ മനുഷ്യന്റെ കുടലൊക്കെ ചിന്നിച്ചെതറി കിടക്കാണ്. കൂടാതെ ഒരാളുടെ അപ്പർ ബോഡിയുടെ ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഇഴഞ്ഞു വരുന്നു. ആകെപ്പാടെ പച്ച മാംസത്തിന്റെയും രക്തത്തിന്റെയും രൂക്ഷഗന്ധം. അങ്ങനെ ആകെ മൊത്തത്തില് വല്ലാതെ മടുപ്പിക്കുന്ന ഒരു കാഴ്ച, ഭയാനകമായ കാഴ്ച. ഇൻഹോയും ജെയ്യൂണും എന്ത് നടക്കുന്നതെന്ന് മനസ്സിലാവും നിൽക്കുമ്പോഴേക്കും കൂടെ നിന്നിരുന്ന ആരോണിനെ കാണുന്നില്ല. അങ്ങനെ വീണ്ടും നമ്മൾ ജിസുവിനെ കാണുമ്പോൾ ജിസുവും അലക്സും കൂടി ചേർന്ന് അയാൾ ഒരുവിധം ആ കാറിന്റെ ചില്ലി കുടുങ്ങിയ അവസ്ഥയിൽ നിന്ന് പുറത്തെടുക്കുന്നുണ്ട്. അങ്ങനെ അയാൾക്ക് CPR കൊടുക്കാനായിട്ട് അലക്സ് നോക്കുന്ന ആ ഒരു സമയത്ത് അവൻ പ്രസ് ചെയ്ത് അറിയാതെ അയാളുടെ ആ ഒരു റിബ്സ് പൊട്ടിക്കുന്നുണ്ട്. ആ എല്ലൊടിയുന്ന ശബ്ദം അവിടെയുള്ളവരൊക്കെ കേൾക്കുന്നു. വണ്ടി ഇടിച്ചിട്ട് അയാളെ ദേണ്ടേ ഇവരെ കൂടി ചേർന്ന് കൊന്നിരിക്കുന്നു പറഞ്ഞ് അവിടെ കൂടെ നിന്നവര് കമന്റ് അടിക്കുമ്പോഴേക്കും അയ്യോ ഞാൻ ആരെയും കൊന്നിട്ടില്ലാന്ന് അലക്സ് പറയുന്ന ടീം അയാളുടെ എല്ലാം നിങ്ങൾ ഓടിക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടില്ലോ എന്ന് പറഞ്ഞ് അവരൊക്കെ കൂടി വരുന്നുണ്ട്. എന്തായാലും പോയെ അയാളുടെ കാര്യം ഇനി ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു അവിടെ അത്രയും നേരം സഹായിക്കാതെ ഫോട്ടോയും വീഡിയോ എടുത്തിരുന്ന ആളുകൾ ഇപ്പോ ഇവരെ വളയുന്നു. ഈ സമയം ആരോണിനെ അന്വേഷിച്ച് ഇൻഹോയും ജിയോണും പോകുമ്പോ അവിടെ ഒരു സോംബി ആരോണിനെ ആക്രമിക്കാൻ നോക്കുന്നതാണ് കാണുന്നത്. രക്ഷപ്പെടുത്താനായി കൈ കെട്ടിയ ഒരു ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ എടുത്ത് ആ സോംബിയെ അടിച്ചിട്ട് ഇൻഹോ ഒരു ശ്രമം നടത്തുന്നു. ആരോൺ ആ ഒരു ചാൻസിന് എഴുന്നേറ്റ് മാറുന്നുണ്ടെങ്കിലും വീണ്ടും അറ്റാക്ക് ചെയ്യാനായി ആ ഒരു സോംബി വരുമ്പോഴേക്കും ഇവർ ടേബിൾ വെച്ച് അതിനെ തടയാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ടേബിൾ വെച്ച് തടഞ്ഞ ഭാഗം കൊണ്ട് അതിന്റെ ബോഡി സെപ്പറേറ്റ് ആയി അത് ഇവർക്ക് നേരെ വരും എന്ന ഒരു രീതി ആവുമ്പോഴേക്കും ഇതിനെ കത്തിക്കാതെ വേറെ വഴിയില്ല. അല്ലാതെ നമ്മൾ എത്ര അടിച്ചും ഉപദ്രവിച്ചും മാറ്റാൻ നോക്കിയാലും ഇത് വീണ്ടും നമ്മളെ പിടിക്കാനേ വരുവാണല്ലോ എന്ന് മനസ്സിലാക്കുന്ന ഇൻഹോ വേഗം തീ ഇടാനായിട്ട് ഒരു ശ്രമം നടത്തുമ്പോഴേക്കും ആരോണാകട്ടെ ഏടാ മണ്ട അങ്ങനെയൊന്നും ചെയ്യില്ല, ഇത് കോടികൾ മുടക്കി പണിതേക്കുന്ന ഹോട്ടൽ, ഇത് നീ കച്ച കളയിൽ എന്ന് പറയുമ്പോൾ ജീവനാണോ ഹോട്ടലാണോ വലുതെന്ന് ഇൻഹോ ചോദിക്കുമ്പോൾ അത് പിന്നെ ജീവനാണെന്ന് ആരോണും സമ്മതിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിൾ ക്ലോത്തില് ഡ്രിങ്ക്സ് ഒഴിച്ച് അത് നേരെ ആ ഒരു സോംബിയുടെ ദേഹത്തേക്ക് എറിഞ്ഞ് അടുത്തതായി അവർ പേപ്പറിൽ തീ കത്തിച്ച് അതും അതിന് നേരെ എറിഞ്ഞ് അങ്ങനെ അതിനെ അവിടെ ലൈവായി ചുടുകയാണ്. അല്ലാതെ രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നും അവർക്കറിയില്ല. അങ്ങനെ വീണ്ടും നമ്മൾ ജിസുവിനെ കാണുമ്പോൾ ഇവിടെ ഇത്രയും കോലാഹലം നടന്നിട്ടും ഈ പാർക്ക് എന്താ കാറിൽ നിന്ന് ഇറങ്ങാത്ത ദേഷ്യത്തില് അവൾ അവന്റെ ഡോറിന്റെ അവിടെ ചെന്ന് രണ്ടെണ്ണം പറയുമ്പോഴാണ് അവനകട്ടെ ഈ ആക്സിഡന്റ് നടന്ന ആ ഒരു സമയത്ത് തന്നെ പേടിച്ച് പാന്റ് ഒക്കെ നനച്ചിരിക്കുകയാണ്. അതിന്റെ നാണക്കേട്ടില് അകത്ത് കുത്തിയിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാവുമ്പോൾ അവൾ പിന്നൊന്നും മിണ്ടുന്നില്ല. പക്ഷെ ആ സമയത്താണ് ദൂരെ നിന്ന് ഒരു ട്രക്ക് ഈ ഒരു ആക്സിഡന്റ് നടന്നതിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ബ്ലോക്ക് ആയിരിക്കുന്ന വണ്ടികളെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് വരുന്നത് ജിസു കാണുന്നത്. ഈ വരവ് വരുന്ന ആ ഒരു ട്രക്ക് പാർക്കിരിക്കുന്ന കാറിനെയും ഇടിക്കുമെന്ന് മനസ്സിലാക്കുന്ന അവൾ പാർക്കിനോട് ഇറങ്ങി വരാനേ പറയുന്നുണ്ട്. പക്ഷെ അവനാകട്ടെ അത് കേട്ടതേ ഇല്ല. ഇത് കാണുന്ന അലക്സും എടാ നീ ഇറങ്ങി വാ, നാണോമാനോ ഒക്കെ പിന്നെ നോക്കാം, ആദ്യം ജീവൻ രക്ഷിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പാർക്കാകട്ടെ കാറിനകത്ത് ഡോർ അടച്ച് വിൻഡോയും ലോക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അവൻ അത് കേൾക്കുന്നില്ലെങ്കിലും പെട്ടെന്ന് ആ ഒരു റിയർ വ്യൂ മിറർ വഴി അവൻ ആ കാഴ്ച കാണുന്നു. ഒരു ട്രക്ക് ചീറി പാഞ്ഞു വരുന്നത്. തന്റെ വണ്ടി ഇടിക്കുമെന്ന് മനസ്സിലാക്കുന്ന അവൻ ആ കാറിൽ നിന്ന് ഇറങ്ങുന്നതും ജസ്റ്റ് മിസ്സിനാണ് ആ കാർ ഇടിച്ചുകൊണ്ട് ആ വണ്ടി കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ വേറൊരു ആക്സിഡന്റ് നടന്നിരിക്കുകയാണ്. ആ ഒരു ട്രക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു കടയിലാണ് ഇടിച്ച് നിൽക്കുന്നത്. ആ ട്രക്കിന്റെ ഡ്രൈവറും എന്തോ ഒരു അപകടത്തിൽ പെട്ട് നിയന്ത്രണം വിട്ടാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാം. ആളുടെ തലയൊക്കെ ചില്ലില് സ്റ്റക്കായിരിക്കാണ്. അങ്ങനെ ആകെ മൊത്തത്തില് അവിടെ പ്രശ്നമായിരുന്നു. ഈ സമയത്താണ് അവിടെയുള്ള എല്ലാവരുടെയും മൊബൈലിലേക്ക് ഒരു നാഷണൽ എമർജൻസി മെസ്സേജ് വരുന്നത്. ആ ഒരു പ്ലെയിൻ ക്രാഷ് ഒക്കെ അതില് മെൻഷൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ അത് വലിയ ന്യൂസ് ആയി കാണിക്കുമ്പോഴാണ് ഈ ഒരു സോംബി അറ്റാക്ക് ഒക്കെ നടന്ന ജെയ്യൂണും ഇൻഹോയൊക്കെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകൾ നിലയിൽ തന്നെയുള്ള ഇവരുടെ കൂടെയുള്ള മറ്റു സൈനികർ ടിവിയിലൂടെ ഈ ഒരു കാര്യം അറിയുന്നത്. അവർക്ക് പക്ഷെ എന്തിപ്പോ ചെയ്യണമെന്ന് അറിയില്ല. അവരുടെ മേലധികാരികളിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ വരാതെ എടുത്തു ചാടിയൊന്നും പ്രവർത്തിക്കാനായി അവർക്ക് സാധിക്കുകയില്ല. എന്തായാലും അങ്ങനെ ആ ഒരു സോംബിയെ കത്തിച്ച് അങ്ങനെ ആ ഒരു തീ അപകടമാവുന്ന രീതിയിലേക്ക് ആളിപ്പടരാതെ ആ ഒരു തീയും അണച്ച് അവർ ഇനി ഇപ്പൊ എന്ത് ചെയ്യുന്ന അറിയാൻ നിൽക്കുമ്പോഴേക്കും ആരോൺ ആകട്ടെ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, നിങ്ങള് മുകൾ നിലയിലേക്ക് തന്നെ പോകുന്നതാ സേഫ്, സ്റ്റെപ്പ് വഴി കയറിപ്പോന്നൊക്കെ പറഞ്ഞ് ജെയ്യോനോടും മിൻഹോയോടും സംസാരിക്കുമ്പോഴേക്കും ഇവരാകട്ടെ കയ്യിൽ ഒരു സാനിറ്റൈസറും തീ കത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇനി ഇങ്ങനെ വല്ലതും ഫേസ് ചെയ്യേണ്ടി വന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി. കൂടാതെ ഞങ്ങൾ ഞങ്ങളുടെ ആളുകളുടെ അടുത്തേക്ക് തന്നെ പോവാം, നിങ്ങളും കൂടെ വന്നും പറഞ്ഞ് ആരോണിനെ വിളിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ മാനേജർ അല്ലേ, എനിക്ക് ഇവിടെ ചെയ്യാനായിട്ട് കുറച്ച് ജോലിയുണ്ട്, നിങ്ങൾ പോകുന്നു പറഞ്ഞു ആരോൺ അവരെ പറഞ്ഞു വിടാൻ നോക്കുന്നു. ഞങ്ങളിപ്പോ ലിഫ്റ്റ് പൊക്കോട്ടെ, സ്റ്റെപ്പ് കയറാൻ വയ്യാന്ന് ജിയോൺ പറയുമ്പോ ഈ സമയത്ത് സ്റ്റെപ്പാണ് സേഫ് എന്ന് പറഞ്ഞ് അവരോട് പോകാൻ പറഞ്ഞ് ആരോൺ അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഈ ഒരു സമയം അങ്ങനെ സ്റ്റെപ്പ് കയറി പോകാനായി ജെയ്യോണും മിൻഹോയും മുന്നോട്ട് നടക്കുമ്പോഴേക്കും അവിടെ വീണ്ടും ഈ മനുഷ്യന്റെ ശരീരാവശിഷ്ടങ്ങളൊക്കെ അഴുകി കിടപ്പുണ്ടായിരുന്നു. അതിൽ ചവിട്ടി മിൻഹോ മറിഞ്ഞടിച്ച് വീഴുന്നു. വലിയൊരു ശബ്ദത്തോടു കൂടിയാണ് അവൻ വീഴുന്നത്. അവിടെ ഫ്രഷ് ആയിട്ട് ആരെ തിന്നാന്ന് നോക്കി നടക്കുകയായിരുന്ന ഒരു സോംബി കൂട്ടം ഈ ശബ്ദം കേട്ട് ഇവരെ നോക്കുകയും കണ്ടവടെ ആക്രമിക്കാനായി പാഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ ജിസു ഒക്കെ ഉള്ള സ്ഥലത്തും സോംബി അറ്റാക്ക് സ്റ്റാർട്ട് ആവുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആദ്യം പതറി നിൽക്കുന്നുണ്ടെങ്കിലും ആ വണ്ടി ഇടിച്ച ആ കണ്ണ് പുറത്തു ചാടിയ ആളില്ല, അയാൾ പോലും ഒരു സോംബി എണ്ണിട്ട് വന്ന് അറ്റാക്ക് ചെയ്യാനായി വരുമ്പോഴേക്കും ജിസു ചിതറി ഓടാണ്. അത്രയും നേരം
ദേ ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞു ജിസുവിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ അലക്സ് പലതും പറഞ്ഞെങ്കിലും അവൾ ഈ നടക്കുന്ന കാര്യങ്ങൾ ആകെ കിളി പോയി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കായിരുന്നു. പക്ഷെ ഈ ഒരു കാഴ്ച കണ്ട് അവളും പേടിച്ചോടുന്നു. ഒരു ഭാഗത്ത് അലക്സ് ഒരു വഴിക്ക്, ഒരു ഭാഗത്ത് പാർക്ക് ഒരു വഴിക്ക്, ഒരു ഭാഗത്ത് ജിസു ഓടുന്നു. അങ്ങനെ ആകെ മൊത്തത്തില് ഈ സോംബികളുടെ ഇടയിൽ ഇവരങ്ങനെ പെട്ടുപോകുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഒറ്റയ്ക്ക് ഓടുന്ന ജിസു ആകട്ടെ ഒരു ഷോപ്പിന്റെ അവിടെ നോർമൽ ആയിട്ടുള്ള ഒരു ലേഡിയെ കാണുന്നുണ്ട്. അവർ സോംബിയായി മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന അവർ വിളിച്ചപാടെ അവിടേക്ക് ചെന്ന് അവരുടെ കൂടെ കടയിലേക്ക് കയറുന്നു. അപ്പോഴേക്കും മുന്നേ ആ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയ സമയത്ത് പേടിച്ച് നനച്ചിട്ടുണ്ടായിരുന്ന പാന്റ് ഒക്കെ ഇട്ടുകൊണ്ട് ഓടാനായിട്ടൊന്നും ഈ ജീവൻ അപകടത്തിലായ സാഹചര്യത്തിൽ പോലും പാർക്കിന് മനസ്സില്ല. അവന് ഭയങ്കര നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ കണ്ണി കണ്ട ഒരു ഷോപ്പിൽ കയറി കൈ കിട്ടിയ ഡ്രസ്സൊക്കെ എടുത്ത് അവൻ ചേഞ്ച് ആയി റെഡി ആവുന്നു. ഇതേ സമയം മുകൾ നിലയിലേക്ക് പോകാൻ ഈ ആരോൺ പറഞ്ഞ ആ ഒരു സ്റ്റെപ്പ് കയറി അവര് ചെന്ന് ഏതാണ്ട് ഒരു 67th ഫ്ലോറിൽ എത്തുമ്പോഴേക്കും അവിടെ നിന്ന് താഴെ നോക്കുമ്പോൾ ആ ഒരു സിറ്റി മുഴുവൻ സോംബി അറ്റാക്ക് നടക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവരുള്ള ബിൽഡിംഗിൽ മാത്രമല്ല പുറത്തും ഇങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഫാമിലി ഒക്കെ സേഫ് ആയിരിക്കുമെന്നാണ് ഇൻഹോയ്ക്ക് ആദ്യം വരുന്ന പേടി. എന്തായാലും ഇവിടെയുള്ള ഇവരുടെ ബാക്കി സൈനികരുടെ അടുത്തേക്ക് ചെല്ലാനായി മുന്നോട്ട് പോയേ പറ്റൂ. അങ്ങനെ ഇവർ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴേക്കും ഏതാണ്ട് ഒരു 75ാമത്തെ സ്റ്റെപ്പിന്റെ അവിടെ ആവുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം മുകളിൽ സൈനികരുണ്ട് എന്നത് പെട്ടെന്ന് ഈ ഹോട്ടലിലേക്ക് എത്തുന്ന സാധാരണ ആൾക്കാർ കണ്ട് മനസ്സിലാക്കാതിരിക്കാനായിട്ടാണ് അവരെ അങ്ങോട്ട് വിടാതിരിക്കാനായി ഇതിപ്പോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ വഴി പോയാൽ പെട്ടെന്ന് വരാവുന്ന രീതിക്കാണ് ഇവർ ഇങ്ങനെ വന്നത്. ആരോണ്ട് വാക്ക് കേട്ട് ഇനിയിപ്പോ ഇതിറങ്ങി വേറെ വല്ല വഴിയിലും കൂടെ കയറി പോകാനേ പറ്റൂ. ഇവരോട് എപ്പോഴും സ്റ്റെപ്പ് വഴിയേ വരാൻ പാടുള്ളൂ എന്ന് ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇവരത് മടിച്ചിട്ട് ലിഫ്റ്റ് വഴിയാണല്ലോ എപ്പോഴും പൊക്കോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് എന്നത് അവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ അവർ മുകൾ നിലയിലേക്ക് പോകാനായി മറ്റെന്തെങ്കിലും വഴി നോക്കണം. ഇതേസമയം ജിസു ആയിട്ട് വീട്ടിലല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അമ്മ അവളെ ഫോൺ ചെയ്ത് നീ ഇത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ ജെയുവിനെ കാണാനായി പുറപ്പെട്ടു പോയതാണെന്ന് മനസ്സിലാക്കുന്ന അമ്മ ഈ സമയത്ത് തന്നെ നിനക്ക് അവനെ കാണാനായിട്ട് പോണായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി തന്നെ ടെൻഷനിൽ സംസാരിക്കുമ്പോൾ അമ്മ പേടിക്കേണ്ട, ഞാൻ എന്തായാലും അവന്റെ ക്യാമ്പിന് അടുത്ത് തന്നെയാ ഉള്ളത്, ഞാനിവിടെ സേഫാ, അമ്മ സേഫ് ആയിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്തിട്ട് വേഗം തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ നിന്റെ ക്യാമ്പിന്റെ അടുത്തുണ്ട്, ഒരു ബിൽഡിംഗിൽ കുടുങ്ങി പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അവൻ ഈ മെസ്സേജ് ഒന്നും കാണാൻ പറ്റുന്ന സിറ്റുവേഷനിൽ അല്ല ഉള്ളതെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അവനാകട്ടെ ഇൻഹോയുടെ കൂടെ മുകളിലേക്ക് പോകാനായി അങ്ങനെ വഴി തപ്പി നടക്കുമ്പോൾ അവരൊരു റൂമിലേക്ക് ചെല്ലുന്നു. ആ റൂമിലാണെങ്കിൽ ഇവരെ എപ്പോഴും വഴക്ക് പറയാറുള്ള ആ ലേഡി മാനേജർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പെട്ടെന്ന് ഇവര് സോംബിയാണെന്ന് കരുതി അറ്റാക്ക് ചെയ്യുന്ന സമയത്താണ് ഇവർ അയ്യോ ഞങ്ങൾ സോംബികളല്ല എന്ന് പറയുന്നത്. എന്നാലും പുള്ളിക്കാരിക്ക് വലിയ വിശ്വാസമില്ല. ഇവർ ഇനി ഇൻഫെക്റ്റഡ് ആണോ, ഇവരെ വിശ്വസിച്ച് കൂടെ നിർത്തിയ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ഇവർ തന്നെ ആക്രമിച്ചാലോ എന്നൊക്കെ പേടിച്ച് പുള്ളിക്കാരി ഇവർ ഇൻഫെക്റ്റഡ് അല്ലാന്ന് സംസാരിച്ച് വളരെയധികം ശ്രദ്ധയോടുകൂടി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അവരവിടെ നിർത്തുന്നുള്ളൂ. അപ്പോഴേക്കും മുകളിലുള്ള സൈനികരായിട്ട് ഇവർക്ക് ഇതുവരെ എന്ത് ചെയ്യണമെന്ന് പറ്റിയ ഒരു നിർദ്ദേശം വന്നിട്ടില്ലെങ്കിലും അവർ ഫുൾ യൂണിഫോമില് തോക്കൊക്കെ പിടിച്ച് റെഡി ആയിരിക്കാണ്. അവരുടെ സീനിയർ നിങ്ങളുടെ നെയിം ടാഗ് കളയരുത്, ഇൻ കേസ് നിങ്ങൾക്ക് വല്ലതും പറ്റിയാലും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള വഴി അതാണ്, എല്ലാവരും നെയിം ടാഗ് കയ്യിൽ കരുതിക്കോ എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ തങ്ങൾക്ക് ചുറ്റും നടക്കുന്നതെന്ന് ഒരു വലിയ ധാരണയൊന്നും ഇവർക്കില്ലെങ്കിലും എന്തോ വലിയൊരു ആപത്ത് തന്നെ വരാൻ പോകുന്നു, ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന കണക്ക് ഒരു പ്രതീതിയാണ് അവരുടെ മനസ്സിലുള്ളത്. നമ്മൾ കാണുന്നത് പാർക്കിനെയാണ്. പാർക്ക് ഇപ്പോ അവൻ പേടിച്ച് നനച്ച പാന്റ് ഒക്കെ മാറ്റി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ നടക്കാണ്. ആ ഒരു സമയത്ത് അവിടെ ഒരു നിർത്തിയിട്ടിരിക്കുന്ന കാർ പാർക്ക് കാണുന്നുണ്ട്. ആ കാറിന്റെ ഡിക്കി ഓപ്പൺ ആയിരുന്നത് കൊണ്ട് തന്നെ അതിനകത്തിരുന്ന കുറച്ച് ഗോൾഫ് ബാറ്റ് അവൻ കാണുന്നു. അതിൽ നിന്ന് ഒരെണ്ണം ഇപ്പൊ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ കണ്ട് പ്രൊട്ടക്ഷന് ഒരെണ്ണം കൈ ഇരിക്കുന്നത് നല്ലതായിരുന്ന രീതിക്ക് എടുത്തു വെക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആരും അവനെ പിറകി നടിച്ച് ബോധം കെടുത്തുന്നു. ആരാണെന്ന് നോക്കുമ്പോഴാണ് അതൊരു കള്ളനായിരുന്നു. മുന്നേ ആ ഒരു ഷോപ്പില് പാർക്ക് കയറിയപ്പോഴേ ഈ കള്ളൻ അവിടെ ഉണ്ടായിരുന്നു. പാർക്കിന്റെ നോട്ടമായിട്ടാണ് പാർക്ക് പക്ഷെ കണ്ടില്ല. അവന്റെ കൈ കിടക്കുന്ന വില കൂടിയ വാച്ചും മൊബൈലുമാണ് കള്ളന്റെ ലക്ഷ്യം. ഈ ഒരു സോംബിയുടെ പ്രശ്നങ്ങൾ നടക്കുന്ന ഈ സമയത്തും കള്ളന് അവന്റെ സ്വഭാവം ഒന്നും മാറ്റാനായിട്ട് യാതൊരു പ്ലാനും ഇല്ല. മോഷ്ടിക്കാൻ തന്നെയാണ് ഇപ്പൊ പാർക്കിനെ അടിച്ചു വീഴ്ത്തിയത്. അങ്ങനെ പാർക്കിന്റെ മൊബൈൽ ആ കള്ളൻ കൈക്കലാക്കുന്നുണ്ട്. വാച്ച് ഊരാനെ ഒരുങ്ങുമ്പോഴേക്കും എടാ ഈ സമയത്ത് തന്നെ നിനക്ക് ഇങ്ങനെ മോഷണം നടത്തണോടാന്നൊരു ശബ്ദം കേട്ട് അവൻ അവിടെ നിന്ന് ഓടുന്നു. ആ ശബ്ദം ഉണ്ടാക്കിയത് മറ്റാരുമല്ല, നമ്മുടെ ജിസുവിനെ സഹായിച്ച ഒരു ലേഡി ഉണ്ടല്ലോ അവരുടെ ഷോപ്പിലേക്ക് അവളെ കയറ്റി, ആ ലേഡിയാണ്. കാരണം ഈ നടക്കുന്ന കാര്യങ്ങൾ ആ ഒരു ഷോപ്പിന് അടുത്തായത് കൊണ്ട് തന്നെ അവർ കണ്ടിരുന്നു. അങ്ങനെ ജിസു ഓടി വന്ന് പാർക്കിനെ തട്ടി വിളിക്കാൻ നോക്കുമ്പോ അവൻ അനങ്ങുന്നേ ഇല്ല. വെളിയിൽ നിൽക്കണ്ട, അകത്ത് വാ, അയാളും കൂടി വിളിച്ചോണ്ട് അകത്ത് വന്നാൽ ലേഡി പറയുമ്പോ അങ്ങനെ പാർക്കിനെ തട്ടി വിളിച്ച് എങ്ങനെയും അകത്തേക്ക് പോകാനായിട്ട് ജിസു ആവുന്നത് നോക്കുന്നു. ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും മറ്റേ ഒരു മാനേജർ ലേഡി ഉണ്ടല്ലോ അവരുടെ പേര് ജിയ എന്നാണ്. അവരുള്ളിടത്താണ് ഇപ്പൊ ഇൻഹോയും ജെയുണ്ണും ഉള്ളത്. അവിടെ ഒരു ചെറിയ ഫോൺ സിസ്റ്റം ഉണ്ട്, അത് വർക്ക് ആവുന്നുണ്ടോ എന്ന് ജെയുൺ നോക്കാണ്. അവന്റെ ഉദ്ദേശം ജിസുവിനെ എങ്ങനെയും വിളിക്കണം എന്നതാണ്. പക്ഷെ ഇത് കാണുന്നവരാട്ടെ ഇത് വർക്ക് ചെയ്യെങ്കിൽ ഞാൻ എപ്പോഴേ ആരെങ്കിലും സഹായത്തിന് വിളിച്ചേനെന്ന് അവനോട് പറയുമ്പോ നിങ്ങളുടെ ഈ മൊബൈൽ ഉണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. മൊബൈൽ ഉണ്ടെങ്കിലും ഞാൻ ആരെങ്കിലും സഹായത്തിന് വിളിക്കില്ലേ, അല്ലാതെ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കും, നീ എന്തിനു ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്ന് അവർ ദേഷ്യപ്പെടുമ്പോ അല്ല പിന്നെ ഈ ഒരു ഫ്ലോറിൽ എവിടെയെങ്കിലും മൊബൈൽ ഉണ്ടാവുമോ, എനിക്ക് ഒന്ന് ഫോൺ ചെയ്യണം, മൊബൈൽ അല്ലെങ്കിൽ വേറെ ഫോൺ ആയാലും മതി എന്നല്ല അവൻ പറയുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോ റിസ്കാ, ഇവിടെ എല്ലാം ഇഷ്ടംപോലെ സോംബികൾ കാണുമെന്ന് ജിയ പറയുമ്പോ എന്തായാലും നമുക്ക് ഇനി ഇവിടെ കുത്തിയിരിക്കാൻ പറ്റില്ലല്ലോ, ഇവിടെ നിന്ന് എങ്ങനെയും പുറത്ത് കിടക്കണമെന്ന് ജയൻ പറയുന്ന സമയത്താണ് ഇൻഫോ അവിടെ കുറെ സാനിറ്റൈസറുകളും ഈ പെയിന്റിന്റെ തിന്നർ ഉണ്ടല്ലോ അതൊക്കെ ഉള്ളതൊക്കെ കാണുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ച് മുന്നത്തെ കണക്ക് ഒരു സോംബി അറ്റാക്ക് ചെയ്യാൻ വന്നാല് അതിന്റെ തീ
തീ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഇൻഹോയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാം, എനിക്ക് കുറച്ച് ഐഡിയാസ് കിട്ടിയെന്ന് പറഞ്ഞ് അതെല്ലാം എടുത്തൊരു ട്രോളിയിൽ വെച്ച് അങ്ങനെ ഇവര് മുന്നോട്ട് പോവാണ്. ട്രോളി തള്ളുന്നത് ജിയാണ്. സൈഡില് ഇൻഹോയും ജയോണും സോംബി ഒന്ന് അറ്റാക്ക് ചെയ്യാൻ റെഡിയായി ഇങ്ങനെ നിപ്പുണ്ട്. അങ്ങനെ ഇവര് ഒരു സ്ഥലത്തെത്തുമ്പോ അവിടെ ആരും ഇല്ല കേട്ടോ. അതായത് ഒരു സോംബിയുടെ പൊടി പോലും കാണാനില്ല. എല്ലാരും എവിടെ പോയി? സോംബികളൊക്കെ ഒളിച്ചിരിക്കാണോ എന്ന് അവർ ചിന്തിക്കുമ്പോഴേക്കും ഒരാളത് അവരെ അറ്റാക്ക് ചെയ്യാനായി ചാടി വീഴുന്നുണ്ട്. അതങ്ങനെ ഇവരെ അറ്റാക്ക് ചെയ്യാനായി വരുമ്പോഴേക്കും ഇവരതിനെ തീ വെച്ച് കൊല്ലാനായി നോക്കുന്നുണ്ട്. പക്ഷെ ശരീരത്തെ തീ കത്തിയിട്ടും അതിനൊരു കൂസലും ഇല്ല. അത് ആക്രമിക്കണമെന്ന ഒരു രീതിക്ക് തന്നെ വരുമ്പോ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് അതിന്റെ തല രണ്ടാക്കാനായി ഇൻഹോയ്ക്ക് സാധിക്കുന്നു. ആക്ച്വലി ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ജിയെ ഭയങ്കരമായി പേടിപ്പിക്കുന്നുണ്ട്. അവളെ ആക്രമിക്കാനായി വന്ന ആ ഒരു സോംബിന്ന് അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും അവളെ സംബന്ധിച്ച് ഈ നേരിട്ട് ഇങ്ങനെ ഈ മനുഷ്യമാംസം ഒക്കെ ഇങ്ങനെ കാണുന്നത്, ആ ഒരു രക്തം തല പൊളക്കുന്നതൊക്കെ ഭയങ്കര പേടിപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും മറ്റു സൈനികരൊക്കെ തന്നെ റൂഫ് ടോപ്പിൽ കയറി നിന്ന് ബൈനോക്കുലർ വഴി ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാണ്. നാട് മുഴുവൻ പ്രശ്നങ്ങളാണ് അവർക്ക് കാണാനായി സാധിക്കുന്നത്. ഈ സമയത്താണ് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ചു പേര് പുറത്തു പോയിട്ടുണ്ടായിരുന്നല്ലോ, അവരിതുവരെ വന്നില്ലല്ലോ എന്നുള്ള കാര്യം അവരിപ്പോ ചിന്തിക്കുന്നത്. ഇത്രയും നേരം അതിനെപ്പറ്റി ഒരു ക്ലൂ അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത് ഓർക്കുന്നവർ 4 പേരെ പറ്റിയാണ് പറയുന്നത്. 4 പേരെന്ന് പറയുമ്പോൾ 2 പേരെ നമുക്കറിയാം, ജെയൂണും ഇൻഹോയും. മറ്റു 2 സൈനികർ ആരൊക്കെയാണ് പുറത്തു പോയിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ആ 2 സൈനികർ എന്തോ ജോലി ആവശ്യത്തിന് പോയിരിക്കുകയാണ്. പക്ഷെ പെട്രോൾ വാങ്ങാനായി പറഞ്ഞു വിട്ട ഇൻഹോയും ജെയൂണും ഇതുവരെ പെട്രോൾ വാങ്ങിയിട്ടുണ്ടാവില്ല എന്ന് അവരുടെ സീനിയർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനോട് പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ കാർഡാണ് അവർക്ക് സ്വൈപ്പ് ചെയ്യാനായി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ സ്വൈപ്പ് ചെയ്ത മെസ്സേജ് ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അവർ പെട്രോൾ വാങ്ങിച്ചിട്ടില്ല. അവർ ഈ ബിൽഡിംഗ് വിട്ട് പുറത്ത് പോകാനുള്ള സാധ്യത അതുകൊണ്ട് കുറവാണെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ പാർക്കിന് ബോധം വീണിട്ടുണ്ടായിരുന്നു. പാർക്കായിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ നമ്മൾ സേഫ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനും സേഫ് ആണെന്ന് എന്തുറപ്പുള്ളതെന്ന് ജിസു ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, പക്ഷെ അവിടെ പോലീസുകാരില്ലേ, നമ്മൾ എന്തായാലും സേഫ് ആയിരിക്കും എന്ന് പാർക്ക് പറയുമ്പോൾ ശരി ഞാൻ കൂടെ വരാം, പക്ഷെ പോകുന്ന വഴിയിൽ എന്റെ ബോയ് ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്യാനോ കാണാനോ എനിക്ക് എന്തെങ്കിലും അവസരം കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് പോകും, അവനുള്ളത് മിലിറ്ററിക്കാരുടെ അടുത്തല്ലേ, അവിടെയും സേഫ് ആയിരിക്കും എന്ന് ജിസു പറയുമ്പോൾ ശരി വാന്ന് പറഞ്ഞ് പാർക്ക് വിളിക്കുന്നു. ജിസു ആയിട്ട് അത്രയും നേരം തന്നെ ഹെൽപ്പ് ചെയ്ത ആ സലൂണിലെ ലേഡിയോട് നിങ്ങളും കൂടെ വാ സേഫ് ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും കണ്ടില്ലേ കുറച്ചു മുന്നേ പോലും അവനെ അടിച്ച് ബോധം കെടുത്തി അവന്റെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റാനേ ഒരു കള്ളം നോക്കിയത്. ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴും ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പൊ എങ്ങനെ ഞാൻ ധൈര്യത്തില് എന്റെ സലൂൺ ഇവിടെ ഇട്ടിട്ട് വരും? സാരില്ല, ഞാനിവിടെ സേഫ് ആയിട്ട് ഇരുന്നോളാം, മോള് ബുക്കോ, നമ്മൾ ഇനി കാണുമോന്ന് അറിയില്ല, എന്തായാലും സേഫ് ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞ് അവരായിട്ട് ജിസുനെ യാത്രയാക്കുന്നു. അവരങ്ങനെ ജിസുവിന് ടാറ്റ കൊടുത്ത് നിൽക്കുമ്പോൾ അവരുടെ പിറകിലൂടെ സോംബികൾ ഓടി വരുന്നത് നമുക്ക് കാണാം. പക്ഷെ ആ ലേഡിക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അവർ രക്ഷപ്പെട്ടോ, അതോ അവരെ സോംബി ആക്രമിച്ചോ എന്നത് ഇവിടെ വ്യക്തമാകുന്നില്ല. എന്തായാലും ആ സോംബികളുടെ വരവ് കണ്ട് ഇവർ ആക്രമിക്കപ്പെടാനുള്ള സർവ്വസാധ്യതയുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ജെയൂണും ഇൻഹോയും ജിയും കൂടി പോകുന്ന സമയത്ത് അവർ ഒരു കാഴ്ച കാണുന്നു. മുന്നേ ജിസുവിനെ ഫോൺ ചെയ്യാനായി ഒരു ഷെഫിന്റെ അടുത്ത് നിന്ന് ഫോൺ ജെയൂൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ഷെഫ് ഇപ്പോ ഒരു വലിയ ഗ്ലാസ് ഡോർ തള്ളിപ്പിടിച്ച് നിൽക്കാണ്. ഗ്ലാസ് ഡോറിന്റെ അപ്പുറം ഒരുപാട് സോംബികളുണ്ട്. ആ സോംബികൾ ഇങ്ങോട്ട് വരാതെ ആ ഡോറ് അടച്ചു പിടിച്ച് നിൽക്കാണ് ആ ഷെഫ്. പക്ഷെ പുള്ളിയെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല. ഇത് കണ്ട് ജിയും ഇൻഹോയും സഹായിക്കാനായി പോകുന്നുണ്ട്. പക്ഷെ സോംബികളുടെ ആ ഒരു തള്ളില് ആ പ്രഷർ കാരണം ഗ്ലാസ് ഡോർ പൊട്ടുന്ന അവസ്ഥയിലേക്ക് ക്രാക്ക് ഒക്കെ വീണു തുടങ്ങുന്നു. എടാ നീ ഇങ്ങനെ നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യടാന്ന് ഇൻഹോ അത് കണ്ട് ജെയൂണിനോട് വിളിച്ച് പറയുമ്പോഴേക്കും എന്തിപ്പോ ചെയ്യാന്ന് ജെയൂണിന് ഒരു പിടുത്തവും ഇല്ല. അവനിങ്ങനെ എന്ത് ചെയ്യാന്ന് ആലോചിക്കുമ്പോഴേക്കും ആ ഒരു ഗ്ലാസ് ഡോറിലെ വിള്ളലുകൾ കൂടി കൂടി വരുന്നു. അങ്ങനെ ഒരു ഐഡിയ വരുന്നവൻ ഞാൻ 1 2 3 എണ്ണുമ്പോഴേക്കും നിങ്ങൾ മാറിയേക്കണം എന്ന് പറഞ്ഞ് കൗണ്ട് ഡൗൺ തുടങ്ങുന്നു. അങ്ങനെ 3 എണ്ണിയും അവർ മാറുന്ന ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ഗ്ലാസ് പൊട്ടുന്നുണ്ട്. സോംബികൾ ഇവർക്ക് നേരെ ഇരച്ചെത്തുമ്പോഴേക്കും കയ്യിൽ ഇവർ കുറെ സാനിറ്റൈസറുകളൊക്കെ തള്ളിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ വെച്ച് അവിടെ തീ പിടിപ്പിക്കാനും ആ സോംബികളെ എരിച്ചു തുടങ്ങാനും ജെയൂണിന് സാധിക്കുന്നു. അങ്ങനെ സോംബികൾ അവിടെ കത്തി തുടങ്ങുന്ന ഈ ഒരു സമയം ഇവർ അവിടെ നിന്ന് ഓടുന്നു. പക്ഷെ പോടുന്നതിന് ഇവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. വലിയ 5 സ്റ്റാർ ഹോട്ടലൊക്കെ അല്ലേ അത്. അപ്പൊ തീർച്ചയായും അവിടെ ഒരു തീപിടുത്തം ഉണ്ടായാൽ തനിയെ പ്രവർത്തിക്കുന്ന ഓട്ടോമേറ്റഡ് ഫയർ അലാം സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതുവഴി അവിടെ തീപിടുത്തം ഉണ്ടായ അടുത്ത നിമിഷം തന്നെ വെള്ളം ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്തിരുന്ന പൈപ്പുകളിൽ നിന്ന് വീണു തുടങ്ങുന്നു ആ ഒരു തീ അണയ്ക്കാനായി. ഇവർ ആ ഒരു ബിൽഡിങ്ങിന് കംപ്ലീറ്റ് ആയി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇവർ ഓടിയ ആ ഒരു സ്ഥലത്തും ഇതുപോലെ വെള്ളം വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവർക്ക് പന്തികേട് മനസ്സിലാവുന്നത്. നിന്നൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവർ കാണുന്നത് മുന്നത്തേതിനേക്കാൾ ഭയാനകമായ കാഴ്ചയാണ്. കാരണം മുന്നേ സോംബികൾ വരുന്നു, ദേഹത്തൊക്കെ രക്തം മുറിവ് അങ്ങനൊക്കെ വരുന്നു എന്നല്ലേ ഉള്ളൂ. അപ്പൊ കത്തിക്കരിഞ്ഞ നിലയിലുള്ള ബോഡികൾ വരെ എഴുന്നേറ്റ് വരെയാണ് ഇവരെ ആക്രമിക്കാനായി. അത് വല്ലാത്ത ഒരു കാഴ്ച തന്നെ. അവർ ഓടടാ ഓട്ടം ഓടി ഓടി ഒരു വിധമാണ് സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ഡോറിന്റെ ഇപ്പുറം എത്താൻ ഇവർക്ക് സാധിക്കുന്നത്. ഒരുവിധം ആ ഡോറ് കുറ്റിയിട്ട് മുകളിലേക്ക് ഓടാം എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ പ്ലാൻ. കാരണം മുകളിലാണ് ബാക്കി സൈനികരൊക്കെ ഉള്ളത്. ഇൻഹോയും ജിയും അങ്ങോട്ടേക്ക് ഓടി തുടങ്ങുമ്പോഴേക്കും ആ ഒരു ഷെഫിന് കുറച്ച് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ജെയൂൺ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ താങ്ങി പിടിച്ച് മുന്നോട്ട് ഓടാനായിട്ടുള്ള ശ്രമത്തിലാണ്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി പാർക്കും ജിസുവും പോയിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ പോലീസ് സ്റ്റേഷന്റെ അടുത്തെത്തുമ്പോഴേക്കും അവിടെ
അവിടെ വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. കുറെ പേര് ഇവരെ പോലെ തന്നെ പോലീസുകാരുടെ അടുത്ത് എത്തിയാൽ സേഫ് ആയിരിക്കും എന്ന ധാരണയിൽ വന്നവരാണ്. അതിന്റെ ഇടയിൽ കുറച്ച് പേര് ഓണത്തിന്റെ ഇടയിൽ പുട്ട് കച്ചവടം എന്നൊക്കെ പറയില്ല, അതേ കണക്ക് സോംബി അറ്റാക്കിന്റെ ഇടയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യ സാധനങ്ങളൊക്കെ നല്ല വിലക്ക് വിറ്റോണ്ടിരിക്കുന്നു. ആവശ്യമുള്ളവർ അത് വാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് ജിസു നേരെ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ അലക്സിനെ കാണാം. മുന്നേ ആക്സിഡന്റ് സമയത്ത് ജിസുവിനെ രക്ഷിക്കാനായി മുന്നോട്ട് വന്ന അതേ അലക്സ് തന്നെ. ഇവിടെ പോലീസുകാരൊന്നുമില്ല, എല്ലാവരും ഇവിടെ അങ്ങനെ പോലീസുകാരുടെ അടുത്ത് എത്തിയാൽ സേഫ് ആവെന്ന് വിചാരിച്ച് വന്നത്. പക്ഷെ ഇവിടെ നിന്നിട്ട് ഇനി പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് അലക്സ് പറയുമ്പോൾ എങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകാം എന്നൊരു രീതിക്ക് ജിസുവും കരുതുന്നുണ്ട്. അവൾക്ക് എങ്ങനെയും ഇവിടുന്നൊക്കെ പോയി ജെയുണ്ണെ വിളിക്കണം എന്നതാണ് ലക്ഷ്യം. അതിനായിട്ട് തന്നെ അവൾ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല ഇവിടെ നിന്ന് പോകണ്ട, ഇവിടെ നിൽക്കുന്നത് തന്നെയാ സേഫ് എന്ന് പാർക്കോട്ട് ഇവിടെ നിന്ന് പോകാനായി സമ്മതിക്കുന്നുമില്ല. ഇവിടെ ആ സമയത്താണ് അവിടെ എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ശബ്ദം കേട്ട സോംബികൾ ഇങ്ങോട്ട് വരണ്ടായിരുന്ന ആ ഒരു രീതിക്ക് എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെന്ന് ജിസുവിന് മനസ്സിലാവുന്നു. അലക്സും അവളോട് ശബ്ദമൊന്നും ഉണ്ടാവാതിരിക്കാനായി ഫോൺ കയ്യിലുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാനായി പറയുമ്പോൾ അവൾ ഫോൺ എടുക്കുന്നു. നേരെ ജെയുണ്ണിന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ഇതുപോലെ പോലീസ് സ്റ്റേഷൻ ഇവിടെയുണ്ട്, സേഫ് ആണ്, ഞാൻ എന്തായാലും നിന്റെ അടുത്തേക്ക് വരും എന്നൊക്കെ. കൂടാതെ ഈ മെസ്സേജ് നീ കാണുകയാണെങ്കിൽ റിപ്ലൈ അയക്കണമെന്ന് പറഞ്ഞ് അവന് മെസ്സേജ് അയച്ച ശേഷമാണ് അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോഴേക്കും ജെയൂണും മിൻഹോയും ഒക്കെ കൂടി ആ ഒരു ബാക്കി സൈനികരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ജെയൂൺ വളരെ ടയർഡാണ്. ആ ഒരു ഷെഫിനെ താങ്ങി പിടിച്ച് അത്രയും സ്റ്റെപ്പ് കയറി ഒരു വിധം സേഫായി അവിടെ എത്തുമ്പോഴേക്കും അവന് ഒരു മനസമാധാനമില്ല. അവന്റെ ചിന്ത മുഴുവൻ ജിസുവിനെ പറ്റിയാണ്. കാരണം അവൾ അയക്കുന്ന ഈ മെസ്സേജ് ഒന്നും തന്നെ അവൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് പറ്റിക്കാണെന്ന് അവനൊരു ഐഡിയ ഇല്ല. ഇതേ ടീം ജിസുവും ഒരു സമാധാനം ഇല്ലാണ്ടിരിക്കുന്നു. കാരണം ജെയൂണിനെ കാണാനാണ് അവൾ പുറപ്പെട്ടത്. ഇപ്പോഴും അവളുടെ ചിന്ത ജെയൂണിന്റെ അടുത്ത് എത്തണം എന്ന ആ ഒരു ഒറ്റ കാര്യത്തിലാണ്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും റൂഫ് ടോപ്പിൽ എത്തി ഇനി സേഫ് ആണെന്ന് കരുതി നമ്മുടെ ജെയൂണും കൂട്ടരും നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ഒട്ടുമിക്ക സോംബികളും കൂടി എത്തി കതക് തട്ടി തുറക്കാൻ നോക്കുന്നുണ്ട്. കാരണം ഇവരിങ്ങനെ മുകളിലേക്ക് കയറി വന്നത് ഫോളോ ചെയ്ത് വന്നിരിക്കുന്ന സോംബികളാണ്. മുന്നേ അവർ ആ താഴത്തെ കതക് അടച്ചെങ്കിലും അത് തകർക്കാനൊന്നും ഒരു കൂട്ടമായി വന്ന് ആക്രമണം നടത്തുന്ന സോംബികൾക്ക് പാടില്ലല്ലോ. ഒരുവിധം റൂഫ് ടോപ്പിലേക്കുള്ള ഡോറ് തുറക്കാതെ അവർ തടയാനായി നോക്കുന്നുണ്ട്. ഇതേ സമയം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഷെഫിന് മുന്നേ പരിക്കേറ്റിരുന്നല്ലോ. അതെങ്ങനെ സംഭവിച്ച പരിക്കാണ് എന്താണെന്ന് അറിയില്ല. എന്തായാലും ആളിപ്പോ പെട്ടെന്ന് താഴേക്ക് വീഴുകയും പിന്നീട് വല്ലാത്ത രീതിയിൽ ഇവരൊക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോൾ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആളുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ വല്ലാത്തൊരു വശപ്പശക് എല്ലാവർക്കും ഫീൽ ആവുന്നു. ഇനി ഈ ഷെഫും ഇൻഫെക്റ്റഡ് ആയോ എന്ന രീതിക്ക് എല്ലാവരും വളരെ പേടിയോടുകൂടി അദ്ദേഹത്തെ നോക്കുകയാണ്. എന്തെങ്കിലും പ്രതീക്ഷ കണക്ക് തന്നെ ആ ഒരു ഷെഫ് സോംബിയായി മാറുന്നു. കാരണം ആ ഷെഫിനെ ഒരു സോംബി കാലിൽ കടിച്ചിരുന്നു. പക്ഷെ ആ മുറിവ് ഇപ്പോഴാണ് ഇവരും നമ്മളും ഒക്കെ കാണുന്നത്. അങ്ങനെ അടുത്ത കാലം പോവല് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാതെ ഇൻഹോ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന ആ ഒരു ഭീകരത മനസ്സിലാക്കാതെ ഈ നിൽക്കുന്ന സൈനികരിൽ ഒരാൾ ആ ഒരു ഷെഫിന്റെ അടുത്തേക്ക് ചെന്ന് ആളെ പിടിക്കാനായി നോക്കുമ്പോഴേക്കും ആ ഒരു ഷെഫ് ആ സൈനികനെ ആക്രമിക്കുന്നു. തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ആക്രമിക്കപ്പെടുന്നത് കണ്ട മറ്റു സൈനികരെല്ലാം കൂടി കൂട്ടം ചേർന്ന് ആ ഒരു ഷെഫിനെ പിടിക്കാനായി പോകുമ്പോൾ ഇവർക്കും കൂടി കടി ഏൽക്കാതിരിക്കാനായി ഇൻഹോ പെട്ടെന്ന് കയ്യിലുള്ള ആ ഒരു മൂർച്ചയുള്ള ആയുധം വെച്ച് ആ ഷെഫിന്റെ വയറ്റിലും തലയിലും കുത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ്. പക്ഷെ അപ്പോഴേക്കും ആ സൈനികനെ കടിയേറ്റിരുന്നല്ലോ. ഈ സൈനികർക്കൊന്നും തന്നെ ഇങ്ങനെ സോംബി കടിച്ച് കടിച്ച് അതൊരു ചെയിൻ കണക്ക് മുന്നോട്ട് പോകും, അടുത്ത് പോകുന്നത് അപകടമാണ് എന്ന ഒരു ഭീകരത അറിയില്ലായിരുന്നു. കാരണം ഇവര് റൂഫ് ടോപ്പിൽ നിന്ന് താഴത്തെ കാര്യങ്ങൾ കാണുന്നു എന്നല്ലാതെ ഇൻഹോയും ചെയ്യുന്ന പോലെ താഴെ പോയി അത് അനുഭവിച്ച് വന്നവരല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് മനസ്സിലാവുന്നില്ലായിരുന്നു. എന്തായാലും ആ കടിയേറ്റ സൈനികൻ എങ്ങനെയും രക്ഷപ്പെടുത്താനായി ഇവർ ശ്രമിക്കുകയാണ്, ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്ത്. പക്ഷെ അമിതമായ രക്തം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് ആ ഒരു സൈനികൻ മരിക്കുന്നതാണ് അവർ കാണുന്നത്. എല്ലാവരും വളരെ സങ്കടത്തിലാവുന്നുണ്ട്. ഈ സമയം ആ കൂട്ടത്തിലുള്ള ഏറ്റവും സീനിയറായ സൈനിക ഉദ്യോഗസ്ഥൻ എന്തോർത്തിട്ടാണെന്ന് അറിയില്ല. എന്തായാലും ഇനി എന്തും സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഫോണ് എല്ലാവരും വീട്ടിൽ വിളിച്ച് സംസാരിച്ചോ എന്ന് പറഞ്ഞ ഇനി ഒരു പക്ഷേ വീട്ടിൽ വിളിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന രീതിക്കാകാം എല്ലാവർക്കും ഫോൺ കൊടുക്കുമ്പോൾ ജിയൂൺ വേഗം തന്നെ ഭയങ്കര ആശ്വാസത്തിലാവുന്നത്. കാരണം അവൻ ഇത്രയും നേരം എവിടെ നിന്ന് ഫോൺ കിട്ടും, എങ്ങനെ ജിസുവിനെ വിളിക്കാം എന്നതൊക്കെ നോക്കി നടക്കാറുണ്ടല്ലോ. അവൻ വേഗം തന്നെ പോയി ഫോൺ വാങ്ങുന്നു. സോ അലക്സിന്റെയും പാർക്കിന്റെയും കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് റോഡിൽ ഒരുപാട് സോംബികളെ ഇവര് കാണുന്നുണ്ട്. അപ്പൊ മുന്നോട്ട് പോകുന്നത് ബുദ്ധിയല്ല എന്ന് തോന്നുന്ന അലക്സ് അവിടെ അടുത്ത് കണ്ട ഒരു കഫേയിൽ അങ്ങനെ ഇവരെല്ലാരും കൂടി ചെന്ന് കയറിയിരിക്കുന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ശരി എല്ലാരും വിശന്നിരിക്കാതിരിക്കില്ല, ഞാൻ അവിടെ ഫുഡ് വല്ലതും ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് അലക്സ് മാറി പോകുമ്പോൾ അലക്സ് എത്ര കെയർ ആയിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിലും എല്ലാവരെയും കൂടെയുള്ള എല്ലാവരെയും സേഫ് ആയിട്ട് നോക്കുന്നതെന്ന രീതിക്ക് ജിസു അവിടെ പറയുമ്പോൾ അത് പാർക്കിന് ഇഷ്ടപ്പെടുന്നില്ല. മിണ്ടരുത്, നീ ഒറ്റ ഒരുത്ത് കാരണം ഞാനിപ്പോ ഇവിടെ പെട്ടുപോയത്. നിനക്ക് ബോയ് ഫ്രണ്ടിനെ കാണാൻ തോന്നിയ സമയം ലിഫ്റ്റ് കയറാൻ വന്ന് ഞാനും ഇങ്ങനെ പെട്ടുപോയി എന്നും പറഞ്ഞു അവനെ അവൾ പ്രശംസിച്ചില്ലല്ലോ എന്ന ആ ഒരു രീതിക്ക് ഇങ്ങനെ കുശുമ്പ് കൊണ്ട് പറയുമ്പോൾ ജിസു പാർക്കിനോട് സോറി പറയുന്നു. എന്തായാലും ഇവരവിടെ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് കാസറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊന്ന് ജിസുവിനെ വളരെ ഇമോഷണൽ ആക്കുന്നുണ്ട്. കാരണം അത് ജെയുന്റെ ഫേവറേറ്റ് സിംഗറിന്റെ ഏറ്റവും റീസെന്റ് ഇറങ്ങിയ പാട്ടിന്റെ കാസ്റ്റ് ആണ്. അവൾ അതിങ്ങനെ എടുത്തു വെക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അതങ്ങനെ എടുക്കാമെങ്കിലും അവൾ അതെങ്ങനെ എടുക്കാതെ ഇത് കാശ് കൊടുത്ത് മേടിക്കണം, അല്ല ചുമ്മാ എടുക്കുന്ന മോഷണാവല്ലോ എന്ന ഒരു രീതിക്ക് അവളുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് തന്നെ പാർക്കിന്റെ കയ്യിൽ പേഴ്സ് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അവനോട് കുറച്ച് ക്യാഷ് മേടിച്ച് ഈ ഒരു കടക്കാരനൊന്നും അവിടെ ഇല്ല, ഈ കട മാത്രമേ ഉള്ളൂ, കടയിലെ സാധനങ്ങളേ ഉള്ളൂ, കടയുടെ ഓണറൊക്കെ എവിടെയാന്ന് പോലും അറിയില്ലെങ്കിലും ആ കാശ് അവിടെ വെച്ചിട്ട് അവൾ അത് എടുക്കുന്ന കാണുന്ന പാർക്കാട്ടെ ഈ ഒരു സാഹചര്യത്തിൽ ഈ കടയുടെ ആള് ജീവനോട് കൂടി ഉണ്ടോന്നോ മടങ്ങി വരുമെന്നോ പോലും അറിയില്ല. പിന്നെ എന്തിനാ കാശൊക്കെ വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കിത് വേണം, പക്ഷെ കാശ് വെക്കാതെടുത്താൽ അത് മോഷണാവില്ലേ, അതുകൊണ്ടാണെന്ന് പറയുന്നവൾ അത് പോക്കറ്റിൽ എടുത്ത് വെക്കുന്നു. ഇത് കാണുന്നവൾ ഭയങ്കര ഇമോഷണൽ ആവാൻ കാരണം അവളും ജെയൂണും പഠിക്കുന്ന സമയത്ത്
സമയത്ത് പ്രണയിക്കാൻ തുടങ്ങിയവരാണല്ലോ. ആ ഒരു സമയത്ത് ഇവര് പാർട്ട് ടൈം ജോലിക്ക് സെയിം കഫേയിൽ പോകുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ സിംഗറിന്റെ പാട്ട് ഇവർക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒഴിവ് സമയങ്ങളിൽ ആ പാട്ടൊക്കെ ഒന്നിച്ച് പാടി വൈബ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്താണ് അവൾ ഇമോഷണൽ ആയത്. എന്തായാലും ഇനി ജെയുണിനെ കാണുമ്പോൾ അവന് ഗിഫ്റ്റ് ചെയ്യണം എന്ന രീതിക്കാണ് അവൾ ഇത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ സൈനികർക്കൊക്കെ തന്നെ അവരുടെ സീനിയർ ഉദ്യോഗസ്ഥൻ വാങ്ങിച്ചു വെച്ചിരുന്ന മൊബൈൽ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് കൈ കിട്ടി അവരൊക്കെ തന്നെ വേഗം അവരുടെ വേണ്ടപ്പെട്ടവരൊക്കെ വിളിക്കുന്നുണ്ട്, വീട്ടുകാരെയൊക്കെ. നമ്മുടെ ജെയുണും അവന്റെ മൊബൈൽ ഓൺ ആക്കുമ്പോൾ അതിൽ ജിസു അയച്ചിരുന്ന മെസ്സേജുകളൊക്കെ വരുന്നു. ജെയുൺ അവൾ ബ്രേക്കപ്പ് പറഞ്ഞു പിന്നെ ആ ഒരു സങ്കടത്തിൽ ഫോൺ വെച്ചിട്ട് പോയായിരുന്നല്ലോ. അതിനുശേഷം അവൾ അയച്ച മെസ്സേജ് മുതൽ അതായത് അവനെ കാണാനായിട്ട് അവള് വരാണ്, അവന്റെ ക്യാമ്പിന്റെ അടുത്തുണ്ട് അവള്, പക്ഷെ ഇങ്ങനെ സോംബി ആക്രമണത്തിൽ പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞ് അയച്ചിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ നിന്നെ കാണാൻ വരും, നീ സേഫ് ആയിട്ടിരിക്കണം, ഈ ഒരു മെസ്സേജ് കണ്ട് റിപ്ലൈ അയക്കണം എന്നൊക്കെ പറഞ്ഞവള് ലാസ്റ്റ് അയച്ച ആ ഒരു മെസ്സേജ് വരെ അവൻ ഇപ്പോഴാണ് കാണുന്നത്. അവൻ വേഗം തന്നെ അവളെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ ഫോൺ അപ്പോഴേക്കും സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ കിട്ടുന്നില്ല. അവൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. അവൾ എന്നെ കാണാനേ പുറപ്പെട്ട് വന്നിട്ട് ഇങ്ങനെ പ്രശ്നത്തിലായല്ലോ എന്ന്. ഇതേ ടീം ജെയുൺ അവന്റെ പേരൻസിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരുടെ നാട്ടിലില്ല, സൗത്ത് ആഫ്രിക്കയിലും കണ്ട് പോയിരിക്കുകയാണ്. അവിടെ കുഴപ്പമൊന്നുമില്ല. അവരവരുടെ ന്യൂസിലൂടെ കുറേ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനോട് നീ സേഫ് ആയിട്ടിരിക്കുക, പ്രശ്നത്തിലൊന്നും പെടരുതെന്നൊക്കെ പ്രത്യേകം പറയുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ ജിസുവും പാർക്കും അലക്സും കൂടി അവിടെ ചെറിയ രീതിക്ക് അവർക്ക് ഫുഡ് കിട്ടി അവരുള്ള ആ ഒരു കഫേന്ന്. അത് ഇന്ന് കഴിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോഴാണ് അലക്സ് ഒരു ബിസിനസ് ട്രിപ്പിലായിരുന്നെന്നും മടങ്ങി വന്ന് ഇവിടെ ഒരു ഹോട്ടലിൽ ഇപ്പോൾ സ്റ്റേ ചെയ്യായിരുന്നു, അധികം വൈകാതെ ഇവിടുന്ന് പോകാൻ നിൽക്കുമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയുന്നു. അങ്ങനെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന്റെ പേര് പറയുമ്പോഴാണ് അതേ ഹോട്ടൽ ബിൽഡിംഗിൽ തന്നെയാണ് എന്റെ ബോയ് ഫ്രണ്ട് ഉള്ളത്, ആള് ആർമിയിലാണെന്നൊക്കെ ജിസു പറയുമ്പോൾ അത് കേൾക്കുന്ന അലക്സ് പെട്ടെന്ന് ഫോൺ എടുത്ത് ഒരു ഫോട്ടോ എടുത്തത് ഇതാണോ ആളെന്ന് ചോദിക്കുന്നു. നോക്കും ആ ഫോട്ടോയിലുള്ളത് ഹോട്ടലിൽ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തൂടെ പോകുന്ന ഇൻഹോയും ജെയുണും കൂടി അവിടെ ഒരു ഫ്ലൈറ്റ് ഇടിക്കുന്ന കണക്ക് വരുന്ന ഒരു കാര്യം കണ്ട് പേടിച്ചിരുന്നില്ലേ. ആ സമയത്ത് അതേ സ്ഥലത്ത് അലക്സും ഉണ്ടായിരുന്നു. അപ്പോൾ അലക്സ് എടുത്ത ഒരു ഫോട്ടോ ആണ്. അത് കാണിക്കുമ്പോൾ അതില് പേടിച്ചു നിൽക്കുന്ന ഈ സൈനികരെ കണ്ട് അലക്സും പാർക്കും നൈസായിട്ട് ചിരിക്കുന്നുണ്ടെങ്കിലും ജിസു ആട്ടെ ജെയുണിനെ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. അവൻ തന്റെ കയ്യത്തെ ദൂരത്ത് എവിടെ ഉണ്ട്, എന്നിട്ടും തനിക്ക് അവനെ ഇപ്പൊ കാണാൻ പറ്റുന്നില്ലല്ലോ, എന്തൊരു കഷ്ടമാണെന്ന് ഭയങ്കര സങ്കടമാവുന്നുണ്ട് അവൾക്ക്. പ്രത്യേകിച്ച് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ അവന്റെ സേഫ്റ്റി ഓർത്ത് അവൾ വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. എനിക്ക് അവനെ കാണാൻ പോണോന്ന് ജെയുണിന്റെ ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ട് ജിസു പറയുമ്പോൾ നിനക്ക് എന്ത് വട്ടാണോ, ഓൾറെഡി അവനെ കാണണമെന്നും പറഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പൊ നീ വന്ന് ചാടി നിൽക്കുന്നത്, ഇനിയിപ്പോ എന്തിന്റെ കേടാണെന്നെല്ലാം അത് കേട്ട് പാർക്ക് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് അവനെ കാണണം, നിങ്ങൾ ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായതിനൊക്കെ താങ്ക്സ്, ഇനി ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, എനിക്ക് അവനെ കാണണമെന്നും പറഞ്ഞു ജിസു ഇമോഷണൽ ആകുമ്പോൾ ഞാനും കൂടെ വരാന്ന്. അത് കേട്ട് അലക്സ് പറയുന്നുണ്ട് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്ന്. അലക്സിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന രീതിക്ക് ജിസു പറയുമ്പോൾ ഒരു കുഴപ്പമില്ല, ഒന്നില്ലേലും നിനക്കും എനിക്ക് പോകേണ്ടത് ഒരേ സ്ഥലത്തല്ല, ഞാൻ പറഞ്ഞില്ല ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് അതേ ഹോട്ടലിൽ, അപ്പോൾ എന്റെ കാർഡും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരണമെന്നായിരുന്നു അലക്സിന്റെ മറുപടി. അങ്ങനെ ഇവരെല്ലാവരും പോകാനായി പ്ലാൻ ചെയ്യുമ്പോൾ ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിസുവും അലക്സും പോകാനായി പ്ലാൻ ചെയ്യുമ്പോൾ പിന്നെ ഒറ്റയ്ക്ക് പാർക്ക് മാറി നിൽക്കില്ലല്ലോ. അവൻ മനസ്സെല്ലാം മനസ്സോടെ ഇവര് പോകുന്നതുകൊണ്ട് മാത്രം ശരി ഞാനും ഉണ്ടെന്ന് സമ്മതിക്കാണ്. അങ്ങനെ ജിസു ഇവിടെ നിന്ന് ഇവരുടെ കൂടെ ജെയുണിനെ കാണാനായി യാത്ര പുറപ്പെടുന്നു. ഇതേ സമയം തന്നെ ജെയുണും മറ്റ് സൈനികരും ഉള്ള സ്ഥലം നമ്മൾ കാണുമ്പോൾ അവര് ഫുഡ് കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അധികം ഫുഡൊന്നും അവരുടെ പക്കലില്ല. ഉള്ള ഫുഡ് എല്ലാവരും കൂടി വീതിച്ച് കഴിക്കാനായി ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കഥകിൽ തട്ടുന്ന ഒരു സൗണ്ട്. മുന്നേ ആ ഒരു സോംബിയായി മാറിയിട്ടുണ്ടായിരുന്ന ഷെഫ് കടിച്ച ഒരു സൈനികൻ മരിച്ചു എന്ന് ഇവർ ഒരു റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒരു റൂമിൽ ആ ബോഡി കടത്തിരിക്കായിരുന്നു. ഇപ്പൊ ആ സൈനികനാണ് വന്ന് തട്ടുന്നത്. പെട്ടെന്ന് ആ സൈനികനെ കാണുമ്പോൾ മരിച്ചിട്ടുണ്ടാവില്ല എന്ന ധാരണയില് ഈ ഒരു സൈനികരുടെ കൂട്ടത്തിൽ ആ ഒരു സൈനികന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അതായത് നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ എല്ലാവരും നമ്മുടെ സഹപ്രവർത്തകരാണെങ്കിലും ഒരാൾ നമുക്ക് ചിലപ്പോൾ കൂടുതൽ അടുപ്പമുള്ള സുഹൃത്തായിരിക്കില്ല. അങ്ങനെ ആ ഒരു അടുപ്പമുള്ള സൈനികൻ പെട്ടെന്ന് ഇയാളെ കണ്ടപാടെ മരിച്ചില്ലല്ലോ ജീവനോടുകൂടി ഉണ്ടല്ലോ എന്ന് സന്തോഷത്തിൽ അടുത്തേക്ക് അങ്ങ് ചാടി ചെല്ലുമ്പോഴേക്കും ആക്ച്വലി അയാൾ ഒരു സോംബിയെ മാറിയിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാൻ ഈ സൗഹൃദത്തിന്റെ പേരിൽ ആ സൈനികന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അടുത്തേക്ക് ചെന്ന ഉടനെ അയാളെ ആക്രമിക്കുന്നു. അങ്ങനെ ഇത് കണ്ടു നിന്നവര് ഒരു ഭാഗത്ത് ആ ഒരു സോംബി സൈനികനെ പിടിച്ചു മാറ്റി ഇപ്പൊ ആക്രമിക്കപ്പെട്ട സൈനികനെ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് രക്ഷപ്പെടുത്താനേ നോക്കുന്നു. ആ സോംബിയെ മാറിയ സൈനികനെ വെടിവെച്ചിട്ടൊന്നും ആള് ചാവുന്നില്ല. തലയെ വെടിവെച്ചാലേ ആള് മരിക്കും, അല്ലാതെ ഒരു രക്ഷയില്ലാതെ സീനിയർ ഉദ്യോഗസ്ഥനോട് അവർ പറയുമ്പോഴേക്കും ആള് ഒരു സൈനികനെ തലയിൽ തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. ഇവരുടെ സഹപ്രവർത്തനാണ്, ഇവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അതിയായ സങ്കടം ഉണ്ടെങ്കിലും വേറെ വഴിയില്ലപ്പോ. അങ്ങനെ ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ജെയുന്റെയും ജിസുവിന്റെയും കോളേജ് കാലഘട്ടം. എന്ത് കോഴ്സാണ് അവർ പഠിച്ചതെന്ന് അറിഞ്ഞൂടെ. എന്തായാലും ഇവരുടെ ക്ലാസ്സിൽ ഒരേ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുള്ളൂ, അത് നമ്മുടെ ജിസു ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സിലെ പയ്യന്മാർക്കൊക്കെ ജിസുവിൽ ഒരു കണ്ണുണ്ടായിരുന്നു. വേറെ വല്ല പയ്യന്മാരും അവളെ പ്രപ്പോസ് ചെയ്യാനായി വന്ന ഇവന്മാര് അക്സെപ്റ്റ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ ബ്രെയിൻ വാഷ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. അവൾ ആ പയ്യനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാതെ റിജക്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് സമാധാനമാവുന്നത്. അതും റിജക്ട് ചെയ്യുന്നത് നമ്മുടെ ജിസു എടുത്തടിച്ച് അവളുടെ പുറകെ ഇത്രയും പേരുണ്ടായിരുന്ന ആ ഒരു ചാടിക്കുന്നതല്ല, വളരെ സോഫ്റ്റ് ആയിട്ട് അവൾ ഒരു പാവമാണ്. അവൾ ഇവരൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. എന്തെങ്കിലും അതേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു പയ്യനാണല്ലോ ജെയുൺ. പക്ഷെ അവൻ ഈ ബാക്കി പയ്യന്മാരെ പോലെ ജിസുവിന്റെ പുറകെ ഒന്നും വായി നോക്കി നടപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ അവളെ തീരെ മൈൻഡ് ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും അവളുടെ പുറകെ നടക്കുമ്പോൾ ഇവൻ വേറെ പണിയില്ല അവന്മാർക്ക് എന്ന ഒരു രീതിക്കായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇവർക്ക് ഒരു പ്രോജക്ട് വരുന്നത്. ആ പ്രോജക്ടിന്റെ ഭാഗമായി ക്ലാസ്സിലെ കുട്ടികളൊക്കെ രണ്ടുപേരുള്ള ഗ്രൂപ്പായി തിരിഞ്ഞ് ആ പ്രോജക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ആ പ്രോജക്ട് ചെയ്യാനായി ജെയുൺ അവന്റെ സുഹൃത്തുമായി ഒരു ഗ്രൂപ്പ് ആയെങ്കിലും അവന്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്ന ജിസു നമുക്ക് ഒന്നിച്ച് ഈ പ്രോജക്ട് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട
വേണ്ട, ഞാനും എന്റെ ഫ്രണ്ട് ഓൾറെഡി ഗ്രൂപ്പ് ഇനി വേറൊരാൾ ആവശ്യമില്ലാന്ന് മട്ടിലായിരുന്നു റിപ്ലൈ കൊടുക്കുന്നത്. അത് കേട്ടപാടെ ആ ഫ്രണ്ട് ആട്ടെ അയ്യേ എനിക്ക് ഇവന്റെ കൂടെ ഒന്നും പെയർ ആവണ്ട, നമുക്ക് രണ്ടുപേർക്കും പെയർ ആയാലോ എന്ന് പെട്ടെന്ന് ജിസുവിനോട് ചോദിക്കുമ്പോ ഏടാ ദുഷ്ട, നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞപ്പോ നീ എന്താടാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് മട്ടില് ജെയോൺ നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആ ഒരു ഫ്രണ്ടിനോട് എടാ എന്നാലും നീ എന്ത് സാധന, നിന്നൊക്കെ വിശ്വസിച്ച് എങ്ങനെ ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നെല്ലാം ജെയോൺ ചോദിക്കുമ്പോ എടാ അവളൊരു സുന്ദരി പെണ്ണല്ലേ, നമ്മുടെ ക്ലാസ്സിലുള്ള ഒരേ ഒരു പെണ്ണ്, അപ്പൊ അവളുടെ കൂടെ ഒരു ടീം ആവാനായി അവസരം കിട്ടിയ ആരാ വേണ്ടെന്ന് വെക്കാന്നായിരുന്നു ആ ഫ്രണ്ട് ചോദിക്കുന്നത്. അത് കേട്ടപാടെ ജെയോണാട്ടെ പിന്നെ അവക്കൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നില്ല എന്ന മട്ടില് ജിസുനെ ഒന്ന് താഴ്ത്തി കെട്ടി സംസാരിക്കുമ്പോ അവനിങ്ങനൊക്കെ സംസാരിച്ച ശേഷമാണ് അതേ മുറിയില് ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കാനായി വന്നു കിടക്കുകയായിരുന്നു ജിസു എന്ന കാര്യം ജെയോൺ കാണുന്നുണ്ട്. അവളായിട്ട് ഇത് കേട്ടപാടെ എഴുന്നേറ്റ് ഒരുമാതിരി ഇവനെ നോക്കിയിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ദേഷ്യത്തില്. കാരണം അവളെ പറ്റി ഒരു മതിപ്പില്ലാതെയാണല്ലോ അവൻ സംസാരിച്ചത്. അവന്റെ ഫ്രണ്ട് ആട്ടെ മുന്നേ അവനെ വേണ്ട അവളെ മതി പ്രോജക്ട് ചെയ്യാനേ ഈ ഗ്രൂപ്പില് എന്ന് പറഞ്ഞതിന് അവൻ പിണങ്ങിയത് കൊണ്ട് തന്നെ സോപ്പ് ഇടാനേ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ടത് ഇവിടെ ഇരുന്ന് കഴിക്കാന്നും പറഞ്ഞ് കറക്റ്റ് ആയിട്ട് ഈ മുറിയിലേക്ക് അവൾ ഉണ്ടെന്ന് അറിയാതെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു. അങ്ങനെ ആകെ മൊത്തത്തില് അവിടെ പ്രശ്നമായി. അങ്ങനെ ഈ ഒരു സംഭവത്തിനൊക്കെ ശേഷമാണ് ഒരു പാർട്ട് ടൈം ജോലിക്കായി ഒരു ഐസ്ക്രീം ഷോപ്പിലേക്ക് ജെയോൺ ജോലിക്ക് ചെല്ലുന്നത്. അവിടെ ഓൾറെഡി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ജിസു. അങ്ങനെ പുതിയതായി വന്ന അവൻ അവളുടെ അണ്ടറിൽ നിന്ന് അവിടെ ജോലി പഠിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തുമ്പോ അവനാകട്ടെ ഇവളെ എനിക്കിട്ട് നല്ല പണി തരും ഉറപ്പാണെന്ന് മനസ്സിലോർക്കുമ്പോ അവളും എന്നെ നീ കളിയാക്കുമല്ലേ, നിനക്കിട്ട് ഞാൻ പണി തരുന്നുണ്ടെന്ന് അവനെ കണ്ടവടെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അവളാകട്ടെ അന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരോടോ എന്നെ കളിയാക്കിയവനെ ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പില് പാർട്ട് ടൈം ജോലിക്ക് കിട്ടിയിട്ടുണ്ട്, അവനോട് ഞാൻ നല്ല പണി കൊടുക്കുന്നൊക്കെ പറയുമ്പോ അവൻ അതേ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു കേൾക്കുകയും ചെയ്യുന്നു. അവൻ കേട്ടെന്ന് കാണുമ്പോൾ അവളൊന്ന് ചമ്മുന്നുണ്ടെങ്കിലും അവൻ ഇവളുടെ മനസ്സിലിരിപ്പ് ഇതായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള മട്ടില് ജസ്റ്റ് ഒന്ന് നോക്കിയ ശേഷം അവിടെ നിന്നൊന്നും മിണ്ടാതെ പോകുന്നു. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം രണ്ടുപേരും ആ ഒരു ഷോപ്പിൽ ജോലിക്ക് നിൽക്കുന്ന ടീം ഒരു കസ്റ്റമർ ജിസുവിന്റെ അടുത്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവളുടെ നേരെ ഐസ്ക്രീം ഒക്കെ എടുത്ത് അയാൾ എറിയാനായി നോക്കുമ്പോൾ അവൾ മാറുന്നത് കൊണ്ട് ജസ്റ്റ് മിസ്സിന് ഐസ്ക്രീം അവളുടെ ദേഹത്ത് വീഴുന്നില്ലെങ്കിലും അയാൾ ഭയങ്കര സീൻ ഉണ്ടാക്കുന്നത് കാണുന്ന ജെയോനാണ് അതിൽ ഇടപെടുന്നത്. അയാൾ ചെയ്ത ഈ കാര്യങ്ങളുടെ വീഡിയോ തന്റെ കയ്യിലുണ്ടെന്നും കംപ്ലൈന്റ് കൊടുക്കുമെന്നും പറഞ്ഞ് അയാളെ പേടിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അവളായിട്ട് അവനോട് അതിന് താങ്ക്സ് പറയും, പിന്നെ മുന്നേ അവനെ പറ്റി അങ്ങനെയൊക്കെ പ്രതികാരം വീട്ടുന്ന കണക്ക് സംസാരിച്ചതിന് സോറി പറയുകയും ചെയ്യുന്നുണ്ട്. അവനത് വലിയ മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും അതിനുശേഷം ക്രിസ്മസ് എത്തുമ്പോഴേക്കും ജിസു കൂടെയുള്ളവർക്കൊക്കെ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അവളോട് വർക്ക് ചെയ്യുന്നവർക്ക്. അങ്ങനെ അവനൊരു സ്കാർഫ് ഗിഫ്റ്റ് ചെയ്യാനായി നോക്കുമ്പോൾ അവനത് വാങ്ങുന്നില്ല. എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല എന്ന് അങ്ങ് റിജക്ട് ചെയ്ത് വിടുമ്പോൾ അവൾക്ക് ഭയങ്കര നിരാശയാവുന്നുണ്ട്. അവളായിട്ട് സങ്കടപ്പെട്ട് പോകുന്നത് ഇവരുടെ കൂടെ തന്നെയുള്ള മറ്റൊരു സ്റ്റാഫ് കണ്ട് അവനോട് എന്തിനിങ്ങനെ ചെയ്യുന്നത്, ആ കുട്ടിക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് തോന്നുന്നു, പിന്നെ എന്തിനിങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അവൾ എന്റെ ക്ലാസ്മേറ്റ് മാത്രമാണെന്നൊക്കെ അവൻ മറുപടി പറയുന്നു. അവളായിട്ട് അവൻ റിജക്ട് ചെയ്തതിന്റെ സങ്കടത്തില് അന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് കരയുമ്പോൾ അത് അവൻ കാണുന്നുണ്ട്. പക്ഷെ ഇവൻ എന്തിനാണ് ഇവൾ കരയുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും താൻ കരയുന്നത് അവൻ കാണരുതെന്ന രീതിക്ക് അവൾ അവിടെ നിന്ന് ഓടുന്നുണ്ട്. പക്ഷെ ഓടി മറിഞ്ഞു വീഴുന്ന അവളെ കണ്ട് അവൻ അടുത്തേക്ക് ചെന്ന് ഷൂലേസ് മര്യാദയ്ക്ക് കെട്ടാഞ്ഞോണ്ടല്ലേ ദേ അഴിഞ്ഞു വീണിരിക്കുന്നത്, ഇങ്ങനെയാണോ ഷൂലേസ് കെട്ടുന്നതെന്നൊക്കെ ചോദിച്ചു അടുത്ത് പോയി ഷൂലേസ് ഒക്കെ കെട്ടിക്കൊടുത്തിരുന്നു. ഇപ്പൊ ദേ ആ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവനെ അന്വേഷിച്ച് പുറപ്പെട്ടിരുന്ന സമയം അഴിഞ്ഞുപോയ തന്റെ ഷൂലേസ് കെട്ടിക്കൊണ്ടിരിക്കുന്ന ജിസുവിനെയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് ഇവരുടെ പ്രണയത്തിന്റെ ആ ഒരു തുടക്ക സമയം. അപരിചിതരിൽ നിന്ന് ഇവർ പ്രണയിക്കാനായി തീരുമാനിച്ച ആ ഒരു സമയത്ത് നടന്ന ഫ്ലാഷ് ബാക്കുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും ജിസുവിനൊക്കെ കാണുമ്പോൾ അവർ മുന്നോട്ട് പോകുന്ന ടീം ഒരു പയ്യനെ കാണുന്നു. അവനായിട്ട് നോർമൽ ആയിട്ടാണ് ഉള്ളതെങ്കിലും അവന്റെ ദേഹത്ത് കടി കൊണ്ട് കണക്കൊരു പാട് കാണുന്ന ആ പാർക്ക് ഇവനൊന്നും നമ്മുടെ കൂടെ കൂട്ടണ്ടാന്ന് അവൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെന്ന് കണ്ട് കൂടെ കൂട്ടാനായി തയ്യാറായ ജിസുവിനോട് പറയുമ്പോ അവനിപ്പോ സോംബി ഒന്നും അല്ല, നോർമൽ അല്ലേ, പിന്നെ നമ്മൾ എന്തിനാ അവനെ തള്ളി പറയുന്നത്, ഇൻ കേസ് അവൻ അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അവനെ ഇഗ്നോർ ചെയ്താൽ പോരെ, ഇപ്പോഴേ അവനെ എന്തിനാ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ ഇവള് കേൾക്കില്ല എന്ന് മനസ്സിലാക്കുന്ന അലക്സും പാർക്കും ശരിയെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. ഈ സമയത്ത് ആ ഒരു പയ്യന്റെ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്യുന്നു. ഇവരൊക്കെ ഫോണൊക്കെ സൈലന്റ് ആക്കി സ്വിച്ച് ഓഫ് ആക്കി സൗണ്ട് ഒന്നും വരാതിരിക്കാനേ ഇങ്ങനെ കെയർഫുൾ ആയിട്ട് ഇരിക്കുന്നെങ്കിലും ആ പയ്യൻ കെയർഫുൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ഫോൺ ഇപ്പോൾ റിങ് ചെയ്ത് അതിൽ നിന്ന് സൗണ്ട് വരുമ്പോ ആ ഒരു സൗണ്ട് കേട്ട് അവിടെയൊക്കെ ഉണ്ടായിരുന്ന സോംബീസ് ഇവരെ ലൊക്കേറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കുമ്പോഴേക്കും ഇവർ അവിടെ നിന്ന് ഓടാനായി തുടങ്ങുന്നു. ഇതേ ടീം കടിയേറ്റ ആ ഒരു സോൾജർ ഇപ്പോ സോംബിയായി മാറി ഇവരെ ആക്രമിക്കാനായി നിൽക്കുമ്പോഴേക്കും എല്ലാവരും ഒന്ന് പതറുന്നുണ്ട്. ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തവരായതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ട് വെടിവെക്കാനായി പെട്ടെന്ന് മനസ്സ് വരുന്നില്ല. അവരൊക്കെ പതറി നിൽക്കുന്നത് കാണുന്ന ജിയാണ് പെട്ടെന്ന് അവരുടെ ഇന്ന് തോക്ക് മേടിച്ച് വെടിവെച്ചിടുന്നത്. ഉടനെ സീനിയർ ഉദ്യോഗസ്ഥരും ദേഷ്യം വരുന്നു. ആരോട് ചോദിച്ചിട്ടാ നീ തോക്കെടുത്ത് അയാളെ വെടിവെച്ചത്, നിനക്കൊന്നും തോക്ക് ഉപയോഗിക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ലാന്ന് പറഞ്ഞ് ജിയോട് ദേഷ്യപ്പെടുമ്പോ പിന്നെ ജീവനല്ല വലുത്, പെർമിഷനൊക്കെ ഈ ഒരു സമയത്ത് നോക്കാനൊന്നും പറ്റില്ല, നിങ്ങളൊക്കെ വെടിവെക്കാതെ നോക്കിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല എന്ന് ജിയും പറയുന്നു. ശരി, എന്തായാലും ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്, ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ആ സമയത്ത് വേറെ വഴിയില്ല, ശരി അവള് ചെയ്തത് എല്ലാവരെയും രക്ഷപ്പെടുത്താനല്ലേ എന്ന ആ ഒരു രീതിക്ക് ആ സീനിയർ ഉദ്യോഗസ്ഥൻ മൈൻഡ് ആക്കാതെ വിടുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ഇവർക്കിടയിൽ തന്നെ സൈനികർ ഇപ്പോ സോംബിയായി മാറി ഓരോരുത്തരായി ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് വീണ്ടും സോംബികളുടെ അടുത്ത് പെട്ടിരിക്കുകയാണ് ജിസു. കാണുന്നത് ജിസുവിനെയും കൂട്ടരെയുമാണ്. അവരിപ്പോ
അവിടെ നിന്ന് ഒരുവിധം എസ്കേപ്പ് ആയി ഒരു റെസ്റ്റോറന്റ് ബിൽഡിങ്ങിനകത്തേക്ക് ചെന്ന് കയറുന്നു. ജിസുവിന്റെയും അലക്സിന്റെയും പാർക്കിന്റെയും കൂടെ ഒരു പുതിയ പയ്യനുണ്ടല്ലോ യു. അവന്റെ ദേഹത്ത് കടി കൊണ്ട് കണക്കൊരു പാടുള്ളത് കൊണ്ട് തന്നെ അവനെ കൂടെ കൂട്ടാനായി അലക്സിനോ പാർക്കിനോ താല്പര്യം ഉണ്ടായിരുന്നില്ല. ജിസുവിന്റെ ഒറ്റ നിർബന്ധത്തിനാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അവൻ സോംബിയായി മാറുമോ എന്ന പേടി ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ ഇപ്പൊ കെട്ടിയിടുന്നുണ്ട്. പക്ഷെ അവന് വല്ലാതെ വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ അതിനുവേണ്ടി കെട്ടഴിക്കുന്ന ടീം അവൻ ഭയങ്കരമായി വോമിറ്റ് ചെയ്യാണ്. ആക്ച്വലി ഇവർ ആദ്യം ഇവനെ കണ്ടപ്പോ തൊട്ടേ ഇവരിങ്ങനെ വോമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴും ഇവനോട് ഇങ്ങനെ ഛർദ്ദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ രാവിലെ മുതൽ കുറെ ഡ്രിങ്ക്സ് അടിച്ചു അതുകൊണ്ടാണെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവൻ കുറച്ച് വെള്ളം ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങോട്ട് മാറി പോകുമ്പോഴേക്കും ആ ഒരു ഭാഗത്ത് ഒരു പോലീസുകാരന്റെ സോംബി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇവനെ കണ്ട് പെട്ടെന്ന് ആക്രമിക്കാനായി അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും അവന്റെ അടുത്തെത്തി അവനെ ആക്രമിക്കാതെ തൊട്ടുപുറകെ നിൽക്കുന്ന ജിസുവിനെ ആക്രമിക്കാനായി പോകുമ്പോൾ ജിസു താഴെ കിടന്ന എന്തോ ഒരു ഫുഡിന്റെ വേസ്റ്റ് ചവിട്ടി തെന്നി വീഴുന്ന ആ ഒരു സമയം മുന്നേ കായുന്ന ആ ഒരു സോംബി അവിടെ ഉണ്ടായിരുന്ന പ്ലേറ്റ് ഒക്കെ അടുക്കി വെച്ചിരുന്ന റാക്കിൽ ചെന്ന് തട്ടുകയും അത് കടപടലം മറിഞ്ഞ് സോംബിയുടെ മണ്ടയ്ക്കോട്ട് വീണ് അതിന്റെ കഥ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടു നിന്ന അലക്സിന് ഒരു കാര്യം മനസ്സിലാവുന്നു. ഒന്നല്ല രണ്ട് കാര്യം. ഒന്നെങ്കിൽ ഇവൻ കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് കൊണ്ടാകാം ഇവനെ സോംബി ആക്രമിച്ചിട്ടും അതിന്റെ എഫക്ട് ഇവന്റെ ശരീരത്തിൽ വരാത്തത്. രണ്ടാമത് കള്ളു കുടിച്ച ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം ഇപ്പോ ഈ ഒരു പോലീസുകാരന്റെ സോംബി അവനെ ആക്രമിക്കാനായി വന്നിട്ടും അവന്റെ അടുത്തുനിന്ന് മാറി ജിസുവിനെ ആക്രമിക്കാനായി പോയത്. ഡ്രിങ്ക്സ് അടിച്ചാല് സോംബിയുടെ ആക്രമണത്തിന്റെ എഫക്ട് ശരീരത്തിൽ ഉണ്ടാവില്ല, സോംബി ആക്രമിക്കാനും വരില്ല എന്ന രീതിക്ക് അലക്സ് പറയുന്നുണ്ട്. അതായത് അവൻ ഉദ്ദേശിക്കുന്നത് ഈ സോംബികളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാനായിട്ട് നല്ലവണ്ണം ഡ്രിങ്ക്സ് അടിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയും ഇപ്പോ ഇല്ല എന്നതാണ്. ഇതേ ടൈം ജിസോ ആട്ടെ അവളുടെ ഫോൺ എടുത്ത് ജെയുനെ വിളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം അവൾക്ക് വിളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും സെൻഡ് ഔട്ട് എന്ന രീതിക്ക് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിടുന്നു. ഞാൻ നിന്നെ കാണാനായിട്ട് വന്നോണ്ടിരിക്കുകയാണ്, ഒരു റെസ്റ്റോറന്റിലാണ് ഇപ്പോൾ ഉള്ളത്, സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് നമ്മൾ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ജിസുവിന്റെ അച്ഛൻ മരിച്ച് അങ്ങനെ ഫ്യൂണറൽ നടക്കുന്ന ആ ഒരു ടൈം. ആ സമയം അവളെ ആശ്വസിപ്പിക്കാനായി ജെയുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവൾ അവനൊരു ചെറിയ ലൈറ്റർ കൊടുക്കുന്നു. ഞാൻ സ്മോക്ക് ചെയ്യാറില്ലല്ലോ എന്ന് അവൻ പറയുമ്പോൾ എന്റെ അച്ഛൻ്റെതായത് അച്ഛനും സ്മോക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല, പക്ഷെ അച്ഛന്റെ ഒരു ബർത്ത്ഡേക്ക് എന്റെ കയ്യിലുള്ള കുഞ്ഞു സേവിങ്സ് വെച്ച് ഞാൻ വാങ്ങിച്ചു കൊടുത്തൊരു ഗിഫ്റ്റ് ആണിത്. അതുകൊണ്ട് അച്ഛൻ പൊന്നുപോലെ ഇത് കൊണ്ട് നടക്കുമായിരുന്നു. അതുകൊണ്ട് ഇനി ഇത് നീ സൂക്ഷിക്കണോന്ന് അവൾ പറയുമ്പോൾ അവനത് അന്ന് വാങ്ങിച്ചതാണ്, ഇന്നും അത് അവന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. അവൻ അത് നോക്കി അവളെ വളരെയേറെ മിസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ ഇവര് ന്യൂസിലിപ്പോ ഇതിനെപ്പറ്റി ഒഫീഷ്യൽസ് പറയുന്ന കാര്യങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ടീം ജിയോട് ക്വാക്ക് ചോദിക്കുന്നുണ്ട്, എന്നാലും നിനക്ക് ആ തോക്ക് ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് വെടിവെക്കാൻ എങ്ങനെ സാധിച്ചു? തോക്ക് ഉപയോഗിച്ച് പരിചയമില്ലാത്ത ഒരാൾക്ക് അങ്ങനെ സാധിക്കില്ലല്ലോ എന്ന് അവന്റെ ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാൻ പഠിക്കുന്ന ടൈം ഒരു ഷൂട്ടർ ആയിരുന്നു, മത്സരങ്ങളൊക്കെ പങ്കെടുത്ത് സമ്മാനം മേടിച്ചിട്ടുണ്ടെന്നായിരുന്നു ജിയുടെ മറുപടി. അങ്ങനെ ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു വെടിയൊച്ച. എല്ലാരും പെട്ടെന്ന് അലേർട്ടായി വേഗം ആ ഒരു ഒച്ച കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സൈനികൻ സ്വന്തമായി വെടിവെച്ച് മരിച്ചിരിക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. എന്താണ് കാര്യം എന്നറിയാതെ അങ്ങനെ ഇവരെല്ലാം ഞെട്ടിയിരിക്കുമ്പോഴേക്കും ഡ്രിങ്ക്സ് അടിച്ചാല് സോംബിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു ഐഡിയ അലക്സ് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവരുള്ള റെസ്റ്റോറന്റിൽ ഇഷ്ടംപോലെ മദ്യം അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇരുന്ന് കുടിച്ചോണ്ടിരിക്കുകയാണ്. ജിസു ആയിട്ട് ആ ഒരു യു ആയിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ട്. അവളാണല്ലോ യുവിനെ കൂടെ കൂട്ടിയത് തന്നെ. അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അലക്സ് ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ജിസുവിന്റെ ബോയ് ഫ്രണ്ട് ഉള്ള ആ ഒരു ഹോട്ടലിന്റെ അവിടെ എത്താം. അങ്ങനെ അവനെയും കൂടെ കൂട്ടി അവിടെയുള്ള എന്റെ വണ്ടി എടുത്തോണ്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാം. എന്റെ വണ്ടിയിൽ എല്ലാവർക്കും ഇരിക്കാനായിട്ട് സ്ഥലമുണ്ട്, വലിയ കാറാണെന്നൊക്കെ അലക്സ് ഇങ്ങനെ പറയുമ്പോൾ അതെ എനിക്ക് എത്രയും പെട്ടെന്ന് ജെയുനെ കാണണം, ഞാൻ അവനെ കാണാൻ പോവാണെന്ന് പറഞ്ഞ് ജിസു പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുന്നു. അവൾ വളരെയധികം ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അതുകൊണ്ട് തന്നെ ആകെ ഫിറ്റായി അവിടെ ഇങ്ങനെ ഓരോന്ന് പെരുമാറാണ്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ജെയുനാകട്ടെ ഇൻഹോയോട് എന്തായാലും ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാതെ നമ്മുടെ വേണ്ടപ്പെട്ടവരെ പറ്റി പോലും അറിയാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന എന്തിനാ, ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ സീനിയറിനോട് ചോദിച്ചിട്ട് പുറത്തേക്ക് പോവാണെന്ന് ജെയുൻ പറയുമ്പോൾ ജിസുവിന്റെ കാര്യം കൊണ്ടല്ലേ നീ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതെന്ന് ഇൻഹോ ചോദിക്കുമ്പോൾ അതെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്ത് കാര്യ, എനിക്ക് പുറത്തു പോകണം, ജിസു ഇതിനടുത്ത് എവിടെ ഉണ്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് അവളെ കാണണം, അതിനുവേണ്ടി തന്നെയാ ഞാൻ പോകണമെന്നപ്പോ ആഗ്രഹിക്കുന്നതെന്നും ജെയുൻ പറയുന്നു. ഇങ്ങനെ അപ്പോഴേക്കും ജിസു പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അവളുടെ പുറകെ പാർക്കൊക്കെ പോകുന്നുണ്ട്. ജിസു ആയിട്ട് ഡ്രിങ്ക്സ് അടിച്ചിരുന്നത് കൊണ്ട് തന്നെ ഒരു ബോധമില്ലാതെ അവിടെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നു. ആ സൗണ്ട് കേട്ട് സോംബികൾ വരാനായി തുടങ്ങുമ്പോൾ പാർക്ക് ഒരുവിധം അവളുമായി ഒളിച്ചിരിക്കാനായി നോക്കുകയാണ്. ഈ സമയം അലക്സ് ആയിട്ട് ഞാൻ നിന്റെ കയ്യിൽ കെട്ടോ കഴിച്ചുവിടാം, നീ അങ്ങോട്ട് പോയി ആ സോംബികളെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന യുവിനോട് പറയുമ്പോൾ യു അത് ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ യു പുറത്തേക്ക് ഒരു പേടിയില്ലാതെ ഇറങ്ങിപ്പോയി അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിന്റെ അവിടെ പോയി ഭയങ്കരമായി ഹോൺ അടിച്ച് സോംബികളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു. ഇവന്റെ തൊട്ട് അടുത്തൂടെയൊക്കെ സോംബികൾ പോകുന്നുണ്ട്. പക്ഷെ അവരാരും അവനെ തൊടുന്നില്ല. ഈ സോംബികൾ പരസ്പരം ആക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതേ കണക്ക് ഏതാണ്ട് ഇനി ഇവൻ ഒരു സോംബിയാണെന്ന് അവർക്ക് തോന്നിയിട്ടാണോ അതോ അലക്സ് മുന്നേ പറഞ്ഞ ഒരു തിയറി ഉണ്ടല്ലോ ഡ്രിങ്ക്സ് അടിച്ചത് കൊണ്ടാണെന്ന്, അതുകൊണ്ടാണോ എന്ന് വ്യക്തമാവുന്നില്ല. ഇപ്പൊ ഇവനെ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നത് ഒരു സത്യമാണ് അവിടെ. അങ്ങനെ എന്തെങ്കിലും അവൻ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി സോംബികളെ ഡിസ്ട്രാക്ട് ചെയ്ത് ഇവർ അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായി നോക്കുന്നു. ഇതേ ടൈം മുന്നൊരു സൈനികൻ എന്തുകൊണ്ടോ സ്വയം മരണം തെരഞ്ഞെടുത്തിരുന്നല്ലോ. ഒരു പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഇനി ഇതുപോലെ ചാവണ്ടാന്ന് കരുതി പേടി കൊണ്ട് സ്വന്തം ജീവൻ എടുത്തതാവാം. എന്തായാലും അത് കണ്ട ഇവരുടെ സീനിയർ ഉദ്യോഗസ്ഥൻ ആരും കാണാതെ ശരി ഇങ്ങനെയൊക്കെ നമുക്ക് മരുന്നതിന് മുന്നേ ഞാനും എന്റെ ജീവൻ അങ്ങ് എടുത്തേക്കാവുന്ന രീതിക്ക് സ്വയം വെടിവെക്കാനായി തോക്കും റെഡിയാക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നതിനെ പറ്റി സംസാരിക്കാനായി ഇൻഹോയുടെ കൂടെ ജെയൂൺ അങ്ങോട്ടേക്ക് വരുന്നത്. വരുമ്പോ കാണുന്നതോ ഈ ഒരു കാഴ്ച, അവരുടെ സീനിയർ വെടിവെക്കാനായി
തയ്യാറെടുത്തിരിക്കുന്ന ആ ഒരു കാഴ്ച സത്യം പറഞ്ഞാൽ അത് കണ്ട് അവർ ഞെട്ടി പോകുന്നുണ്ട്. കാരണം അവരെയൊക്കെ ഈ ഒരു സമയത്ത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട, അവർക്ക് ധൈര്യം കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ പണി കാണിക്കുന്നത്. ഇവരെ കണ്ട് ഒന്ന് ചമ്മന്ന അദ്ദേഹം എന്താ കാര്യം ചോദിക്കുമ്പോൾ, സാർ നമുക്ക് ഇവിടെ അങ്ങനെ ഇനി അധികം നേരം നിൽക്കാൻ സാധിക്കില്ല, അറിയാലോ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഫുഡില്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ കുറഞ്ഞു വരുന്നു, കൂടാതെ ഇവിടെ പവർ സപ്ലൈയും ഇപ്പൊ പോയിരിക്കും, നമ്മൾ ജനറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്, അതും അധികം നേരം ഒന്നും പ്രവർത്തിക്കില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് കടന്നേ പറ്റൂ, വെള്ളമോ ആഹാരമോ കറണ്ടോ ഒന്നുമില്ല, അധികം നേരം നിൽക്കാൻ സാധിക്കില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറയുന്ന ടീം ആ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും പറയും മുന്നേ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യുന്ന അദ്ദേഹത്തോട് അവരുടെ ക്യാമ്പിലേക്ക് റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി ഒരു ഹെലികോപ്റ്റർ അയക്കുന്നുണ്ടെന്നും അതിൽ കയറി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനായും നിർദ്ദേശം ലഭിക്കുന്നു. അത് കേൾക്കുമ്പോൾ സമാധാനമാകുന്ന അദ്ദേഹം തന്റെ സബോർഡിനേറ്റ്സിനോട് ആ കാര്യം എത്രയും പെട്ടെന്ന് അറിയിക്കുന്നു. അങ്ങനെ ഹെലിപാഡ് ആ റൂഫ് ടോപ്പിൽ തന്നെയുണ്ട്. അവിടെ ഇവരെല്ലാരും കൂടി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാനായി ആ ഒരു ഹെലികോപ്റ്ററും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടീം അങ്ങോട്ടേക്ക് പറഞ്ഞ കണക്ക് ഒരു ഹെലികോപ്റ്ററും എത്തുന്നു. പക്ഷെ ആ വരുന്ന ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യാതെ ഇങ്ങനെ അവിടെ തന്നെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ അത് കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഈ ഹെലികോപ്റ്റർ ലാൻഡ് ആവാതെ ഇങ്ങനെ അവിടെ വട്ടം ചുറ്റി നടക്കുന്നതെന്ന് ആകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ആ ഒരു ഹെലികോപ്റ്ററിലുള്ളവരുമായി ഒരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കാനായി അവർ നോക്കിയിട്ടൊന്നും അത് നടക്കുന്നൊന്നുമില്ല. ഇവർ കുറെ ടീം ആകെ ടെൻഷനായി നിൽക്കുന്നുണ്ടെങ്കിലും ആ സമയത്താണ് എന്തോ ഒരു കാര്യം ഇൻഹോ അവരുടെ സീനിയറിനെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. സാർ ഇതൊന്ന് നോക്കിയെന്ന് വളരെ വെപ്രാളത്തിൽ ഇൻഹോ കൊണ്ടുവന്ന് കാണിക്കുമ്പോഴേക്കും അത് കാണുന്ന ആ സീനിയർ വളരെ ഷോക്കാവുന്നു. എന്താണ് അതെന്ന് പക്ഷെ ഇപ്പൊ നമ്മളെ കാണിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ജിസുവും കൂട്ടരും കൂടി ഒരു ഷോപ്പിനകത്തേക്ക് സേഫ് ആയി എത്തുന്നുണ്ട്. ആദ്യം ഷോപ്പിനകത്തേക്ക് കയറുന്നത് ജിസുവും പാർക്കും യുവുമാണ്. അലക്സ് അപ്പോഴും റോഡില് സോംബികളുമായി ഫൈറ്റിംഗിലായിരുന്നു. അകത്താണെങ്കിൽ അതൊരു ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജ്യൂസും ഡ്രിങ്ക്സും ഒക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ കുടിച്ചോണ്ട് ഇവർ ഇരിക്കുമ്പോഴേക്കും അലക്സ് ആകട്ടെ പുറത്തുള്ള സോംബികളെ അങ്ങനെ ചുമ്മാ വിടാതെ അതിനൊക്കെ തീ വെച്ച് കൊല്ലാനായിട്ട് ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അതിലൂടെ ഒരു ട്രക്ക് വരുന്നു. ആ ട്രക്ക് ആകട്ടെ ആ സോംബികളെ എല്ലാം ഇടിച്ചരച്ച് അതുവഴി നിർത്താതെ പാസ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു സോംബികളുടെ ശല്യം അങ്ങ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അങ്ങനെ അലക്സും അകത്തേക്ക് വരുന്നു. ഇതേ സമയം നമ്മുടെ ബാക്കി സൈനികരെ കാണുമ്പോഴേക്കും എന്തോ ഒരു കാര്യം കണ്ട് ആ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ആകെ ഷോക്കായിരുന്നില്ല. അത് മറ്റൊന്നല്ല, അവിടെ ഇവരെ റെസ്ക്യൂ ചെയ്യാനായി വരുമെന്ന് പറഞ്ഞ ആ ഒരു ഹെലികോപ്റ്ററിനകത്തുള്ള സൈനികരും സോംബികളായി മാറി എന്നത് ബൈനോക്കുലർ വഴി കണ്ട് മനസ്സിലാക്കിയ ഇൻഹോ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഈ ഉദ്യോഗസ്ഥനെ കാണിച്ചതാണ്. ആ ഒരു ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ആയ ഇവർക്ക് അത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്ന ആ ഉദ്യോഗസ്ഥൻ കൂടെയുള്ള സൈനികരോട് ആ ഹെലികോപ്റ്റർ ക്രാഷ് ലാൻഡ് ചെയ്യിപ്പിക്കാനായി അതിന്റെ നേരെ വെടിവെക്കാനായി ആവശ്യപ്പെടുന്നു. അങ്ങനെ ഇവർ വെടിവെച്ച ആ ഒരു ഹെലികോപ്റ്റർ തകർത്ത് കളയുന്നുണ്ട്. അത് ക്രാഷ് ലാൻഡ് ചെയ്ത് അത് തീ കത്തി അകത്ത് സോംബികളും കൂടി മരിക്കുമെന്ന് കാണുമ്പോഴാണ് ഇവർക്ക് സമാധാനമാവുന്നത്. വേഗം തന്നെ ആ ഉദ്യോഗസ്ഥൻ ഹെലികോപ്റ്റർ റെസ്ക്യൂ ചെയ്യാനായി വിട്ടിട്ടുണ്ടെന്ന് ഇവരെ വിളിച്ചറിയിച്ച അതേ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പൊ തിരിച്ച് ഫോൺ ചെയ്ത് അതിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. റെസ്ക്യൂ ചെയ്യാനായിട്ട് ഇനി വേറെ ഹെലികോപ്റ്ററും കാര്യങ്ങളും വിടണ്ട, അതും ഇങ്ങനെ ആയാൽ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഞങ്ങളായിട്ട് തന്നെ ഇവിടെ നിന്ന് പുറപ്പെടട്ടെ എന്ന് ഈ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഹയർ ഒഫീഷ്യൽസിനോട് ചോദിക്കുന്ന സമയത്ത് അവരാകട്ടെ വേണ്ടെന്നും അവിടെ തന്നെ നിന്നാ മതിയെന്നായിരുന്നു അറിയിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായ ദേഷ്യവും ഇറിറ്റേഷനും വരുന്നുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ കുറെ നേരം അവർക്ക് നിൽക്കാനേ സാധിക്കില്ല. പക്ഷെ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശം കിട്ടാതെ ഈ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ഒറ്റയ്ക്കൊന്നും പ്രവർത്തിക്കുന്ന ആ ഒരു രീതിയിലും അല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര ഇറിറ്റേഷനായി. അദ്ദേഹം ദേഷ്യത്തിലെ ഫോണൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്ന കാര്യം ഇൻഹോ മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇൻഹോയ്ക്കും ഇവിടെ നിന്ന് അപ്പോ രക്ഷപ്പെടാൻ പറ്റില്ല, ഇവിടെ തന്നെ കുടുങ്ങി കിടക്കാണോ എന്ന് ഭയങ്കര ടെൻഷൻ ആയിട്ടുണ്ട്. എന്തായാലും പിന്നീട് ഈ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥരുടെ അടുത്ത് നിന്ന് ഇവിടെ നിന്ന് പുറപ്പെടാനായിട്ടുള്ള നിർദ്ദേശം ലഭിച്ചില്ലെങ്കിലും ഇവിടെ നിന്ന് പുറപ്പെടാം എന്നതാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യം മറ്റ് സൈനികരെ അറിയിക്കുമ്പോഴേക്കും കൂട്ടത്തിലുണ്ടായിരുന്ന ജിയ ഒരു ആവശ്യം അറിയിക്കുന്നു. അവൾക്ക് ഒരു തോക്ക് വേണമെന്നതാണ് ആവശ്യം. ആ സീനിയർ ഉദ്യോഗസ്ഥൻ നീ ഒരു പട്ടാളക്കാരിയല്ല, പിന്നെ എന്തുദ്ദേശത്തിൽ നിനക്ക് തോക്ക് തരണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഷൂട്ടിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നും മുന്നേ കണ്ടില്ലേ ഞാനൊരു സോംബിയെ വെടിവെച്ചിട്ടത്, നിങ്ങളുടെ സൈനികർ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായി ഷൂട്ട് ചെയ്യാൻ തന്നെ എനിക്ക് സാധിക്കും, ആ കോൺഫിഡൻസും എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിനുള്ള അനുവാദം തരണം. ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ എന്റെ സേഫ്റ്റിക്ക് നിങ്ങളൊക്കെ കയ്യിൽ ആയുധം കൊണ്ട് നടക്കുന്ന കണക്ക് തന്നെ എനിക്കൊരു ആയുധം ആവശ്യമാണെന്ന് ജിയ പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ അതിന് തയ്യാറാവുന്നു. അങ്ങനെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ഈ സീനിയർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ സ്വന്തം റിസ്കില് ഇവിടെ നിന്ന് ഇവരുമായി പുറപ്പെടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവരിവിടെ നിന്ന് പുറപ്പെടാനായി തീരുമാനിച്ചിരിക്കുന്ന ഇതേ സമയം തന്നെ ഇവരൊക്കെയുള്ള ആ ഒരു വലിയ ഹോട്ടൽ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ അകത്ത് കിടക്കുക എന്നത് വലിയൊരു ടാസ്ക് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. കാരണം ആ ഒരു ബിൽഡിങ്ങിനകത്ത് ഇഷ്ടം പോലെ സോംബീസ് ഉള്ളത് ഇവർക്ക് പുറത്തു നിന്ന് കാണാം. ആ ഡോർ തകർത്ത് പുറത്തേക്ക് വരാനായി വെമ്പി നിൽക്കുന്ന ഒരു കൂട്ടം സോംബികൾ. ഇങ്ങനെ അകത്ത് പോവുക എന്നത് അത്ര ഈസി അല്ലെന്ന് അവർ ജിസുവിനോട് പറയുമ്പോൾ എനിക്ക് ഇവിടം വരെ വന്നിട്ട് ഇനിയും വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് ജയുവിനെ കാണണം, ഞാൻ അകത്തേക്ക് പോവാണെന്ന് അവള് വാശി പിടിക്കുമ്പോൾ നിനക്ക് എന്താ മനസ്സിലാവുന്നില്ലേ, ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെ അകത്തേക്ക് പോകുന്നായിരുന്നു അവരും ചോദിക്കുന്നത്. അവൾ അപ്പോഴും പോകണമെന്ന് വാശി പിടിക്കുമ്പോൾ ശരി പോകാം, പക്ഷെ നമ്മൾ അവിടെ ചെല്ലുന്നത് വെറുതെ ആവരുതല്ലോ, ജയൂൺ അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം, ഉറപ്പുണ്ടെങ്കിൽ മാത്രം റിസ്ക് എടുത്താൽ പോരെയെന്ന് അലക്സ് ചോദിക്കുമ്പോൾ ജിസുവും അത് സമ്മതിക്കുന്നു. അവൾ മനസ്സോടെയാണ് സമ്മതിക്കുന്നത്. അങ്ങനെ അലക്സ് ആകട്ടെ ആദ്യം എന്റെ കാർ കണ്ടുപിടിക്കാം, എന്നിട്ട് നമുക്ക് അങ്ങനെ സേഫ് ആയി ജയൂണിനെ അന്വേഷിക്കാന്ന് പറയുമ്പോൾ അവർ നേരെ കാർ പാർക്കിങ്ങിന് അവിടേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ സോംബികളെ ഒന്നും പെട്ടെന്ന് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും തറയിലും അവിടെ ഇവിടെയൊക്കെ നല്ല രക്തക്കറയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സോംബികൾ
സോംബികൾ ഉണ്ടാവാനായി സാധ്യതയുണ്ടെന്ന് തോന്നുന്ന അലക്സ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്നിച്ചു പോയാൽ ശരിയാവില്ല, നമുക്ക് രണ്ടുപേരടങ്ങുന്ന 2 ഗ്രൂപ്പായി പിരിയാം, എന്റെ കാർ അന്വേഷിക്കുക എന്ന് പറഞ്ഞ് അവർക്ക് കാറിന്റെ കളറും നമ്പറും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അലക്സും യുവും ഒരു ടീമായും പാർക്കും ജിസുവും ഒരു ടീമായും പിരിഞ്ഞ് അലക്സിന്റെ കാർ അന്വേഷിക്കാനായി തുടങ്ങുന്നു. ഈ സമയത്ത് ജിസുവിനെ അവളാകെ വിഷമത്തിലാണെന്ന് മനസ്സിലാക്കി പാർക്ക് ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനായി നോക്കുന്ന ആ ഒരു സമയം പെട്ടെന്ന് അലക്സിന്റെയും യുവിന്റെയും അലർച്ച കേൾക്കാം. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ ഒരുപാട് സോംബികൾ ഉണ്ടായിരുന്നു. ആ സോംബികൾ ഇവരെ കണ്ട് അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് ജിസുവും പാർക്കും കാണുന്നത്. അങ്ങനെ സോംബികൾ ഇവരെ വളയുമ്പോഴേക്കും രക്ഷപ്പെടാനായി ഒരു കാറിന്റെ മുകളിലേക്ക് ജിസുവും പാർക്കും കയറി നിൽക്കുമ്പോഴേക്കും അവരെ വളയുന്ന സോംബികളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനായി അലക്സ് ഒരു ശ്രമം നടത്തുന്നുണ്ട്. അവിടെ അവൻ കയ്യിൽ കരുതിയിരുന്ന തീ പിടിപ്പിക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തീ പിടുത്തുണ്ടാക്കി. പക്ഷെ ആ ഒരു സമയം പാർക്കിനും ജിസുവിനും ആ ഒരു അവസരം മുതലാക്കി മുന്നോട്ട് രക്ഷപ്പെടാനായി സാധിക്കുന്നുണ്ടെങ്കിലും അലക്സ് സോംബികളുടെ ഇടയിൽ പെട്ടുപോന്നു. അത് ജിസുവിനെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിംഗ് ആയ ഒരു കാര്യമായിരുന്നു. കാരണം ഇവരെ രക്ഷപ്പെടുത്താനായി വന്നാണ് അലക്സ് ഇപ്പോ സോംബികളുടെ പിടിയിലായത്. അവളാകെ അലക്സ് എന്നും പറഞ്ഞ് അവിടെ കിടന്ന് അലമുറ ഇടുമ്പോഴേക്കും നീ ബഹളം വെക്കാതെ ഇങ്ങ് വാ, ഇപ്പൊ അവനെ രക്ഷപ്പെടുത്താനേ നമുക്ക് കഴിയില്ല, ഇവിടെ നിന്നാ നമ്മുടെ കഥയും കൂടി കഴിയും, നീ വേഗം വാന്ന് പറഞ്ഞ് പാർക്ക് ജിസുവിനെ വലിക്കുന്നു. അങ്ങനെ പാർക്ക് ജിസുവിനെ വലിച്ച് ഒരു സ്ഥലത്ത് പോയി മാറി നിപ്പുണ്ട്. അപ്പോഴേക്കും യു ആകട്ടെ അവൻ സോംബികളുടെ ഇടയിൽ നിന്നാലും അവനെ സോംബികൾ അറ്റാക്ക് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ അലക്സിനെ രക്ഷപ്പെടുത്താനായി ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അവൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. സോംബികൾ അപ്പോഴേക്കും അലക്സിനെ പൊതിഞ്ഞിരുന്നു. അലക്സ് ആകട്ടെ താൻ ഈ ഒരു അവസ്ഥയിലാണെന്ന ബോധം വ്യക്തമായി ഉള്ളതുകൊണ്ട് തന്നെ കയ്യിൽ തീ പിടിക്കാനായി വെച്ചിരുന്ന ആ ഒരു സാധനങ്ങളൊക്കെ കൊണ്ട് സ്വന്തം ദേഹത്ത് തന്നെ തീ പിടുത്തുണ്ടാക്കുകയാണ്. അങ്ങനെ അതുവഴി അവനെ കടിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഒരു സോംബികളും ഇല്ലാണ്ടാവട്ടെ എന്ന ആ ഒരു ലക്ഷ്യത്തിൽ അവൻ മരിക്കാനായി പോകുന്ന ആ ഒരു സമയം പോലും പറ്റുന്ന രീതിയിൽ സോംബികളെ കൊല്ലാനായിട്ടാണ് അലക്സ് അപ്പോഴും ശ്രമിക്കുന്നത്. ഈ ഒരു കാഴ്ച കണ്ട് യുവും പാർക്കും ജിസുവും ഒക്കെ ആകെ തകർന്നു പോകുന്നുണ്ട്. കാരണം അലക്സിനെ ഇങ്ങനെ ഒരു രീതിയിൽ കാണേണ്ടി വരുമെന്ന് അവർ വിചാരിച്ചതേ ഇല്ല. കൂടെ എന്തിനും ഏതിനും ഈ ഒരു പ്രശ്നം തുടങ്ങിയപ്പോ മുതൽ ഉള്ള ആളായിരുന്നല്ലോ. അങ്ങനെ ജെയോണും മറ്റ് സൈനികരും കൂടി അവരുള്ള ആ ഒരു റൂഫ് ടോപ്പിന്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. അവർ റൂഫ് ടോപ്പിന്റെ ആ ഒരു ഡോറ് തുറക്കുന്ന ആ സമയം തന്നെ അപ്പുറത്ത് കുറെ സോംബികൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ വെടിവെച്ചവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴൊക്കെ ഭയങ്കരമായ ശരീരാവശിഷ്ടങ്ങളൊക്കെ അളിഞ്ഞു കിടക്കുന്ന ആ ദുർഗന്ധമൊക്കെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ സഹിച്ച ഒരു വിധമാണ് അവരെങ്ങനെ താഴേക്ക് ഇറങ്ങുന്നത്. ഓരോ പടിക്കെട്ടായി അങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോഴും അവർക്ക് ഒരുപാട് സോംബികളെ നേരിടേണ്ടതായി വരുന്നുണ്ട്. കാരണം ഇവർ റൂഫ് ടോപ്പ് 77ാം നിലയിലാണ്. ആ മുകളിൽ നിന്നാണ് ഇവർ പതിയെ താഴേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഒരു സ്പേസ് എത്തുമ്പോൾ അവർ ഒന്നിച്ചു പോവാതെ ടീമായി പിരിയുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ജെയോണും ഇൻഹോയും കൂടിയാണ് പോകുന്നത്. അവർ നേരെ എത്തുന്നത് ഒരു ടോയ്ലറ്റ് ഏരിയയിലാണ്. അവിടെ എത്തുന്ന അവർ മുഖമൊക്കെ ഒന്ന് കഴുകി ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് റിഫ്രഷ് ആവുന്നുണ്ട്. കൂടാതെ മുകളിൽ ഇവര് നിന്ന സമയത്ത് വെള്ളമൊക്കെ തീർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കാണുമ്പോൾ അതൊക്കെ എടുത്ത് കുടിച്ച് ദാഹം മാറ്റുന്നൊക്കെയുണ്ട്. ആ ഒരു സമയത്താണ് ഇൻഹോ ആകട്ടെ ഫോണിൽ റേഞ്ച് കിട്ടിയ കാര്യം ജെയോണിനെ കാണിക്കുന്നത്. ജെയോൺ വേഗം അവന്റെ മൊബൈൽ എടുക്കുമ്പോൾ അവനും സിഗ്നൽ കിട്ടുന്നുണ്ട്. ജിസു അയച്ച ഒരുപാട് മെസ്സേജുകൾ കാണാം. അവൻ വേഗം തന്നെ സിഗ്നൽ ഉള്ളതുകൊണ്ട് അവളെ വീഡിയോ കോൾ ചെയ്യാനായി ഒരുങ്ങുന്നു. ഇതേ സമയം ഇതേ ബിൽഡിങ്ങിന്റെ ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ ജിസു. അവരുടെ കൂടെ വന്ന അലക്സിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ജിസുവും പാർക്കും കൂടി ഇപ്പൊ ഒരു ചുറ്റിനും ഗ്ലാസ് ഉള്ള ഒരു ഇടത്ത് നിൽക്കുകയാണ്. അതിന്റെ ഡോറ് യുവിനെ അകത്ത് കയറ്റാതെ പാർക്ക് അടച്ചിരിക്കുകയാണ്. യുവിനോട് ഇതേ പാർക്കിംഗ് ഏരിയയിലാണല്ലോ അലക്സിന്റെ കാർ ഉള്ളത്, നീ അതിങ്ങ് തപ്പി എടുത്തോണ്ട് വാ, നമുക്ക് ആ കാറിൽ രക്ഷപ്പെട്ടു പോവാന്ന് പാർക്ക് പറഞ്ഞ് താക്കോല് കൊടുക്കുമ്പോ പക്ഷെ എനിക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ അറിയില്ലല്ലോ എന്ന് യു പറയുന്ന ടീം ജിസു ആട്ടെ നീ ആ കാർ എങ്ങനെയും കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ഇരുന്ന് എന്നെ വീഡിയോ കോൾ ചെയ്യും, ഞാൻ പറഞ്ഞുതരാന്നും പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഈ കാർ ഇവർ നിൽക്കുന്നിടത്തേക്ക് എങ്ങനെയും യു എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പാർക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാലോ എന്ന ഒരു രീതിക്കാണ് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ ആ പാർക്കിംഗ് ഏരിയയിലെ സോംബികൾ കുറെ ഉണ്ടെങ്കിലും യുവിനെ അവർ ആക്രമിക്കില്ല എന്ന ഒരു കാര്യം കൊണ്ട് തന്നെ അവൻ അവിടെയൊക്കെ തപ്പി പിടിച്ച ഒരുവിധം അലക്സിന്റെ ആ ഒരു കാർ കണ്ടെത്തുകയും അത് ഡ്രൈവ് ചെയ്യാനായി ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നു. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ഇവിടെ നിന്ന് ഇവർ വീഡിയോ കോൾ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവർക്ക് ചുറ്റിനും ആ ഒരു ഗ്ലാസ് ഡോർ ഉണ്ടെങ്കിലും ഒരുപാട് സോംബികൾ നിറഞ്ഞിരുന്നു. സോംബികളൊക്കെ ഇവരെ നോക്കി എപ്പോ ഇവരെ കടിച്ചു പറിക്കാൻ കിട്ടുക എന്ന ഒരു രീതിക്ക് കോതി പൂണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നിർദ്ദേശങ്ങൾ വീഡിയോ കോളിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ജിസുവിന്റെ ആ ഒരു മൊബൈലിലേക്ക് ജെയുടെ കോൾ വരുന്നത്. ജെയുടെ കോൾ കണ്ടപാടെ ജിസു വേഗം തന്നെ കോൾ എടുക്കുന്നു. രണ്ടുപേർക്കും വീഡിയോ കോളിലൂടെ പരസ്പരം സേഫ് ആയിട്ടാണുള്ളതെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും എന്നാൽ ഭയങ്കര സങ്കടവും ഒക്കെ വരുന്നുണ്ടൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, ഇപ്പോഴും ദൂരെയാണല്ലോ എന്ന രീതിക്ക്. ജെയോണുള്ള അതേ ബിൽഡിങ്ങിന്റെ തന്നെ പാർക്കിംഗ് ഏരിയയിൽ താനുണ്ടെന്ന് ജിസു പറയുമ്പോൾ ജെയോണ് ടെൻഷൻ ആവുന്നു. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാം, നീ എന്തിനും ഇങ്ങോട്ട് വന്നേ, നീ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ, എന്റെ കാര്യം ഞാൻ നോക്കി പുറത്തേക്ക് വരാം, നീ അപ്പോഴേക്കും പുറത്ത് എവിടെയെങ്കിലും സേഫ് ആയിട്ട് ഇരിക്കാനല്ല ജെയോൺ പറയുമ്പോ പക്ഷേ ജിസു അതിന് തയ്യാറല്ല. ഞാൻ അങ്ങനെ പോകാനായിട്ടല്ല കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വന്നത് നിന്നെ കാണാനായിട്ടാ, ഞാൻ കാണാതെ പോവില്ലെന്ന് അവൾ വാശി പിടിക്കുന്നുണ്ട്. ജിസു വാശി പിടിച്ച ആ പിടിച്ചെടുത്ത് നിൽക്കുന്ന അറിയാവുന്ന ജെയൂണാകട്ടെ ഇവൾ തന്നെ കാണാനായി മുകളിലേക്ക് വന്നാലും ഭയങ്കര അപകടമാണെന്ന് മനസ്സിലാക്കി ഞാനിപ്പോ ഈ ബിൽഡിങ്ങിൽ ഇല്ലാന്ന് അവളോട് ഒരു കള്ളം പറയുന്നുണ്ട്. അവൾ ഇവിടെ നിന്ന് സേഫായി അത് വിശ്വസിച്ച് പുറത്തേക്ക് പോകട്ടെ എന്ന രീതിയിൽ. ഇതെല്ലാം കേൾക്കുന്ന ഇൻഹു ആകട്ടെ ഇവിടെ അടുത്താണ് ഒരു റെസ്ക്യൂ ക്യാമ്പ് ഉള്ളത്, അവിടേക്ക് പോകാനായിട്ടുള്ള നിർദ്ദേശം ജിസുവിന് കൊടുക്കാനായി ജെയൂണിനോട് പറഞ്ഞു. അവിടേക്കാണ് ഇവരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായി ശ്രമിക്കുന്നതെന്ന്
ഇൻഹോ സീനിയർ ഉദ്യോഗസ്ഥനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കാര്യം ഇൻഹോ പറയുന്നത് കേട്ട് ചെയ്യുന്നത് ജിസുവിനോട് പറഞ്ഞു തീരുമ്പോഴേക്കും കോള് കട്ടാവുന്നുണ്ട്. ജിസു അങ്ങോട്ടേക്ക് പോകാൻ സമ്മതിച്ചോ ഇല്ലയോ എന്ന് ഇൻഹോയ്ക്കും മനസ്സിലാവുന്നില്ല. കോള് കട്ടായതുകൊണ്ട് ജിസുവിന് ഇൻഹോ കറക്റ്റ് അവിടെ തന്നെയാണോ, അവൻ എന്നോട് കള്ളം പറയാണോ എന്നൊന്ന് ക്ലാരിഫൈ ചെയ്യാനും അവസരം കിട്ടുന്നില്ല. കാരണം ജിസുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് കട്ടായതാണ്, ചാർജ് തീർന്ന്. അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇതേ സമയം ജിസു കാർ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന രീതിക്ക് പറഞ്ഞത് പ്രകാരം വണ്ടി എടുക്കാൻ പോയ യു ആകപ്പെട്ടിരിക്കുകയാണ്. അവൻ ഓടിക്കാൻ അറിയാതെ ഒരുവിധം ആ കാർ അങ്ങനെ ഓടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയിലൊക്കെ സോംബികൾ വരുമ്പോഴേക്കും മാറി നിന്നില്ലെങ്കിൽ അറിയാതെ ഞാൻ ഇടിച്ചു കൊന്നു, പിന്നെ കംപ്ലൈന്റ് പറയില്ലെന്നൊക്കെ അവൻ പിറുവിറുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും പിന്നീട് നമ്മൾ കാണുന്നത് ക്വാക്കിനെയും ജിയെയും ഇവരുടെ സീനിയർ ഉദ്യോഗസ്ഥനെയുമാണ്. ഈ ഉദ്യോഗസ്ഥന്റെ തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥനാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് സ്വയം വെടിവെച്ച് മരിച്ചത്. കാരണം ആളുടെ കവിളില് ഇവരുടെ കൂട്ടത്തിലുള്ള സൈനികർ തന്നെ സോംബിയായി മാറിയിരുന്നല്ലോ. ആ ഒരു സമയത്ത് പിടിച്ചു മാറ്റാനൊക്കെ നോക്കിയപ്പോൾ പരിക്കേറ്റിരുന്നു. അപ്പൊ അതിൽ നിന്ന് പഴുപ്പൊക്കെ വരാൻ തുടങ്ങി, താനും സോംബിയായി മാറുമെന്ന് മനസ്സിലാക്കി സ്വയം മരിച്ചതായിരുന്നു ആള്. അതിൽ ഇപ്പൊ ഈ ഒരു ടീമിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഈ ഒരു ഉദ്യോഗസ്ഥൻ ജിയുടെയും ക്വാക്കിന്റെയും കൂടെ ആ ഒരു ഹോട്ടലിലെ കിച്ചൺ ഏരിയയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ കുറെ ഫുഡും കാര്യങ്ങളും ഉണ്ടല്ലോ, അവരതൊക്കെ എടുത്തു വെക്കാനായി തുടങ്ങുന്ന സമയത്താണ് സ്റ്റോർ റൂമിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശബ്ദം. തോക്കൊക്കെ റെഡിയാക്കി നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഷെഫിനാണ് കാണുന്നത്. ആള് പക്ഷെ സോംബി ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല, നോർമൽ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഷെഫിനെ ഈ ഹോട്ടലിലെ ഒരു ജീവനക്കാരിയായ ജിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവൾ അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്, അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ സീനിയർ ഉദ്യോഗസ്ഥനോട് പറയുന്നു. ജിയെ പെട്ടെന്ന് ഇങ്ങനെ മിലിറ്ററി യൂണിഫോമിൽ കാണുമ്പോൾ ആ ഷെഫിന് പിടി കിട്ടിയില്ല. ഒപ്പം തന്നെ ഈ ഷെഫ് ഒരു അമേരിക്കനാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറയുന്ന ഈ ഒരു ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും നമ്മുടെ കൊറിയക്കാരനായ മിലിറ്ററി ഉദ്യോഗസ്ഥനൊട്ടും മനസ്സിലാവുന്നില്ല. അല്ല, ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും നിങ്ങൾക്ക് എന്തൊന്നും പറ്റാഞ്ഞെന്ന് ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ജിയ പറയും. അതിന് മറുപടി ഷെഫ് പറയുന്നത് കൊറിയയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ജിയ വീണ്ടും പറയും. അങ്ങനെ അതിന് മറുപടിയായി ഷെഫ് പറയുന്നത് ഇവിടെ ആകെ എന്തോ പ്രശ്നങ്ങൾ നടന്നു എന്ന് ഞാൻ ഇപ്പൊ എണ്ണിക്കുമ്പോഴെനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് ഉറക്കത്തിന്റെ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഉറക്ക ഗുളിക യൂസ് ചെയ്യാറുണ്ട്. ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞാൽ ഞാൻ റെസ്റ്റ് എടുക്കാനായിട്ട് ഗുളികയും കഴിച്ച് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ നടന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ആ ഷെഫ് പറയുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഒരുവിധം യു ആയിട്ട് ആ ഒരു വണ്ടി ഡ്രൈവ് ചെയ്ത് പാർക്കും ജിസുവുമുള്ള ആ ഒരു സ്ഥലത്തിനടുത്ത് വന്ന് ഇടിച്ചു നിർത്തുന്നുണ്ട്. അത് കാണുന്ന പാർക്ക് ആകെപ്പാട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തുരുമ്പ് ആ വണ്ടിയാ, നീ അത് നശിപ്പിച്ച് കളയല്ലേ എന്നെല്ലാം യുവിനോട് ഷൗട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും തന്റെ കയ്യിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ട് ഷെഫ് ഈ ഒരു സൈനികർക്കൊക്കെ തന്നെ എന്തോ ഭക്ഷണമൊക്കെ പാചകം ചെയ്തു കൊടുക്കുന്നു. ഇവരൊക്കെ ഇങ്ങനെ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഈ ഷെഫ് ആകട്ടെ ഈ ഒരു ഫുഡിന് ഇത്രയും റേറ്റ് ആണെന്ന് പറഞ്ഞ ബില്ലൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഇയാൾ എന്തീ കാണിക്കുന്നത്, ഇവിടുത്തെ അവസ്ഥയൊന്നും ഇയാൾക്ക് ഇതുവരെ മനസ്സിലായില്ലെന്നെല്ലാം ഈ സൈനികരും മനസ്സിലോർക്കുന്നു. കൂടാതെ ആ സമയം അവിടെ സീനിയർ ഉദ്യോഗസ്ഥൻ ഷെഫിനോട് പറയുന്നുണ്ട്, ശരി ഞങ്ങളൊക്കെ ജീവനോട് കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ഫുഡിന്റെ കാശൊക്കെ തന്നേക്കാന്ന്. കൂടാതെ അദ്ദേഹം പുകവലിക്കാനായി തുടങ്ങുമ്പോൾ ഇവിടെ പുകവലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഷെഫ് തടയാനായി നോക്കുമ്പോൾ അവരത് കേൾക്കാതെ എല്ലാവരും പുകവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഷെഫ് പറഞ്ഞ കണക്ക് നല്ല ഉറക്കത്തിലായിരുന്നതുകൊണ്ടും ആൾക്ക് പുറത്തു നടക്കുന്ന കാര്യങ്ങളെ പറ്റി വലിയ ബോധം ഇല്ലാത്തതുകൊണ്ടും എന്തോ ഇങ്ങനെയാണ് ഇപ്പൊ സംസാരിക്കുന്നതൊക്കെ തന്നെ. ഇവരതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. അങ്ങനെ എല്ലാവരും പുകവലിക്കുമ്പോൾ നമ്മുടെ സീനിയർ ഉദ്യോഗസ്ഥൻ ഒന്ന് തനിയെ പുകവലിക്കാനായി ആ ഒരു കിച്ചൺ ഏരിയയിലേക്ക് മാറിപ്പോകുമ്പോൾ അവിടെ ചെറിയൊരു ലിഫ്റ്റ് കണക്കുണ്ടായിരുന്നു, ഫുഡ് ഓരോ ഫ്ലോറിലേക്ക് കൊടുക്കുന്ന ഒരു ചെറിയൊരു ലിഫ്റ്റ്. അതിനകത്തൂടെ ഒരു സോംബി എത്തി അദ്ദേഹത്തെ ആക്രമിക്കുന്നു. ആ സോംബിക്കാണെങ്കിൽ പാതി ശരീരമേ ഉള്ളൂ. അത് അദ്ദേഹത്തെ ആക്രമിച്ച ശേഷം പുറത്തേക്കെത്തി ബാക്കി സൈനികരുള്ള അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവരെല്ലാവരും കൂടി ചേർന്ന് അതിന്റെ തലയിൽ തന്നെ വെടിവെച്ച് അതിനെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആ ഞെട്ടിക്കുന്ന കാഴ്ച അവർക്ക് കാണേണ്ടി വരുന്നു. അവരെ മുന്നിൽ നിന്ന് കൺട്രോൾ ചെയ്യേണ്ട, നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട ആ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ തന്നെ ഇപ്പൊ മൂക്കിലൊക്കെ കടിയേറ്റ് സോംബിയായി മാറിയിരിക്കുന്ന കാഴ്ച. വേറെ വഴിയില്ലാതെ വളരെ സങ്കടത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ ഇവർ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജെയുനുണ്ടായിരുന്ന ആ ഒരു ഹോട്ടൽ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് അവർക്ക് കിട്ടിയ അലക്സിന്റെ വണ്ടി ഓടിച്ചു പോകുന്ന ജിസുവിനെയും പാർക്കിനെയും യുവിനെയും ഒക്കെയാണ്. പാർക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്. അവനങ്ങനെ പുറത്തേക്ക് എത്തുമ്പോഴേക്കും ഭയങ്കര സ്പീഡിൽ റോഡിലൂടെ വണ്ടി ഓടിക്കുകയാണ്. റോഡിൽ അങ്ങിങ്ങ് അപകടത്തിൽപ്പെട്ട കുറെ വണ്ടികള്, മരിച്ചു കിടക്കുന്ന ആളുകൾ, സോംബികൾ എന്നിങ്ങനെ ഒക്കെയുണ്ട്. അവൻ വൈരാഗ്യം തീർക്കുന്ന കണക്ക് കണ്ണി കണ്ട സോംബികളുടെ ദേഹത്തൊക്കെ കൂടി വണ്ടി ഓടിച്ചു കയറ്റുന്ന രീതിയിൽ തലങ്ങും വിലങ്ങും ഭയങ്കര സ്പീഡിൽ സിക്സ് ആയി അങ്ങനെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. അകത്തിരിക്കുന്ന ജിസുവിനും യുവിനും ഒക്കെ ഒരുമാതിരി ആവുന്നുണ്ട്. നീ പുറത്തുള്ള സോംബികളെ കൊല്ലാനായിട്ട് ഇങ്ങനെ ഓടിച്ച് അകത്തിരിക്കുന്ന ഞങ്ങളെ കൊല്ലലെന്ന് ജിസു അലമുറയിടുന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും അത് പാർക്ക് മൈൻഡ് പോലും ചെയ്യുന്നില്ലെങ്കിലും കുറെ അവൾ ബഹളം വെക്കുമ്പോൾ അവൻ വണ്ടി നിർത്തുന്നുണ്ട്. അവനാകട്ടെ അവളോട് നമുക്ക് നേരെ ആ ഒരു ക്യാമ്പിൽ പോകുന്നതിന് പകരം ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവാം, അവിടെ എന്റെ അമ്മയുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ക്യാമ്പിൽ പോവാം, അവിടെയല്ലേ ജെയുനുള്ളത്, അതിനുശേഷം അമ്മയെ കാണാനായിട്ട് നീ പൊക്കോന്ന് പാർക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോവാം എന്നതിനെ പറ്റി പറയുമ്പോൾ ജിസു എതിർത്ത് പറയുന്നുണ്ട്, വേണ്ട വേണ്ട, നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോവാം, അവിടെ എന്റെ അമ്മയുണ്ട്, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് അറിയാനിട്ട് ഒരു സമാധാനമില്ല, എന്റെ അമ്മ അവിടെ വർക്ക് ചെയ്യുന്നത്, അമ്മ അവിടെ എത്തിക്കഴിയുമ്പോഴേ ഈ യുവിനെ ഒന്ന് പരിശോധിക്കുകയും ചെയ്യും, ഇവനെ ഒന്നുമില്ലെങ്കിലും സോംബി കടിച്ചു എന്നത് സത്യമാണല്ലോ, അപ്പൊ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് എയ്ഡ് എങ്കിലും കൊടുക്കാൻ സാധിക്കുന്നെല്ലാം പാർക്ക് തർക്കിക്കുന്നുണ്ട്. അങ്ങനെ ജിസു അതിനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇവരങ്ങനെ മുന്നോട്ട് പോകുന്ന ടീം യുവിന് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു. അവൻ കുറെ നേരമായിട്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പാർക്ക് ആയിട്ട് ഞാൻ കാറ് നിർത്താം, നീ വൊമിറ്റ് ചെയ്യുന്നു പറഞ്ഞ് കാറ് നിർത്തുമ്പോൾ അതിൽ നിന്ന് ചാടി ഇറങ്ങുന്ന യു പക്ഷെ വൊമിറ്റ് ചെയ്യാതെ നിങ്ങൾ പൊക്കും, ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്താ കാര്യമൊന്നുമല്ല ഇവര് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒന്നുമില്ല, എനിക്ക് പഠിക്കാൻ ഒരാഗ്രഹം,
ഞാൻ എന്റെ വീട്ടിൽ പോയി പഠിക്കാൻ പോകണമെന്നെല്ലാം അവൻ പറയുമ്പോ നീ എന്താ ഇങ്ങനെ പറയുന്നേ, ഈ സമയത്ത് എങ്ങനെ പഠിക്കാൻ പറ്റുമെന്നെല്ലാം ജിസു ചോദിക്കുന്ന സമയത്താണ് ആക്ച്വലി ഇത്രയും നേരം ശരീരത്തിൽ ഡ്രിങ്ക്സ് അടിച്ചതിന്റെ ആ ഒരു എഫക്ട് ഉണ്ടായിരുന്നത് കൊണ്ടാവാം സോംബി കടിച്ച എഫക്ട് ഒന്നും തന്നെ യുവിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവൻ പതിയെ പതിയെ സോംബിയായി മാറാനായി തുടങ്ങുന്നുണ്ട്. അവൻ അതിന്റെ മാറ്റങ്ങൾ അവന്റെ ശരീരത്ത് പ്രകടമായി തുടങ്ങിയപ്പോഴാണ് അവൻ താൻ കംപ്ലീറ്റ് ആയി ഒരു സോംബിയായി മാറിയ ഇവരെ ആക്രമിക്കും, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കരുത് എന്ന രീതിക്ക് അവിടെ അങ്ങനെ ഇറങ്ങുന്നത്. അങ്ങനെ അവന്റെ കണ്ണൊക്കെ പതിയെ ചുവപ്പ് നിറത്തിലേക്ക് മാറുമ്പോഴേക്കും അത് കാണുന്ന പാർക്കിന് കാര്യം മനസ്സിലാവുന്നു. പാർക്ക് കാറിന്റെ ആ ഒരു വിൻഡോ ലോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനെ കൂടെ കൂട്ടുന്നത് സേഫ് അല്ലാന്ന് പാർക്കിന് മനസ്സിലായി കഴിഞ്ഞ ശേഷമാണ് ജിസുവിന് അത് മനസ്സിലാവും. പക്ഷെ ജിസുവിന് അവനിങ്ങനെ ഇട്ടിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. അവളായിട്ട് അവനെ കൂടെ വാന്നൊക്കെ പറഞ്ഞ് കുറെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടെ കൂട്ടാൻ പാർക്കും തയ്യാറല്ല, കൂടെ ചെല്ലാനായി യുവും തയ്യാറല്ല. അവൻ കാരണം ഇവർ അപകടത്തിൽ പെടരുത് എന്ന ഒരു രീതിയിൽ അങ്ങനെ കാറ് മുന്നോട്ടെടുത്ത് അവർ പോകുമ്പോഴേക്കും അവരെ ഫോളോ ചെയ്ത് പോകാനായി തുടങ്ങുന്ന കുറച്ച് സോംബികളെ യു തടയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവനും അധികം വൈകാതെ അവിടെ വെച്ച് പൂർണ്ണമായി ഒരു സോംബിയായി മാറുന്നതും നമുക്ക് കാണാം. അങ്ങനെ കാറ് മുന്നോട്ട് പോകുമ്പോൾ ഓടി വരുന്ന സോംബികളെ തടഞ്ഞുകൊണ്ട് യുവും ഒരു സോംബിയായി മാറുന്ന ആ ഒരു കാഴ്ച കണ്ട് ജിസു ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. ഒന്നാമത് അലക്സിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇപ്പൊ ഇവനായാലും ഇങ്ങനെ മാറിയിരിക്കുന്നു, കൂടെയുള്ള ഓരോരുത്തരെയും നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ എന്ന് അവൾക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ കാണുന്നത് കഥയുടെ തുടക്കത്തിലൊക്കെ നമ്മൾ കണ്ട് പിന്നീട് ഒരു അഡ്രസ്സും ഇല്ലാണ്ടായ ആരോണിനെയാണ്, ഈ ഒരു ഹോട്ടലിലെ മാനേജറിനെ. ആള് ഈ സോംബി അറ്റാക്ക് ഒക്കെ നടക്കുന്നത് കണ്ടിരുന്നല്ലോ. എനിക്ക് ഇവിടെ ചെയ്യാൻ കുറെ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇൻഹോയുടെയും ജെയുന്റെയും കൂടെ പോകാതെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്ന ആരോൺ ഒരു റൂമിനകത്ത് സേഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അകത്തിരുന്ന് നല്ലവണ്ണം ഡ്രിങ്ക്സ് അടിച്ചിരുന്ന ആരോൺ ഇപ്പോ ഫോൺ എടുത്ത് പുറത്തെ ന്യൂസ് ഒക്കെ ഒന്ന് നോക്കുമ്പോൾ അതിലൊരു ക്യാമ്പ് ഇവിടെ അടുത്ത് നടക്കുന്നുണ്ട്, അവിടെ സൈനികരൊക്കെ ഉണ്ട്, അവിടെ എത്തിയാൽ സേഫ് ആയിട്ട് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിലൂടെ മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പോകാൻ ഈ തീരുമാനിക്കുന്നു. അതിനായിട്ട് അവിടെ ഉണ്ടായിരുന്ന സോഫ കീറി അതിൽ ആ ഒരു കുഷനൊക്കെ എടുത്ത് ദേഹത്തൊക്കെ വരിഞ്ഞു കെട്ടിവെക്കാണ്. സോംബികൾ പെട്ടെന്ന് കടിച്ചാലും ആ കടി ശരീരത്തെ ഏൽക്കാതെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി. എന്നിട്ട് നല്ലവണ്ണം ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ട് തന്നെ പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഡ്രിങ്ക്സ് അടിച്ചതുകൊണ്ടാകാം സോംബികൾ ആരോണിനെ കാണുന്നുണ്ടെങ്കിലും അടുത്തേക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്നില്ല. ആരോണിന് ഭയങ്കര സമാധാനമാവുന്നു. ഡ്രിങ്ക്സ് അടിച്ചതുകൊണ്ടാകാം സോംബികൾ ആരോണിനെ കാണുന്നുണ്ടെങ്കിലും അടുത്തേക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്നില്ല. ആരോണിന് ഭയങ്കര സമാധാനമാവുന്നു. അങ്ങനെ അയാൾ പതിയെ പുറത്തേക്ക് നടക്കുന്ന ഈ സമയം മരിച്ചു കിടക്കുന്ന ആ സീനിയർ ഉദ്യോഗസ്ഥന്റെ അടുത്ത് വളരെ സങ്കടത്തിലിരിക്കുകയാണ് മറ്റു സൈനികർ. ഈ കൂട്ടത്തിൽ ജെയോണും ഇൻഹോയും ഇല്ല, അവർ തനിയെ വേറെ ഗ്രൂപ്പായി പോയിരിക്കായിരുന്നല്ലോ. ഇവരുടെ ഈ മേലുദ്യോഗസ്ഥൻ ഇവർക്ക് തന്നെ വെടിവെച്ച് കൊല്ലേണ്ട ഒരു സാഹചര്യം വന്നതിൽ അവരെല്ലാം വളരെ സങ്കടത്തിലാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നടന്ന ശേഷമാണ് ഇൻഹോയും ജെയോണും അങ്ങോട്ടേക്ക് വരുന്നത്. അവരും ഈ കാഴ്ച കണ്ട് ആകെ ഇമോഷണൽ ആവുന്നു. അപ്പോഴേക്കും ഈ കൂട്ടത്തില് ഇനിയിപ്പോ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കൂട്ടത്തിലുള്ളതിൽ വെച്ച് ഹൈ റാങ്ക് ഉള്ള സൈനികനാണ്. അങ്ങനെ കൂട്ടത്തില് കൂടിയ റാങ്ക് ഉള്ള സൈനികന്റെ അടുത്തേക്ക് ചെന്ന് ജെയോൺ ഇതുവരെ മരിച്ച സൈനികരുടെ ഒക്കെ തന്നെ ആ ഒരു നെയിം ടാഗ് ഏൽപ്പിക്കുകയും ഇനി നിങ്ങൾ വേണം ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാനെന്ന് പറയുകയും ചെയ്യുന്നു. ഇനി ഇവിടെ നിന്ന് സേഫായി പുറത്തു കിടക്കുക എന്നത് വലിയ ടാസ്ക് ആണ്. അതിനായിട്ട് ഇപ്പൊ എന്ത് ചെയ്യാമെന്ന് അവർ പ്ലാൻ ചെയ്യുമ്പോഴേക്കും അവിടെ VIP കസ്റ്റമേഴ്സിന് മാത്രം പോകാനായിട്ടുള്ള ഒരു ലിഫ്റ്റിന്റെ കാര്യത്തെ പറ്റി ജി അവരോട് പറയുന്നു. അങ്ങനെ അത് യൂസ് ചെയ്ത് പോകാമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നു. ഇതേ ടീം തന്നെ ആരോൺ ആകട്ടെ ഒരു സ്റ്റോർ റൂം കണക്കുള്ള സ്ഥലത്തേക്ക് ചെല്ലുകയും അവിടെ നിന്ന് വലിയൊരു സ്റ്റേപ്ലർ എടുക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ പേപ്പർ ഒക്കെ അടിക്കുന്ന ചെറിയ സ്റ്റേപ്ലർ അല്ല, മറിച്ച് ഇത് വലിയ വലിയ ബോക്സുകളൊക്കെ സീൽ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേപ്ലർ ആണ്. ഇത്ര വലിപ്പമുണ്ട് അതിന്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ആരോൺ ആകട്ടെ അതിലെ പിൻ കൊണ്ട് മുന്നിൽ വരുന്ന സോംബികളൊക്കെ ആക്രമിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതേ ടീം പാർക്കും ജിസുവും സഞ്ചരിച്ചിരുന്ന കാറ് ഒരു ട്രാഫിക് ജാമിൽ വരുന്നുണ്ട്. ഇവർ ഈ പോകുന്ന റൂട്ടിലാണ് മറ്റേ ആ ഒരു റെസ്ക്യൂ സെന്റർ ഉള്ളത്. അപ്പം അവിടേക്ക് പോകുന്ന ആളുകളാവും. എന്തായാലും ആ ട്രാഫിക് ജാമിൽ അവർക്ക് എടുക്കുമ്പോഴേക്കും അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അവിടെ നടക്കുന്നു. ഗുണ്ടകളെ കണക്കിരിക്കുന്ന കുറച്ച് കയ്യൊക്കെ ഉള്ള ആളുകൾ അവിടേക്ക് എത്തുകയും ഇവരെ അടിച്ചിട്ട് ആ കാറുമായി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അലക്സിന്റെ കാർ ഇത്രയും നേരം ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജിസുവിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെ ആകെ മൊത്തത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമയം പരസ്പരം സഹായിക്കണം എന്നൊരു മനസ്സില്ലാതെ ഇങ്ങനെ കയ്യൊക്കെ കാണിച്ച് ബാക്കിയുള്ളവർ ഉപദ്രവിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ അവള് പിറുപിറുക്കുമ്പോ സാരമില്ല, കാറ് പോയാലും നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടില്ലല്ലോ, നമുക്ക് എങ്ങനെയായാലും രക്ഷപ്പെടാന്ന് പറഞ്ഞ് പാർക്ക് ജിസുവിനെയും കൂട്ടി മുന്നോട്ട് നടക്കുമ്പോൾ അവരൊരു ചെറിയ സബ് വേയിൽ എത്തുന്നുണ്ട്. അവിടെ ഇവരെ പോലെ തന്നെ അവിടേക്ക് എത്തുന്ന ഏതെങ്കിലും ട്രെയിനിൽ കയറി രക്ഷപ്പെടാന്ന് കരുതി എത്തിയ കുറെ പേര് അവർ കാണുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ ജെയ്യൂണിനെയും ഗ്യാങ്ങിനെയും കാണുമ്പോൾ അവർ ആ ഒരു ലിഫ്റ്റ് വഴി താഴേക്ക് പോകാനായിട്ട് അതിൽ കയറി നിൽക്കുന്ന ടീം ലിഫ്റ്റ് താഴേക്ക് പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഒരു ഫ്ലോറിൽ അത് ഓപ്പൺ ആവുന്നു. ഇവർ സോംബികൾ വല്ലതും വരും എന്ന് കരുതി റെഡിയായി നിൽക്കുമ്പോഴേക്കും അവിടെ അവർ കാണുന്നത് ആരോണിനെയാണ്. ആരോണിനെ ഇവർക്ക് പരിചയമുണ്ടല്ലോ, കാരണം ആരോൺ ഇവർ ഈ ഒരു സൈനിക ക്യാമ്പ് ബിൽഡിങ്ങിന്റെ മുകളിൽ നടത്തുന്ന ടീം ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ലിഫ്റ്റ് ഒക്കെ ഉപയോഗിച്ച വഴക്ക് പറയാം. അത് സൈനികർക്കൊക്കെ അറിയാം, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇള പരിചയമുണ്ട്. ഇല്ല കണ്ടുപാടെ നിങ്ങളോ എങ്കി വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുമ്പോഴാണ് അതിലൊരു സൈനികൻ ആരോണിന്റെ കാലിന്റെ അവിടെ ഒരു രക്തക്കറ ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ ജിസുവും പാർക്കും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാണെന്നല്ലോ. അവിടെ ഒരു ട്രെയിൻ വരാറായിട്ടുണ്ട്. സാധാരണ ഇവരുടെ നാട്ടിലൊക്കെ ട്രെയിനിൽ കയറുമ്പോൾ ഭയങ്കര ക്യൂ ഒക്കെ പാലിച്ചിട്ട് വളരെ ഡിസിപ്ലിനോട് കൂടിയാണ് കയറുന്നതെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും പറ്റില്ല. എല്ലാവരും തിക്കി തിരക്കി ഭയങ്കര ബഹളമാവുന്നുണ്ട്. ആ ബഹളത്തിൽ രണ്ട് കാര്യം സംഭവിക്കുന്നു. ഒന്ന്, ജിസുവും പാർക്കും അടുത്തടുത്ത് കൈ പിടിച്ച് കൂട്ടം വിട്ടു പോകാതെ ഒന്നിച്ച് നിൽക്കാനായിട്ട് നിൽക്കുകയായിരുന്നെങ്കിലും ആ ഒരു തിക്കിലും തിരക്കിലും പെട്ട് അവർ കോർത്ത് പിടിച്ച കൈയൊക്കെ വിട്ട് അങ്ങനെ രണ്ട് സൈഡിലേക്ക് മാറിപ്പോകുന്നുണ്ട്. കൂടാതെ തിക്കിലും തിരക്കിലും പെട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു
ഒരു പാളത്തിനും പ്ലാറ്റ്ഫോമിനും ഇടയിലുള്ള ചില്ലൊക്കെ ഉണ്ട്, അതൊക്കെ തകർന്ന് കുറെ പേര് പാളത്തിലേക്ക് വീഴുകയും കറക്റ്റ് ആ ഒരു സമയം ട്രെയിൻ അങ്ങോട്ടേക്ക് പാഞ്ഞു വന്ന് അവരുടെ ദേഹത്തോടെ കയറി ഇറങ്ങി അങ്ങനെ ആകെപ്പാടെ ഭയങ്കരമായ പ്രശ്നം പറ്റുന്നു. എന്തായാലും അപകടത്തിൽ പെടാത്ത ആളുകൾ വന്നു നിൽക്കുന്ന ട്രെയിനകത്തേക്ക് തള്ളിക്കയറുന്നുണ്ട്. ജിസു ആണെങ്കിൽ പാർക്ക് അവളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയത് കൊണ്ട് തന്നെ അവൾക്ക് പാർക്ക് കയറിയോ ഇല്ലയോ എന്നൊന്നും അറിയാത്തത് കൊണ്ട് ട്രെയിനിൽ കയറാനേ തോന്നില്ല. അവൾ ഒരുമാതിരി ഭയങ്കര സങ്കടത്തില് ട്രെയിനിൽ കയറാതെ നിൽക്കാണ്. അവൾ മാത്രം ഇപ്പൊ കയറാതെ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ആ സമയം ട്രെയിനകത്തുള്ളവര് വാ, അകത്ത് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പോൾ അവൾ കയറാനായി തുടങ്ങുന്നുണ്ട്. ഒരാൾക്കും കൂടി നിൽക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ ആ സമയം അവിടേക്ക് ഒരു മുത്തശ്ശിയും പേരക്കുട്ടിയും ഓടി വരുന്നു. ഇവർക്കും കൂടി ട്രെയിനിൽ കയറാനേ സാധിക്കില്ല. അത് മനസ്സിലാക്കുന്ന ജിസു ആകട്ടെ ആ പേരക്കുട്ടിയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോട്ടെ എന്നതാണ് മുത്തശ്ശിയുടെ ആഗ്രഹം എന്നത് മനസ്സിലാക്കി അവൾ ഇറങ്ങുകയും ആ കുട്ടിയെ സേഫ് ആയി ട്രെയിനിൽ കയറ്റുകയും ചെയ്യുന്നു. അങ്ങനെ മുത്തശ്ശി ആകട്ടെ അകത്തുള്ള പേരക്കുട്ടിയോട് പേടിക്കണ്ട, മുത്തശ്ശി നിന്നെ അന്വേഷിച്ച് വരും എന്നൊക്കെ പറഞ്ഞ് സേഫായി ഇവൻ ആ ഒരു റെസ്ക്യൂ ക്യാമ്പിൽ എത്തി എങ്ങനെയെങ്കിലും തനിക്ക് അവിടെ ചെല്ലാലോ എന്ന രീതിക്ക് പേരക്കുട്ടി സേഫ് ആണല്ലോ എന്ന സന്തോഷത്തില് അവനെ യാത്രയാക്കുന്നുണ്ട്. ജിസു ആ കുട്ടി സേഫ് ആകുമല്ലോ എന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ആ സമയത്താണ് മുന്നോട്ട് പോകുന്ന ട്രെയിനിന്റെ പിറകിലുള്ള കമ്പാർട്ട്മെന്റിലൊക്കെ തന്നെ സോംബീസ് ഉണ്ടായിരുന്നു എന്ന കാര്യം ചില്ല് വഴി ജിസു ഒക്കെ കാണുന്നത്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ട്രെയിനകത്തുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് ഊഹിക്കാൻ സാധിക്കുമല്ലോ. ജിസു ആ ഒരു ഷോക്കിൽ നിൽക്കുന്ന സമയത്താണ് ട്രാക്കിൽ മുന്നേ ചതഞ്ഞരിഞ്ഞ ബോർഡുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ പാർക്ക് കയ്യിൽ കെട്ടാറുള്ള വാച്ച് അവിടെ ജിസു കാണുന്നത്. അത് കാണുന്നവൾ വീണ്ടും ഷോക്കാവുന്നു. പാർക്ക് തന്റെ കൂടെ ഇല്ലെങ്കിലും എങ്ങനെയും ട്രെയിനിൽ കയറി പോയിട്ടുണ്ടാവുന്ന അവൾ വിചാരിച്ചെങ്കിലും ഈ ഒരു വാച്ച് ഇവിടെ ചതഞ്ഞറിഞ്ഞ ആ ഒരു അവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്ന കാണുന്ന അവൾക്ക് പാർക്ക് പോയിട്ടില്ല. അവൻ മുന്നേ പാളത്തിലേക്ക് വീണ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, അവൻ മരണപ്പെട്ടു എന്ന ഒരു സത്യം മനസ്സിലാവുമ്പോൾ അവൾ ആകെ തകരുന്നുണ്ട്. കൂടെയുള്ള എല്ലാവരെയും അവൾക്കിപ്പോ നഷ്ടപ്പെട്ടു. പെട്ടെന്ന് കൂടെയുള്ള ആ മുത്തശ്ശിക്ക് ആ ട്രെയിൻ മുമ്പോട്ട് പോയല്ലോ, അതിൽ ആ മുത്തശ്ശി എങ്ങനെങ്കിലും തന്റെ പേരക്കുട്ടി രക്ഷപ്പെട്ട് പോകട്ടെ എന്ന രീതിക്ക് ആ കുട്ടിയെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരാൾക്ക് മാത്രം കയറാനായിട്ടുള്ള ഒരിടം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് കണ്ടപ്പോ ആ കുട്ടി കയറി പോയിരിക്കുന്നത് പ്രതീക്ഷിച്ചതിനും വലിയ അപകടത്തിലാണ്. സോംബികൾ നിറയെ ആ ഒരു കപ്പലിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന മുത്തശ്ശി കയ്യിൽ കരുതിയിരുന്ന സ്വയരക്ഷയ്ക്ക് വേണ്ടി എടുത്തു വെച്ചതാണ് ആ കത്തി. ആ കത്തി എടുത്തുകൊണ്ട് ഇപ്പോ ട്രെയിൻ പോയ വഴി ആ പാളത്തിലൂടെ ഓടാണ്. എന്റെ പേരക്കുട്ടിയെ രക്ഷിക്കണം എന്ന രീതിക്ക്. മുത്തശ്ശി ഓടിയാലൊന്നും ആ ട്രെയിനിന്റെ ഒപ്പം എത്താനേ പോകുന്നില്ല. എന്നിരുന്നാലും മുത്തശ്ശി ഓടുന്നു. ഇതേ സമയം അതേ പാളത്തിലൂടെ അപകടകരമാകുന്ന രീതിയിൽ തന്നെ ട്രെയിൻ വരും എന്നറിയാവുന്ന ജിസു ആ മുത്തശ്ശി ഓടുന്ന കണ്ട് ആ മുത്തശ്ശിയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന രീതിക്ക് മുത്തശ്ശിയുടെ പിറകെ ഓടുന്നു. പെട്ടെന്ന് ആ മുത്തശ്ശി ബോധം കെട്ട് ട്രാക്കിൽ വീഴുന്നു. ഈ സമയത്ത് ആ ഒരു മെട്രോ സ്റ്റേഷന്റെ അവിടെ നിർത്താനായി ഒരു ട്രെയിൻ സ്പീഡിൽ വന്നിരുന്നു. ഇവരെ ഇടിക്കുമെന്ന് ജിസു പേടിക്കുന്നുണ്ടെങ്കിലും ആ ട്രെയിൻ ആ സ്റ്റേഷന്റെ അവിടെ നിർത്തുന്നത് കൊണ്ട് തന്നെ ഇവരെ ഇടിക്കുന്നില്ല. തുടർന്ന് ജിസു വേഗം ആ മുത്തശ്ശിയെ പിടിച്ച് മാറ്റി സൈഡിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. മുത്തശ്ശിയോട് മുത്തശ്ശി ഈ ട്രെയിൻ പോയിട്ട് നമുക്ക് കുട്ടി അന്വേഷിച്ച് പോകാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ മുത്തശ്ശിയുടെ കാലില് കടിയേറ്റിരുന്ന പാട് നമ്മൾ കാണുന്നത്. മുത്തശ്ശി ആ ഒരു സമയത്ത് ഒരു സോംബിയായി മാറുകയും ജിസുവിനെ അറ്റാക്ക് ചെയ്യാനായി ഒരുങ്ങുകയും ചെയ്യുന്നു. ജിസു രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാതെ മുന്നോട്ട് ആ ട്രെയിൻ എടുക്കുന്ന സമയം സോംബിയായി മാറി തന്നെ ആക്രമിക്കാനായി നിൽക്കുന്ന ആ മുത്തശ്ശിയുടെ തല ആ ട്രെയിനിന്റെ അടുത്തേക്ക് നീക്കി പിടിച്ച് ആ മുത്തശ്ശിയെ കൊല്ലുകയല്ലാതെ ജിസുവിന്റെ മുന്നിൽ വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ചെയ്യുന്നത് അവളെ സത്യത്തിൽ ഭയങ്കര സങ്കടത്തിലാക്കുന്നുണ്ട്. വേറെ വഴിയില്ലാണ്ട് ചെയ്തു പോകുന്നതാണ്. അങ്ങനെ അവളിപ്പോ കൂടെ ആരും ഇല്ലാണ്ട് ഒറ്റപ്പെട്ട് അങ്ങനെ ആ പാളത്തിൽ ലക്ഷ്യബോധം ഇല്ലാതെ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ ആരോണിനെ നമ്മുടെ സോൾജേഴ്സ് കണ്ട ആ ഒരു സീൻ കണ്ടിരുന്നല്ലോ. ആരോണിനെ ലിഫ്റ്റിൽ കയറ്റാനായി ജിയ പറയുന്ന സമയത്താണ് ആരോണിന്റെ ദേഹത്തും കടി കൊണ്ടിരുന്നു എന്ന രീതിക്ക് പാടുള്ളത് കാണുന്നത്. അതെ, ആരോണും കടി കൊണ്ടിരുന്നു. പക്ഷെ ആരോൺ ഇപ്പോ സോംബിയായി മാറിയിട്ടില്ല. കാലിന്റെ ആ ഒരു അറ്റത്താണ് കടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സോംബിയായി മാറാൻ ഇനിയും സമയമുണ്ട്. ആരോൺ അതുവരെ കൂടെ നിർത്താന്നൊക്കെ പറഞ്ഞ് ജിയ കൂടെ ഉള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ലിഫ്റ്റിന്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ അത് പൊട്ടിച്ച് ഒരു കൂട്ടം സോംബികള് ലിഫ്റ്റിനകത്തേക്ക് വന്ന് വീഴുന്നത്. ഉടനെ ലിഫ്റ്റിനകത്ത് നിന്ന് ഇവരൊക്കെ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടുന്നു. തുടർന്ന് ഒന്നിച്ചുണ്ടായിരുന്ന ഇവർ ആ ഒരു സമയത്ത് സോംബികൾ ഇവരെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങിയപ്പോ തല തെറിച്ച് പല വഴിക്ക് ഓടുന്നുണ്ട്. അങ്ങനെ കൂട്ടം തെറ്റി ഓടിയ സമയത്ത് ആരോണും ഇപ്പൊ ഒരു ടീമിന്റെ സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരും മറ്റൊരു സൈനികനും കൂടി ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. ഇവരെ അറ്റാക്ക് ചെയ്യാനായി വരുന്ന സോംബികളിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു മുറിയിൽ കയറി കഥ അടയ്ക്കാനായി ഒരു അവസരം കിട്ടുമ്പോ സീനിയർ ഉദ്യോഗസ്ഥനെ കൂടെ കയറ്റുന്ന ആ സൈനികൻ ആരോണിനെ അകത്ത് കയറ്റാതെ ഡോർ ലോക്ക് ചെയ്യുന്നു. സീനിയർ ഉദ്യോഗസ്ഥൻ ഇത് കണ്ട് ഡോർ തുറക്കാനായി പറയുമ്പോ ഇല്ല, അവന്റെ സോംബി കടിച്ച കണക്ക് രക്തക്കറ കണ്ടതല്ലേ, അതുകൊണ്ട് അവൻ ഏത് സമയം സോംബിയായി മാറും, അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി മാനിച്ച് അവനകത്ത് കയറ്റാനായി ഞാൻ തയ്യാറല്ലെന്നായിരുന്നു ആ സൈനികൻ പറയുന്നത്. ഇതൊക്കെ ആരോൺ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട്. ആരോൺ കുറെ കഥക് തട്ടി നോക്കുന്നുണ്ടെങ്കിലും തുറക്കാത്തത് കൊണ്ടും സോംബികൾ അടുത്തേക്ക് എത്തുന്നത് കൊണ്ടും ആരോൺ തന്റെ കഥ കഴിഞ്ഞു എന്ന് തന്നെ ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും മുന്നേ യുവിന്റെ കാര്യത്തിൽ കണ്ട കണക്ക് തന്നെ ആ ഒരു ഡ്രിങ്ക്സ് അടിച്ചതിന്റെ എഫക്റ്റില് ആരോണിനെ അടുത്തെത്തുന്ന സോംബികൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ആരോണിന് ഭയങ്കര സമാധാനാവുന്നുണ്ട്. ഇപ്പോ ഈ ദേഹത്ത് സോംബി കടിച്ച കണക്ക് രക്തക്കറ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അത് ഒരു പക്ഷെ യുവിന്റേതുപോലെ മുന്നെങ്ങാനും സംഭവിച്ചതും പക്ഷെ എന്നാ അതിന്റെ സൈഡ് എഫക്ട് പതിയെ ശരീരത്താവുന്നതോ ഇതേ ഒരു സിമിലർ കേസാണ് നമ്മൾ യുവിൽ കണ്ടത്. പക്ഷെ യുവിന്റെ ശരീരത്തിൽ നിന്ന് ഡ്രിങ്ക്സിന്റെ കെട്ട് മാറിയപ്പോ അവൻ കംപ്ലീറ്റ് ആയി ഒരു സോംബിയായി മാറുകയും ചെയ്തിരുന്നു. എന്തായാലും തൽക്കാലത്തേക്ക് ആരോണിന് സോംബി ഒന്നും ചെയ്യാത്തപ്പോ ആരോൺ ഭയങ്കര ഹാപ്പിയായി മുറിക്കകത്തുള്ള ആ സൈനികരോട് നോക്ക്, ഒരു സോംബി എന്റെ തോളോട് തോള് നിൽക്കുന്ന കണ്ടോ, ഇവന്മാർ എന്നെ ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോ നിങ്ങൾ ഓക്കെ അല്ലേ എന്നെല്ലാം ആ സീനിയർ ഉദ്യോഗസ്ഥൻ തിരക്കുന്നുണ്ട്. ഞാൻ ഓക്കെ ആണെന്നല്ല പറയുന്ന ആരോണിനോട് സോറി എന്ന സീനിയർ
ഉദ്യോഗസ്ഥൻ പറയുമ്പോ നിങ്ങൾ എന്നോട് സോറി ഒന്നും പറയണ്ട, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി കഥ തുറക്കാനേ പറഞ്ഞപ്പോ നിങ്ങളുടെ കൂടെയുള്ള അവൻ ആ പറഞ്ഞതൊക്കെ ഞാൻ നന്നായിട്ട് കേട്ടു. എന്തായാലും എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും അവനോട് ഇതിന് ഞാൻ മാപ്പ് കൊടുക്കില്ല, കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു ആരോൺ അവിടെ വെല്ലുവിളിച്ച് സംസാരിച്ചുകൊണ്ട് കയ്യിലുള്ള ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ എടുത്ത് സോംബികളുടെ കൂടെ നിന്ന് ഡ്രിങ്ക്സ് അടിക്കാണ്. ഒരു പെഗ് വേണോന്നൊക്കെ ഇടയ്ക്ക് സോംബിയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ ജിസുവിനെ കാണുമ്പോൾ ജിസു ആ പാളത്തിലൂടെ നടക്കാറുന്നല്ലോ. പെട്ടെന്ന് അവളെ ആരോ വിളിക്കുന്ന കണക്ക് തോന്നുന്നു. അടിങ്ങും ആരെയും നോക്കുമ്പോൾ കാണുന്നില്ല, പക്ഷെ ആരാണ് വിളിച്ചതെന്ന ഒരു വിളി കേൾക്കുന്നത് കണക്ക് തോന്നി. ഇങ്ങനെ നോക്കുന്ന സമയത്താണ് അവൾ അവിടെ ഒരു റൂം ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ആ റൂമിന്റെ അവിടേക്ക് അവൾ ചെല്ലുമ്പോഴേക്കും അവിടുത്തെ റെയിൽവേ സ്റ്റാഫ്സിനൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള റൂമോ സ്റ്റോർ റൂമോ മറ്റാവാം, എന്തായാലും അവിടെ കുറേ സാധനങ്ങളുണ്ട്. അതിൽ ഇവൾക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഫുഡും ഒക്കെ ഉണ്ട്. ഒപ്പം തന്നെ വലിയൊരു സോ മെഷീനും അവൾ അവിടെ കാണുന്നു. ഈ ഒരു സമയത്ത് സ്വയരക്ഷയ്ക്ക് ആയുധം വളരെ അത്യാവശ്യമായതുകൊണ്ട് തന്നെ കണ്ടപാടെ അത് ജിസു നോട്ടം ഇടുന്നത് നമുക്ക് കാണാം. എന്തായാലും അപ്പോഴേക്കും കൂട്ടം തെറ്റിപ്പോയിട്ടുണ്ടായിരുന്ന സൈനികരൊക്കെ കൂടി അവരുടെ കയ്യിലുള്ള വോക്കി ടോക്കി വഴി കോണ്ടാക്ട് ചെയ്യാണ് പരസ്പരം. എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാവുന്നു. പക്ഷെ ആരോൺ ഇപ്പൊ ഇവരുടെ കൂടെ ഇല്ല എന്ന കാര്യവും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ആ രണ്ട് സൈനികർ, ആ സീനിയർ ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ ഒരു ജൂനിയർ സൈനികനും കൂടി ആരോണിന്റെ കാര്യം അവൻ കൂടെ ഇല്ലാന്നേ പറയുന്നുള്ളൂ. ഈ ജൂനിയർ ഉദ്യോഗസ്ഥൻ കൂടെ കൂട്ടാഞ്ഞതാണ് എന്നത് പറയുന്നില്ല. എന്തായാലും ഇവിടെ നിന്ന് ഇനി എങ്ങനെ രക്ഷപ്പെടും? നമ്മുടെ കയ്യിലുള്ള തോക്കുകളില് വെടിയുണ്ടകൾ കുറവാണ്, കുറച്ച് സ്ഫോടക വസ്തുക്കൾ കയ്യിലുണ്ട്. അതല്ലാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് മറ്റു വഴികളൊന്നുമില്ല. എങ്ങനെ കയ്യിലുള്ളത് ഉപയോഗിച്ച് സേഫ് ആയിട്ട് ഈ ബിൽഡിങ്ങിന് പുറത്ത് കടക്കും? ഇനിയും കുറച്ച് ഫ്ലോർ താഴേക്ക് പോകാനൊക്കെ ഉണ്ട്. അപ്പോ എങ്ങനെ സാധിക്കും? കാരണം എല്ലാ ഫ്ലോറിലും സോംബികൾ ഒരുപാടുണ്ട്. കയ്യിലുള്ള ആയുധം പെട്ടെന്ന് ഉപയോഗിച്ച് തീർത്താൽ ഭയങ്കര പണിയായി പോകുന്നത്. ഇനി എന്ത് ചെയ്യുന്നൊക്കെ അവർ ഭയങ്കരമായി ഡിസ്കസ് ചെയ്യാണ് വോക്കി ടോക്കിയിലൂടെ. ഈ സമയം ജിയയുടെ കൂടെ ഉണ്ടായിരുന്നത് ക്വാക്ക് എന്ന ആ ഒരു സൈനികനാണ്. ക്വാക്കിന് ജിയോയുടെ ഒരു താല്പര്യം ഇവിടെ വെച്ച് ജിയെ കണ്ടപ്പോ മുതലേ ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്ടം ഇപ്പൊ ഒരു പേപ്പറിൽ ഒരു ലവ് ലെറ്റർ കണക്ക് ജിയ്ക്ക് കൊടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി, മുന്നോട്ട് ജീവിക്കാനായി എനിക്കൊരു മോട്ടിവേഷൻ നീയാണ്. നീ എന്നെ ഇഷ്ടമാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോയി കഴിയുമ്പോൾ വിവാഹം കഴിക്കാനായി സമ്മതിക്കണം. എന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് പുറത്ത് എങ്ങനെയല്ലേ സേഫായി എത്തുക എന്ന ഒരു കാര്യത്തിന് എനിക്കുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ അതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ക്വാക്ക് സംസാരിക്കുമ്പോൾ ജിയ്ക്കും ക്വാക്കിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ഇവരിവിടെ ഈ ഒരു സോംബികളുടെ പ്രശ്നം നടക്കുന്നതിന്റെ ഇടയിലും അവരുടെ പ്രണയം തുടങ്ങാണ്. അപ്പോഴേക്കും കയ്യിൽ കിട്ടിയ ആ ഒരു സോ മെഷീൻ എടുത്തു നോക്കുന്ന ജിസുവിന് അത് കംപ്ലൈന്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ജിസു ആകട്ടെ ഭയങ്കര പ്രതീക്ഷയിലാണ് അത് എടുത്ത് നോക്കിയത്. കംപ്ലൈന്റ് ആണെന്ന് കാണുമ്പോൾ അങ്ങനെ അങ്ങ് വിട്ടുകളയാതെ വേഗം അതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് നോക്കി അത് റെഡിയാക്കാനായി ശ്രമിക്കുന്നുണ്ട്. കുറച്ചു നേരം പണിപ്പെട്ടിട്ടാണെങ്കിലും അത് റെഡിയാക്കി എടുത്ത ശേഷം അവൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, നീ ഏത് സോംബികളെയും നേരിടാമെന്ന ആ ഒരു ഭയങ്കര സന്തോഷത്തില് അങ്ങനെ ഇവിടെ നിന്ന് മുന്നോട്ട് പോകാനായി വേണ്ട ആവശ്യ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഇവരെങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാന്ന് പ്ലാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്ന ആരോൺ ആകട്ടെ ഇവരെ കോൺടാക്ട് ചെയ്ത് ഒരു ഐഡിയ കൊടുക്കുന്നു. ഇവരൊക്കെ ഉള്ള റൂമിന്റെ ഒരു ഭാഗത്ത് വെന്റിലേഷനുള്ള ഒരു ചെറിയ പാത്ത് ഉണ്ട്. അതുവഴി കയറി ഓൾറെഡി അതിൽ താൻ കുറച്ച് ആരോ മാർക്കൊക്കെ ഇട്ട് വെച്ചേക്കാം, അത് ഫോളോ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഈ ബിൽഡിങ്ങിന് പുറത്തേക്ക് കടക്കാന്ന്. അങ്ങനെ ആരോൺ പറഞ്ഞത് കേട്ട് ഇവരൊക്കെ കൂടി ആ ഒരു വെന്റിലേഷൻ പാത്ത് വഴി കയറി മുന്നോട്ട് പോകുന്ന സമയം ഏറ്റവും ബാക്കിലായിട്ടുള്ളത് ജിയയും ക്വാക്കുമാണ്. അവരുടെ പുറകിലായി സോംബികൾ എത്തുന്നുണ്ട്. ഈ സോംബികൾ എങ്ങനെ ഈ ഒരു വഴിയും കണ്ടുപിടിച്ച് വന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇത് ഇടുങ്ങിയ ഒരു പാസേജ് ആണല്ലോ. അപ്പൊ അതുവഴി സോംബികളും കൂടി വന്ന ആകെ പാടപ്പെടും. അങ്ങനെ ഇവരിവിടെ വലിയൊരു പ്രശ്നത്തിലായിരിക്കാണ്. ആരോൺ ഇവരെ മനഃപൂർവ്വം പെടുത്തിയതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും അത് നമുക്ക് അടുത്ത എപ്പിസോഡില് മനസ്സിലാവും. ഇതേ സമയം തന്നെ ജിസു നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങളും ആ ഒരു സോമിഷീനും എടുത്ത് പുറത്തേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം സോംബികൾ അവളെ ആക്രമിക്കാനായി വരുന്നവരെ അറഞ്ചം പുറഞ്ചം വെട്ടി നുറക്കുന്ന ജിസുവിനെ കാണിച്ചു കാണുന്നത്. ആരോൺ പറഞ്ഞു കൊടുത്ത വഴി പ്രകാരം ആ ഒരു വെന്റിലേഷൻ പാത്ത് വഴി എസ്കേപ്പ് ആകാമെന്ന രീതിയിൽ ഈ സോൾജേഴ്സ് ഒക്കെ കുറച്ച് പേര് കയറി പോയിട്ടുണ്ടായിരുന്നു. അവര് കയറി പോയ ശേഷമാണ് പിറകെ സോംബികൾ വരുന്നത്. ഇവർ അടുത്തെത്തുന്ന സോംബികളെ അങ്ങനെ കൊന്ന് മുന്നോട്ട് പോകാനായി ശ്രമിക്കുമ്പോൾ മുമ്പിൽ ഇനി വഴിയില്ല, അവിടെ ഒരു ഡെഡ് എൻഡ് ആണെന്ന് മനസ്സിലാവുന്നു. അതായത് മുമ്പിൽ പോകാനായി വഴിയില്ല, പിറകിലാണെങ്കിൽ സോംബികൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവരിവിടെ ആകെ പെട്ടിരിക്കുകയാണ്. ഇതേ സമയം ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ ജിസുവിനെ കാണുമ്പോൾ ജിസുവിന്റെ കയ്യിൽ ഒരു സോ മെഷീൻ ഉണ്ട്. അവൾ അത് വെച്ച് മുന്നിൽ വരുന്ന സോംബികളൊക്കെ ആക്രമിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനായി നോക്കുന്നു. കയ്യിലുള്ള ആയുധം കൊണ്ട് തലങ്ങും വിലങ്ങും സോംബികളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സത്യത്തിൽ പേടിച്ച് ഈ രക്തമൊക്കെ കാണുമ്പോൾ ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു തന്നെയാണ് അവൾ അതൊക്കെ ചെയ്യുന്നത്. രക്ഷപ്പെടാൻ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് അവൾ മുന്നോട്ട് പോകാനായി ശ്രമിക്കുന്നു. അപ്പോഴേക്കും ആ ഒരു വെന്റിലേഷൻ പാത്തിന്റെ ഒരു ഭാഗത്ത് നമ്മുടെ ക്വാക്കും ജിയയും ഒക്കെ ഉള്ള ഭാഗത്ത് സോംബീസ് ഉണ്ട്. അവരൊരു ഡെഡ് എൻഡിന്റെ അവിടെ കുടുങ്ങി പോകുന്ന ആ ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. പക്ഷെ മറുഭാഗത്ത് ആരോണും ജേയോണും ഇൻഹോയും കൂടെയുള്ള ആ ഒരു ഷെഫും കൂടി അവരുണ്ടായിരുന്ന ആ ഒരു വെന്റിലേഷൻ പാത്തിന്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വെടിയൊച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ ഈ വെന്റിലേഷൻ പാത്ത് വഴി വരാൻ നോക്കുന്ന ഏതോ ഒരു
സൈനിക ഗ്രൂപ്പ് സോംബികളെ നേരിടുകയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ മുന്നോട്ട് പോകുന്നത് സേഫ് ആണോ എന്ന രീതിക്കൊന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും ഞാൻ മുന്നോട്ട് പോകും, എനിക്ക് എങ്ങനെയല്ല ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന ഒരു രീതിക്ക് കൂടെ ഉണ്ടായിരുന്ന ഷെഫ് മുന്നോട്ട് പോകുന്നുണ്ട്. ജെയോണും മിൻഹോയും തടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഷെഫ് കേൾക്കാതെ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് ഇവർ കേൾക്കുന്നത് അയാളുടെ അലർച്ചയാണ്. ചെന്ന് നോക്കുമ്പോൾ ഒരു സോംബി ആ ഷെഫിന്റെ ചെവി കടിക്കുന്നുണ്ട്. വേഗം ഇവർ ആ സോംബിയെ കൊല്ലുന്നുണ്ടെങ്കിലും ഷെഫിന് അപ്പോഴേക്കും കടിയേറ്റിരുന്നല്ലോ. ഷെഫിനോട് ഇവർ പോവരുതെന്ന് പറയുന്നത് കേൾക്കാതെ ഷെഫ് പോയതാണ്. ഷെഫ് ആകട്ടെ അയ്യോ ഞാൻ സോംബി മാറുമോ എന്നൊക്കെ വെപ്രാളപ്പെടുമ്പോൾ ആരോൺ ആകട്ടെ ഷെഫിങ് വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ മറ്റൊരു സ്ഥലത്തേക്ക് പിടിച്ചു നിർത്തി ആൾക്ക് ഡ്രിങ്ക്സ് കൊടുക്കാനായി നോക്കുന്നു. കാരണം ഡ്രിങ്ക്സ് അടിച്ചാൽ ആ ഒരു എഫക്റ്റ് ശരീരത്തിൽ വരില്ല, സോംബി കടിച്ചാലും അത് കുറച്ചു നേരം മാറി നിൽക്കുക എന്നൊരു രീതിക്ക്. പക്ഷേ ആ ഒരു എഫക്ട് ആ ഒരു ഷെഫിന്റെ ശരീരത്ത് പ്രകടമാവുന്നുണ്ട്. ഷെഫ് ഒരു സോംബിയായി മാറി ഇവരെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങുമ്പോഴേക്കും രക്ഷപ്പെടാനായി ആരോൺ ആ ഒരു ഷെഫിനെ പിടിച്ച ഒരൊറ്റ തള്ളാണ്. താഴേക്ക് വലിയ താഴ്ചയായിരുന്നു, അങ്ങോട്ടേക്ക് വീണാൽ ഷെഫിന്റെ കഥ കഴിയുന്നു. ഇതേ സമയം നമ്മുടെ മറ്റേ ഗ്യാങ് പെട്ടിരിക്കുന്നിടത്ത് സോംബികൾ ഉണ്ടല്ലോ, ആ സോംബികളെ ആക്രമിക്കാനായി അവർക്ക് തിരിച്ച് വെടിവെക്കാനായി തോക്കിലെ വെടിയുണ്ടകളൊന്നുമില്ല. അത് ലോഡ് ചെയ്യാനായിട്ടുള്ള സാവകാശം അവർക്ക് കിട്ടുന്നില്ല. കാരണം സോംബികൾ ഇവർക്ക് നേരെ പാഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വേറെ എന്തോ ഒരു ശബ്ദം കേൾക്കാം. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇവർക്ക് നേരെ വരികയായിരുന്ന സോംബികള് തിരിഞ്ഞു പോകുന്നു. ആ ശബ്ദം ഉണ്ടാക്കുന്നത് മറ്റാരുമല്ല ആരോൺ ആണ്. ഇവിടെ ഇവർ കുടുങ്ങിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ആരോൺ അവനെ സോംബികൾ അറ്റാക്ക് ചെയ്യില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ വോക്കി ടോക്കിയിൽ വലിയ രീതിക്ക് സൗണ്ട് ഉണ്ടാക്കി അത് സോംബികളെ ആകർഷിച്ച് അങ്ങനെ മുന്നേ ഷെഫിനെ തള്ളിയിട്ട് ആ ഒരു താഴ്ചയിലെ ആ ഭാഗത്തേക്ക് ആ സോംബികളെ കൊണ്ടുവന്ന് അവയെ താഴേക്കിട്ട് അവയുടെ കഥ കഴിക്കുന്നുണ്ട്. തന്ത്രപരമായി ആരോൺ ഇവിടെ പ്രവർത്തിച്ച് വലിയൊരു ആപത്ത് ഇവിടെ ഒഴിവാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡൊക്കെ കഥ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ആരോൺ ഇനി വില്ലനാണോ, ഇവരെ ഈ ഒരു വെന്റിലേഷൻ പാത്തിലേക്ക് കൊണ്ടുവന്ന് ആരോൺ ട്രാപ്പിലാക്കുകയാണോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, ആരോൺ ഇപ്പോ ഇവരെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി മുന്നോട്ട് വല്ല വില്ലത്തര ചെയ്യുമെന്നും നമുക്കറിയില്ല, കണ്ടറിയാം. തൽക്കാലം ആരോൺ ഒരു ഹീറോ ആണ്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ജിയാകട്ടെ സോംബികളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് നേരെ ഭയങ്കര പുകമറയുള്ള ഒരു സ്ഥലത്തെത്തുന്നു. അവൾക്ക് പെട്ടെന്ന് കാഴ്ച മങ്ങുന്നുണ്ട്. കണ്ണൊക്കെ തിരുമ്മി നോക്കുമ്പോ മുന്നില് ജെയൂൺ. വളരെ സന്തോഷത്തിൽ അവൾ ജെയൂണിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവനാകട്ടെ ഒരു സോംബിയായി അവളെ അറ്റാക്ക് ചെയ്യാനായി വരുന്നു. പാതി ബോധം അവനുണ്ട്. ആ സമയത്ത് നീ എന്നെ കൊല്ല അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുന്നൊക്കെ അവൻ പറയുമ്പോ ഏതൊരു സാഹചര്യത്തിലും അത് സ്വന്തം ജീവൻ രക്ഷിക്കുക എന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അവനെ കൊല്ലുക എന്നത് അവൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആകെ പതറി നിൽക്കുന്നുണ്ട്. പക്ഷെ അവൻ സോംബിയായി എത്തുമ്പോഴേക്കും പെട്ടെന്ന് അവളുടെ ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. അതെ, ജെയൂൺ ഒരു സോംബിയായി അറ്റാക്ക് ചെയ്യാനായി വരുന്ന കണക്കൊക്കെ അവൾക്ക് തോന്നിയ ദുസ്വപ്നം മാത്രമായിരുന്നു. അവളാകട്ടെ സോംബികളുടെ അടുത്ത് നിന്ന് ഓടുന്നതിന്റെ ഇടയിൽ ഭയങ്കര ക്ഷീണം കാരണം ഒരു സ്റ്റെപ്പിന്റെ അടുത്തിരുന്ന് മയങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് വന്നൊരു ദുസ്വപ്നമാണ്. ഇപ്പൊ അത് സ്വപ്നമാണെന്ന് മനസ്സിലാക്കിയിട്ടും ജെയൂൺ എവിടെയാണ്, അവൻ സേഫ് ആയിരിക്കും എന്നൊക്കെ പല ചിന്തകൾ അവളെ അലട്ടുന്നുണ്ട്. അവളങ്ങനെ എന്തായാലും മുന്നോട്ട് പോകുമ്പോ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ട് കേൾക്കുന്ന ശബ്ദത്തെ പിന്തുടർന്ന് അവൾ നേരെ ചെല്ലുന്നത് അവിടെ ഒരു വലിയ റൂമിന്റെ അവിടെയാണ്. അവിടെയുള്ള കുറച്ച് സർവൈവേഴ്സിനാണ് അവൾ അവിടെ കാണുന്നത്. സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒത്തുകൂടിയിരിക്കുന്ന കുറച്ചു പേര്. അവരൊരു നേരം പോക്കിന് അവനങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ പാട്ട് പാടിയ ശബ്ദമായിരുന്നു അവൾ കേട്ടത്. അവൾ കുറച്ചു നേരം അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ തന്നെ അവർക്ക് കാണാൻ സാധിക്കാത്ത അവരുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഭയങ്കര സങ്കടത്തിലാണ് ഇരിക്കുന്നത്. എന്തായാലും അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ജെയൂണിനെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ജിസു. അവൾക്ക് അങ്ങനെ ചുമ്മാ അവിടെ ഇരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് പോകാനായി അവൾ ഒരുങ്ങുന്നു. അവിടെ എന്തൊക്കെയോ ആവശ്യ സാധനങ്ങളുടെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളോ ഒപ്പം ചെറിയൊരു സ്കൂട്ടർ കണക്കുള്ള എന്തോ ഒരു വണ്ടി അതും അവൾ എടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് മുന്നോട്ട് പുറപ്പെടുന്നത്. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സോംബികളെയൊക്കെ കൊന്ന് നമ്മുടെ സൈനികരും ആരോണും ഒക്കെ ഒത്തുകൂടിയിരിക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്ത് ജിയയുടെ കയ്യില് മുന്നേ സോംബികളെ വെടിവെക്കുന്നതിന്റെ ഇടയിൽ പരുക്ക് പറ്റിയിരുന്നു. അതും ജിയയുടെയും ക്വാക്കിന്റെയും കൂടെയുള്ള ഒരു സൈനികൻ ഇവർ ആ ഡെഡ് എൻഡിൽ കുടുങ്ങിപ്പോയ സമയം ഇവർക്ക് നേരെ എത്തിയ സോംബികളെ വെടിവെക്കുന്നതിന്റെ ഇടയിൽ അശ്രദ്ധമായി അങ്ങനെ വെടിവെച്ച് ജിയ്ക്ക് സംഭവിച്ച ഒരു പരുക്കാണ്. അത് ശ്രദ്ധിക്കുന്ന ക്വാക്കാകട്ടെ ആ സോൾജറിനോട് ആ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കാനായി തുടങ്ങുന്നു. കാരണം ജി അവന്റെ ഗേൾ ഫ്രണ്ട് ആണല്ലോ, അവൾക്ക് നൊന്തത് അവനെ നോവിച്ചു എന്ന രീതിയിൽ. പക്ഷെ ആ ഒരു സമയം ആ സൈനികൻ തിരിച്ച് അഹങ്കാരത്തിൽ മറുപടി പറയുന്നുണ്ട്. അതായത് ആ സമയത്ത് വെടിവെക്കും, നോക്കി കണ്ട് നിൽക്കേണ്ടത് അവളാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിന്റെ പേരിൽ ഇവർക്കിടയിൽ വഴക്കാവുമ്പോ അത് വാക്കേറ്റത്തിലേക്കും തോക്കെടുത്ത് ചൂണ്ടലിലേക്കും ഒക്കെ പോകുന്നുണ്ട്. ഈ സമയം ജെയൂണും ആ ഒരു സീനിയർ സൈനികനും കൂടി അത് തടയാനായി നോക്കുമ്പോഴേക്കും ആരോൺ ആകട്ടെ ഇതിപ്പോ വഴക്കുണ്ടാക്കേണ്ട സമയമല്ല, ഇവിടെ കാർഗോ ഷിഫ്റ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു ലിഫ്റ്റ് ഉണ്ട്. അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എനിക്കിപ്പോ പറയാൻ അറിയില്ല. പക്ഷെ അത് കണ്ടുപിടിച്ചാൽ സേഫ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് എത്താനായി സാധിക്കും. അതുകൊണ്ട് ആ ഒരു ലൊക്കേഷൻ കണ്ടെത്തുന്ന കാര്യത്തെ പറ്റി നമ്മളിപ്പോ അന്വേഷിക്കേണ്ട, അല്ലാതെ വഴക്കുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നെല്ലാം ആരോൺ അവരോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ആ ഒരു ലിഫ്റ്റ് അവര് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും അതിപ്പോ വർക്കിംഗ് കണ്ടീഷനിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആകെ നിരാശയാവുന്നുണ്ട്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുന്ന ആകെ ടെൻഷൻ ആകുമ്പോഴേക്കും ഈ വലിയ ഗ്ലാസ് ഡോറുകളും ഗ്ലാസ് വിൻഡോയും ഒക്കെ തുടയ്ക്കാനായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഓരോ ഫ്ലോർ വഴി മൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്പൺ ലിഫ്റ്റ് എന്ന് പറയാം, അതേ കണക്കാണ്. അപ്പൊ അത് അവിടെ ഉണ്ട്. അത് പക്ഷെ ഇവർ നിൽക്കുന്നതിന്റെ തൊട്ട് താഴത്തെ ഫ്ലോറിലാണ്
അതെങ്ങനെയും ഓണാക്കി മുകളിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് പോകുന്നത് മറ്റാരുമല്ല ജെയൂണാണ്. ജെയൂൺ അങ്ങനെ അവിടേക്ക് ചെന്ന് അത് ഓണാക്കി മുകളിലേക്ക് വന്ന് അങ്ങനെ ഇവരെല്ലാരും കൂടി ഒന്നിച്ചു കയറി അത് പ്രവർത്തിപ്പിച്ച് താഴേക്ക് പോകാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ പോയി ഒരു ഫ്ലോർ എത്തുമ്പോ അവിടെ ഒരുപാട് സോംബികളുണ്ട്. കറക്റ്റ് അവിടെ തന്നെ ഇതങ്ങ് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ജെയൂൺ അത് റെഡിയാക്കാനായി നോക്കുമ്പോൾ അവന് സാധിക്കുന്നില്ല. അങ്ങനെ ഇവർ അയ്യോ നമ്മൾ ഇനി എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ ആ ശബ്ദം കേട്ട് അവിടെ ഉണ്ടായിരുന്ന സോംബികൾ ഇവർക്ക് നേരെ തിരിഞ്ഞു വരുന്ന ഒരു ടൈം ജെയൂൺ ഒരുവിധം അത് റെഡിയാക്കാനായി സാധിക്കുകയും അതങ്ങനെ അവിടെ നിന്ന് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ഇവർ മുന്നേ ശബ്ദമുണ്ടാക്കിയത് കേട്ടെത്തിയ സോംബികൾ അവിടെയുള്ള ഗ്ലാസ് വിൻഡോയുടെ അടുത്ത് വന്നിങ്ങനെ മുട്ടുന്നുണ്ടായിരുന്നു. അവർ മുട്ടി ആ ഗ്ലാസ് വിൻഡോ പൊട്ടി ഇവരുള്ള ആ ഒരു ലിഫ്റ്റിന്റെ അങ്ങോട്ടേക്ക് ഇതെല്ലാം മറിഞ്ഞടിച്ച് വീഴുമ്പോ ലിഫ്റ്റിന്റെ ഒരു ഭാഗത്തെ ആ ഒരു ഹാങ്ങിങ് പൊട്ടി അത് തൂങ്ങുന്നുണ്ട്. നേരെ അത് ഒരു ഫ്ലോറിന്റെ വിൻഡോയിലേക്ക് ഇടിച്ചു കയറി നിൽക്കുമ്പോൾ ആ ലിഫ്റ്റ് നിൽക്കുന്നത് ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെ ആ ഒരു ഫ്ലോറിലേക്ക് ഇറങ്ങുന്നു. പക്ഷെ ജെയൂണിന് ഇറങ്ങാൻ സാധിക്കും മുന്നേ അത് മറിഞ്ഞ് താഴേക്ക് പോകുന്നുണ്ട്. ജെയൂൺ അതിനോടൊപ്പം തന്നെ മറിഞ്ഞു പോയെങ്കിലും അവൻ താഴേക്ക് അങ്ങനെ വീഴാതെ മറ്റൊരു ഫ്ലോറിൽ രക്ഷപ്പെട്ട് കയറുന്നുണ്ട്. പക്ഷെ അത് ഇവർക്കറിയില്ല. ഇവർ നോക്കുമ്പോൾ അവൻ താഴ്ചയിലേക്ക് മറിഞ്ഞു വീണു. അവന് അപകടം സംഭവിച്ചെന്നാണ് ഇവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഹു ആകട്ടെ എനിക്ക് അവന്റെ അടുത്ത് പോകണം, അവനെങ്ങനെ താഴെ വീണ് ബോധം കെട്ട അവസ്ഥയിലാണുള്ളതെങ്കിൽ എനിക്ക് അവനെ രക്ഷപ്പെടുത്തണം, എനിക്ക് അവന്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ മുന്നേ ജിയെ പരിക്കേൽപ്പിച്ച ക്വാക്കിനോട് വഴക്കുണ്ടാക്കി അതേ സോൾജർ ഇല്ലേ, അയാളിപ്പോ നിനക്ക് ഇന്ന് വട്ടാണോ, അവൻ ചത്ത് കാണുന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ജിയോണിനെ രക്ഷപ്പെടുത്തണമെന്നുണ്ട്. കാരണം രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് എന്തായാലും ഉറപ്പില്ല. എന്നാൽ അവൻ താഴ്ചയിലേക്ക് വീണല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു ചാൻസിൽ അവനെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ജെയൂണാണ് ഇപ്പൊ ഇവർക്ക് ആ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്ത് കൂടെ ഉണ്ടായിരുന്നത്. അതുപോലെ ഇവരുടെ കൂട്ടത്തിൽ ഒരാളല്ലേ അവൻ. അപ്പൊ ആ ഒരു മനുഷ്യപ്പറ്റ്. പക്ഷെ ഈ സോൾജർക്ക് അതൊന്നും ഇല്ല. നിങ്ങൾക്കൊക്കെ വട്ടാണോ, നമ്മുടെ കൂടെ കുറെ പേരുണ്ടായിരുന്നു, എല്ലാവരും ചത്തുപോയി, അതുപോലെ ഒരാൾ മാത്രം അവൻ, അല്ലാതെ വലിയ സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ലാന്നും പറഞ്ഞ് ജെയൂണിന്റെ കാര്യത്തിൽ ഇവരോട് വഴക്കുണ്ടാക്കുന്നു. ഇവരൊക്കെ അവനെ എതിർക്കുന്നുണ്ടെങ്കിലും അവനാകട്ടെ ഇവിടെ നിന്ന് പോയാല് സേഫ് ആയിട്ട് ഇരിക്കാന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്രയോ പേര് മരിച്ചു, നമ്മൾ ഇത്രയെങ്കിലും സേഫ് ആയിട്ട് ഇരുന്നില്ല, ഇനി മുന്നോട്ട് സേഫ് ആയിട്ട് ഇരിക്കണമെങ്കിൽ എടുത്തു ചാടി പ്രവർത്തിക്കരുത് നമുക്ക് കൂടെയുള്ളവരോട് പറയുമ്പോൾ അവർ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. ഈ സൈനികൻ പറഞ്ഞു വരുന്നത് ജെയൂൺ എന്തായാലും എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലേ താഴേക്ക് വീണത്, അവൻ ജീവനോട് ഉണ്ടാവില്ല, അതുകൊണ്ട് ചത്ത ഒരാളെ അന്വേഷിച്ചു പോയി ബാക്കിയുള്ളവരും കൂടി അപകടത്തിൽപ്പെടരുത് എന്ന രീതിയിലാണ്. ഇവർക്ക് അറിയില്ലല്ലോ ജെയൂൺ സേഫായി മറ്റൊരു ഫ്ലോറിൽ ഉണ്ടെന്ന്. എന്തായാലും ആ ഫ്ലോറിലുള്ള ജെയൂൺ ആ വീഴ്ചയിൽ ബോധം കെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പതിയെ അവൻ ബോധം തെളിഞ്ഞ് കണ്ണൊക്കെ തുറക്കുമ്പോഴേക്കും ഈ ഒരു ബൊമ്മയുടെ ഒക്കെ വേഷം ധരിച്ച് മോളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആളുകളെ എന്റർടൈൻ ചെയ്യിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരില്ലേ, അപ്പൊ അതേ കണക്ക് ജോലി ചെയ്യുന്ന ഒരാള് സോംബിയായി മാറി ജെയൂണിന്റെ അടുത്തിരുന്ന് തട്ടുന്നുണ്ടായിരുന്നു. ആ തട്ടലിലാണ് അവന് ബോധം വന്നത്. പെട്ടെന്ന് അവന് ഇത് സോംബി ആണെന്ന് മനസ്സിലായില്ല. ആ ഒരു മുഖം മാസ്ക് മാറ്റി കാണുമ്പോഴാണ് അയ്യോ ഇത് സോംബി ആണല്ലോ എന്ന് അവന് മനസ്സിലാവുന്നത്. വേഗം തന്നെ ആ മാസ്ക് എടുത്ത് അവൻ തിരിച്ചു വെച്ചു കൊടുക്കുന്നു. ആ മാസ്കിന്റെ അകത്തോടെ ആൾക്ക് കടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ അപ്പൊ രക്ഷപ്പെടുന്നുണ്ട്. എങ്ങനെ ഇവിടെ നിന്ന് ഇനി ഇങ്ങനെ രക്ഷപ്പെടും, താൻ ഇവിടെ ഒറ്റപ്പെട്ടു പോയില്ലോ എന്ന് മനസ്സിലാക്കുന്ന ജെയൂൺ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ കുറച്ച് താഴ്ചയിലാണ്. പക്ഷെ ഇവിടെ നിന്ന് ചാടിയാല് താഴേക്ക് സേഫായി ലാൻഡ് ചെയ്യുമോ എന്ന് അറിയില്ലല്ലോ. അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ ആ ഒരു സോംബിയെ താഴേക്ക് ഇടുന്നു. ആ സോംബി താഴേക്ക് വീണ് നൈസായിട്ട് എണ്ണീറ്റ് പോകുന്നത് കാണുന്ന അവന് അയാള് താഴേക്ക് വീണിട്ടൊന്നും പറ്റിയില്ല. ഒരുപക്ഷെ ആ ഒരു കോസ്റ്റ്യൂമിന്റെ ഗുണം കൊണ്ടാകാം. അപ്പൊ താനും അതേ കണക്ക് ഇവിടെ ഇരിക്കുന്ന കോസ്റ്റ്യൂം എടുത്തിട്ടാല് തനിക്കും സേഫായി ചാടി ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന രീതിക്ക് അവൻ അവിടെ നിന്ന് ആ കോസ്റ്റ്യൂം ധരിച്ച് ചാടുന്നത് നമുക്ക് കാണാം. ജെയോണിന് എന്ത് പറ്റി, അവൻ സേഫായി ലാൻഡ് ചെയ്യുമോ എന്നത് ഇപ്പൊ അറിയില്ല. എന്തായാലും അപ്പോഴേക്കും ജിസുവിനെ നമ്മൾ കാണുമ്പോഴേക്കും അവൾ വീണ്ടും ജെയോണിനെ കാണാനായി യാത്ര പുറപ്പെടുന്നുണ്ടല്ലോ. പക്ഷെ ആ ഒരു സമയത്ത് അവളുടെ മുന്നിലേക്ക് വരുന്നത് മുന്നേ ഇവരുടെ കയ്യിൽ നിന്ന് കാർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അതേ കണക്ക് ഈ ഒരു സമയത്ത് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റാനായി നടക്കുന്ന ഒരു കൂട്ടം സൈക്കോകളാണ്. അവർ ജിസുവിന്റെ കയ്യിലുള്ള ആ ഒരു സോ മെഷീനും കാര്യങ്ങളും അടിച്ചു വാങ്ങി എന്ന് മാത്രമല്ല അത് വെച്ച് അവളെ അറ്റാക്ക് ചെയ്യാൻ പോലും ശ്രമിക്കുന്നുണ്ട്. അവളെ കൊല്ലാൻ പോലും അവർ ആ സമയം ശ്രമിക്കുകയാണ്. അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുന്നോട്ട് ഓടുന്ന ജിസു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ജീവൻ രക്ഷപ്പെടുത്താനായി മുകൾ നിലയിൽ നിന്ന് രണ്ടും കൽപ്പിച്ച് താഴേക്ക് ചാടിയ ജെയൂൺ ഒരു ഭാഗത്ത്. ജെയോൺ അവനുണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഫ്ലോറിൽ ഒറ്റപ്പെട്ടു പോയിരുന്നല്ലോ. അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരു ബണ്ണി കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ആ ഒരു ഫ്ലോറിൽ നിന്ന് ജെയോൺ താഴേക്ക് ചാടിയിരുന്നു. ആള് സേഫായി ലാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചാട്ടത്തിൽ ആ ഒരു ഡ്രസ്സ് ഒന്ന് കീറിപ്പോയി. എന്തായാലും ആൾക്ക് കുഴപ്പമൊന്നുമില്ല, അത് തന്നെ വലിയ ഭാഗ്യം. ഇതേ ടീം ജിസു ആകട്ടെ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവളെ ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കാനായി വരുന്നു. അവളുടെ കയ്യിലുള്ള ആ സോ മെഷീനൊക്കെ അടിച്ചു മാറ്റിയത് മാത്രമല്ല അവളെ അത് വെച്ച് അപായപ്പെടുത്താനും അവർ ശ്രമിക്കുന്നുണ്ട്. ഏതാണ്ട് അവളെ കൊന്നേ അടങ്ങും എന്ന രീതിക്കായിരുന്നു അവരുടെ പെരുമാറ്റം. അവരിൽ നിന്ന് രക്ഷപ്പെടാനായി ജിസു മുന്നോട്ട് ഓടുന്നു. അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ട്രെയിൻ കണ്ട അവൾ അതിനകത്തേക്ക് കയറി ഓരോ കമ്പാർട്ട്മെന്റായി മുന്നോട്ട് ഓടി പോവാണ് ഇവരിൽ നിന്ന് രക്ഷപ്പെടാനായി. പക്ഷെ അവർ വിടാതെ അവളുടെ പിറകെ തന്നെയുണ്ട്. അങ്ങനെ മുന്നോട്ട് ഓടി ജിസു ഒരു കമ്പാർട്ട്മെന്റിന്റെ ഡോറ് തുറക്കുമ്പോഴേക്കും അവൾ ആകെ ഞെട്ടിപ്പോന്നു. കാരണം മുന്നിലെ ആ കമ്പാർട്ട്മെന്റ് നിറയെ
വലിയ സോംബികളെയാണ് അവൾ കാണുന്നത്. മുമ്പോട്ട് പോകാൻ സാധിക്കില്ല, പുറകോട്ട് പോയ ആക്രമികളുടെ കയ്യിലും പെടും. അങ്ങനെ മുമ്പോട്ടും പുറകോട്ടും പോകാൻ പറ്റാതെ ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ഒരു പിടുത്തമില്ലാതെ അവിടെ പെട്ടുപോയിരിക്കുന്ന ജിസുവിനെ കാണിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ ജെയുനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ്ങിലെ ബാക്കി സൈനികരെയും ജിയെയും ആരോണിനെയുമാണ് ഇപ്പോ കാണുന്നത്. അവരിപ്പോഴും ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ പെട്ടിരിക്കുകയാണ്. അവർക്ക് ജെയുൺ സേഫായി പുറത്തിറങ്ങി എന്നതറിയില്ല. ഇവരുടെ അടുത്ത് നിന്ന് ജെയുൺ വേർപെട്ട് പോയപ്പോ അവൻ മരിച്ചു എന്നതാണ് ഇവർ കരുതുന്നത്. അങ്ങനെ ആരോൺ ആകട്ടെ അവരുള്ള ഫ്ലോറിൽ ഇവരെ ആക്രമിക്കാനായി എത്തുന്ന സോംബികളെ പിടിച്ച് താഴേക്ക് തള്ളി ഇട്ടോണ്ടിരിക്കുകയാണ്. ഈ ഒരു ശബ്ദം പുറത്തുണ്ടായിരുന്ന ജെയുൺ കേൾക്കുന്നു. അവൻ ഈ ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഇൻഹോയും ആരോണും ഇങ്ങനെ തള്ളിയിടുന്ന കാഴ്ച കണ്ട് അവൻ ഇവരപ്പോ അപകടത്തിൽപ്പെട്ടിട്ടില്ല, സേഫ് ആയിട്ടുണ്ടല്ലോ ഒന്ന് സമാധാനമാവുന്നു. ഇവനിവിടെ സേഫ് ആണെന്നത് അവരെ അറിയിക്കാനായി വേഗം കയ്യിലുള്ള വോക്കി ടോക്കി കണക്ട് ചെയ്ത് അവരുമായി കോണ്ടാക്ട് ചെയ്യാനായി നോക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് ദൂരെ നിന്നിങ്ങനെ നല്ല ശബ്ദം ഉണ്ടാക്കി അവരുടെ ശ്രദ്ധ ആകർഷിക്കുമ്പോൾ ആ ഒരു ശബ്ദം ഇൻഹോയും ആരോടും കേൾക്കുന്നുണ്ട്. അവർ നോക്കുമ്പോൾ ജെയുൺ അവൻ അപകടത്തിൽപ്പെട്ടിട്ടില്ല, അവൻ സേഫ് ആയിട്ടുണ്ട് എന്ന ഒരു കാര്യം ഇവരെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ വോക്കി ടോക്കി കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ജെയുൺ അവരോട് പറയുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങുക, ഇവിടെ വലിയ സോംബികളുടെ ശല്യമൊന്നും ഇല്ല എന്നൊക്കെയാണ്. പക്ഷെ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും എന്നൊരു പിടുത്തവും ഇല്ല. ആ സമയം ജെയുണിന് ഒരു ഐഡിയ വരുന്നു. അവിടെ വലിയൊരു കയറ് കാണുന്ന ജെയുൺ അത് ഇവർക്ക് ആ ഒരു ബിൽഡിംഗ് ഇവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ കയറിന്റെ ഒരറ്റം ഇവിടെ എവിടെയെങ്കിലും കെട്ടാം, നിങ്ങൾ എന്നിട്ട് അതിൽ പിടിച്ച് ഇങ്ങോട്ട് തൂങ്ങി ഇറങ്ങാനായി പറയുന്നു. അങ്ങനെ അവനത് കെട്ടുന്നുണ്ട്. പക്ഷെ ആരാദ്യം ഇറങ്ങുമെന്നൊരു പേടി അവർക്കിടയിൽ ഉണ്ടായിരുന്നു. കാരണം നല്ല ഹൈറ്റിലൂടെ ഇങ്ങനെ ഊർന്നിറങ്ങി വരണം. ഇൻഹോ ഒക്കെ ഭയങ്കര പേടിയിലാണ്. ഈ സമയം മറ്റേ പ്രശ്നം ഉണ്ടാക്കുന്ന സൈനികൻ ഞാൻ പോകാം, ഇവിടെയുള്ള സോംബികളുടെ കടി കൊള്ളുന്നതിൽ നല്ലത് താഴെ വീണ് ചാവുന്നെങ്കിൽ ചാവട്ടെ എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങുന്നുണ്ട്. ഇൻഹോയ്ക്കാണ് ഭയങ്കര പേടി, സോംബികളുടെ കടി കൊള്ളുന്നത് ഓർക്കാൻ കൂടി വയ്യ എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കര ടെൻഷനിലാണ്. ഇൻഹോ ആയിട്ട് ഇറങ്ങി പോയില്ല എന്ന് മനസ്സിലാക്കുന്ന ക്വാക്കാട്ട് ഇൻഹോയുടെ ദേ അങ്ങോട്ട് നോക്കിയ മുറ്റത്തൊരു മൈന എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് അവന്റെ ശ്രദ്ധ തിരിപ്പിച്ച് ഒരൊറ്റ തള്ളായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാറി പിന്നെ ഇൻഹോ നന്നായി മുന്നോട്ട് പോകുന്നില്ല. പോകുന്ന വഴി എല്ലാം കരഞ്ഞു കൂവി ബഹളം വെച്ചാണെങ്കിലും ഒരുവിധം അവൻ സേഫായി താഴെ എത്തുന്നുണ്ട്. ജെയുണിനെ കണ്ടപാടെ സന്തോഷത്തിലെ കെട്ടിപ്പിടിക്കുന്നു. കാരണം ജെയുൺ മരിച്ചു എന്ന് കരുതി ഇൻഹോ ഭയങ്കര സങ്കടത്തിലായതായിരുന്നു. ഇപ്പൊ കാണുമ്പോഴാണ് സമാധാനം ആവുന്നത്. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഓരോരുത്തരായി ഇറങ്ങുകയാണ്. ഇതേ സമയം നമ്മൾ ജിസുവിനെ കാണുമ്പോഴേക്കും ജിസു ആകട്ടെ മുമ്പോട്ട് ഇനി എങ്ങനെ പോകും, മുമ്പിലെ സോംബികൾ, പുറകോട്ട് പോയ ആക്രമികള്, എന്തായാലും മരണം ഉറപ്പ്, ഇനി എന്ത് ചെയ്യുന്ന രീതിക്ക് പെട്ടുപോയി നിന്ന ആ ഒരു സ്ഥലമില്ലേ, അവൾ നിന്ന ആ ഒരു സ്ഥലത്തിപ്പോ ആ ആക്രമികൾ എത്തുമ്പോഴേക്കും അവിടെ അവളെ കാണുന്നില്ല. പകരം അവൾ തലയിൽ വെച്ചിരുന്ന ആ ഒരു ലൈറ്റ് ഉള്ള ക്യാപ്പ് അവിടെ തറ കിടപ്പുണ്ട്. അപ്പൊ അവൾ അകത്തേക്ക് തന്നെ പോയിട്ടുണ്ടാവുന്ന ഉറപ്പിച്ച് അവന്മാർ ആ ഒരു കമ്പാർട്ട്മെന്റിന്റെ ഡോറ് തുറക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സോംബികൾ ഇവന്മാര് കണ്ടിരുന്നില്ല. ഇപ്പൊ അതെല്ലാം കൂടി ഇരച്ച് അവരുടെ നേരെ എത്തി ആക്രമിക്കുകയാണ്. മുന്നേ ജിസു കണ്ടപ്പോ അവര് കുറച്ച് ദൂരെയായിരുന്നു, പതിയെ പതിയെ മുന്നോട്ട് വരെയായിരുന്നു. ഇവന്മാര് വന്ന് തുറന്നപ്പോഴേക്കും ഫുൾ അത് അടുത്തെത്തി ആക്രമിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് നമ്മൾ കാണുന്നത് ജിസു അവിടെ ഈ ഒരു ലഗേജ് ഒക്കെ വെക്കാനേ മുകളിൽ ഒരു റാക്ക് ഉണ്ടല്ലോ അവിടെ കയറി ശബ്ദം ഉണ്ടാക്കാതെ ഒളിച്ചിരിക്കായിരുന്നു. അവൾ പർപ്പസ്ഫുള്ളി ക്യാപ്പ് അവിടെ കമ്പാർട്ട്മെന്റ് ഡോറിന്റെ അടുത്തായി ഇട്ടിരുന്നതാണ് ഇവന്മാരെ ഇങ്ങനെ ട്രാപ്പിലാക്കാനായി. എന്തായാലും അത് സക്സസ് ആയി. അങ്ങനെ അവന്മാര് സോംബികളുടെ അടുത്ത് പെട്ട് സോംബികൾ അവന്മാരെ കൈയേറ്റം ചെയ്യുന്ന കാര്യത്തിൽ ബിസി ആയിട്ടിരിക്കുമ്പോഴേക്കും ജിസു നൈസായി ശബ്ദം ഉണ്ടാക്കാതെ ആ ഡോർ അടച്ച് ആ ഒരു ട്രെയിനിന് പുറത്തേക്ക് ഇറങ്ങുന്നു. അതായിരുന്നു അതിന്റെ ലാസ്റ്റ് കമ്പാർട്ട്മെന്റ്. അങ്ങനെ അവൾക്ക് ഈസിയായി പുറത്തിറങ്ങാനായി സാധിച്ചു. പക്ഷെ ഇനി എങ്ങോട്ട് പോകണം എന്നൊരു പിടുത്തമില്ലാതെ അവൾ നിൽക്കുമ്പോഴേക്കും അവിടെ ഒരു പെൺകുട്ടി ജിസുവിനെ കണ്ട് അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. അതാരാ എന്താണെന്ന് അവൾക്ക് അറിയില്ലെങ്കിലും ജിസു വേഗം അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നു. എല്ലാവരും ചീത്ത ആളുകളാകണമെന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ വീണ്ടും ജെയോണൊക്കെ ഉള്ള സ്ഥലം കാണുമ്പോഴേക്കും ഓരോരുത്തരായി ആ ഒരു കയറ് വഴി ഊർന്നിറങ്ങി ജെയോന്റെ അടുത്തെത്തി സേഫ് ആയി നിൽക്കുന്നുണ്ട്. ഇനി ഇറങ്ങാനായിട്ട് ആരോണും ഇപ്പോ അവരുടെ കൂടെയുള്ള ആ ഒരു സീനിയർ ഉദ്യോഗസ്ഥനും മാത്രമേ ഉള്ളൂ. ആരോൺ ഇറങ്ങിയ ശേഷം ഇനി ആ സീനിയർ ഉദ്യോഗസ്ഥൻ ഇറങ്ങേണ്ട ചാൻസ് ആകുമ്പോഴേക്കും അയാൾ ഇറങ്ങുന്നില്ല. മറിച്ച് ഇവരെ ഇങ്ങനെ സേഫ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ കൈ പൊക്കി കാണിക്കുകയാണ്. എന്താണെന്ന് പെട്ടെന്ന് ആർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീടാണ് വോക്കി ടോക്കി വഴി ആള് ഞാൻ വരുന്നില്ല, എന്നെ സോംബി കടിച്ചു, നിങ്ങൾ സേഫ് ആയിട്ടിരിക്കും, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപകടമാണ് എന്നെല്ലാം പറയുന്നത്. അത് കേൾക്കുന്ന ജെയ്യൂൺ ഒരു കുഴപ്പമില്ല സാറിങ് വാ, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൺവിൻസ് ചെയ്ത് കൂടെ കൂട്ടാനായി നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഉദ്യോഗസ്ഥൻ ചെല്ലുന്നേയില്ല. താൻ കാരണം അവർക്ക് പ്രശ്നം ഉണ്ടാവരുതെന്ന രീതിയിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു. ആ ഉദ്യോഗസ്ഥൻ പറയുന്നതായിട്ട് അദ്ദേഹത്തെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാനായി ഇവരാരും തയ്യാറില്ല. ഒരുപാട് ഇവർ കൺവിൻസ് ചെയ്യാനായി നോക്കുന്നുണ്ട്. സാർ കൂടെ വാ കൂടെ വാ കൂടെ വാ എന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും തന്നെ ഇങ്ങനെ കണ്ടോണ്ട് നിന്നാ അവർ പോവാതെ ഇവിടെ തന്നെ നിൽക്കുമെന്ന് മനസ്സിലാക്കുന്ന ആ ഉദ്യോഗസ്ഥൻ ഞാൻ വരുന്നില്ല എന്ന് തീർത്തു പറഞ്ഞ് അവരോട് ഇവിടെ നിന്ന് പോകാനായി ആവശ്യപ്പെട്ട് അവരുടെ കൺവെട്ടത്തുനിന്ന് മാറി നിൽക്കുന്നു. ഇവരൊക്കെ ഭയങ്കര സങ്കടത്തിലാവുന്നുണ്ട്. ഇവർക്ക് തിരിച്ചുപോയി അദ്ദേഹത്തെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ലല്ലോ. അദ്ദേഹം ഒട്ടുമായിരുന്നില്ല. അങ്ങനെ വീണ്ടും നമ്മൾ ജിസുവിനെ കാണുമ്പോഴേക്കും ആ ഒരു പെൺകുട്ടി ജിസുവിനെ സേഫ് ആയ ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഫോൺ വിളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ജിസു വേഗം തന്നെ അവളുടെ വീട്ടിലേക്ക് വിളിക്കുന്നു. ജിസുവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൾക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അമ്മയ്ക്ക് സമാധാനാവുന്നത്. നീ എവിടെയാണെന്ന് അമ്മ ചോദിക്കുമ്പോ അമ്മയ്ക്ക് അറിയാലോ ഞാൻ ജിയോണിനെ കാണാനായി പുറപ്പെട്ടപ്പോ ഇങ്ങനെ ഒരു കാര്യത്തിൽ പെട്ടുപോയി. എന്തായാലും ഞാൻ മടങ്ങി വരും അമ്മ. അമ്മ വീടിന് വെളിയിറങ്ങാതെ സേഫായി തന്നെ ഇരിക്കുക. വീടിന് വെളി ഒട്ടും സേഫ് അല്ല. സോംബികൾ മാത്രമല്ല വേറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവൾക്കറിയാലോ. അതുകൊണ്ട് അത്ര ഡീറ്റെയിൽഡായി പറയുന്നില്ലെങ്കിലും വീട്ടിൽ തന്നെ സേഫായി ഇരിക്കുക അമ്മ എന്ന് പറഞ്ഞ് അവൾ സംസാരിക്കുമ്പോഴേക്കും കൂട്ടിക്കൊണ്ട് വന്ന പെൺകുട്ടി ഉണ്ടല്ലോ പുള്ളിക്കാരി
അധികം സംസാരിക്കണ്ട, ശബ്ദം കേട്ട് ആരെങ്കിലും വരും എന്ന രീതിക്ക് അവൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം മുന്നേ ജിസുന്റെ അടുത്ത് വന്ന കണക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ആരെങ്കിലും വന്നാല് പിന്നെ അത് പ്രശ്നമാണല്ലോ, ആ രീതിക്ക് പറയുന്നു. അങ്ങനെ ജിസു പെട്ടെന്ന് അമ്മയുടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ വിളിക്കാന്നും പറഞ്ഞു. അതിനുശേഷം ഈ പെൺകുട്ടിയോട് ജിസു സംസാരിക്കുകയാണ്. അങ്ങനെ ഇവർ ഇവിടെ പരിചയപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ജയൂണും ഗ്യാങ്ങും ആ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ കൂടെ ചെല്ലാത്തത് കൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോയിരുന്നു. അവരിപ്പോ എത്തി നിൽക്കുന്നിടത്ത് കുറെ കാറുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു കാറിൽ ഇവർക്ക് കയറിയാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാം. പക്ഷെ കാറും താക്കോലും കിട്ടണ്ടേ, അതുകൊണ്ട് തന്നെ തറയിൽ ഏതെങ്കിലും കാറിന്റെ താക്കോലുണ്ടോ എന്ന് അന്വേഷിക്കാനും അതുവഴി ആ ഒരു താക്കോല് കിട്ടിയാൽ അങ്ങനെ അതിന്റെ കാറിൽ കയറി രക്ഷപ്പെടാമെന്നും അവർ പ്ലാൻ ചെയ്ത് തറയിലെല്ലാം അരിച്ചു പെറുക്കുമ്പോൾ ഇൻഹോയ്ക്ക് ഒരു കാറിന്റെ താക്കോല് കിട്ടുന്നുണ്ട്. അതിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും അവിടെ അതിന്റെ കാറ് അവർക്ക് ഇൻഡിക്കേഷൻ ലഭിക്കുന്നു. തുടർന്ന് ആ ഒരു കാറിൽ ചെന്ന് കയറി എല്ലാവരും പോകാനായി തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് കൂട്ടത്തിൽ ഒരാൾ മിസ്സിംഗ് ആണല്ലോ എന്ന കാര്യം ജയൂൺ ശ്രദ്ധിക്കുന്നത്. ഇടയ്ക്ക് വെടിവെച്ചപ്പോ ജിയയുടെ കൈക്ക് പരിക്കേറ്റെന്നും പറഞ്ഞ് ക്വാക്ക് ഒരു സൈനികനെ അടിച്ചിരുന്നല്ലോ, ആ സൈനികനാണ് ഇപ്പൊ മിസ്സിംഗ് ആയിട്ടുള്ളത്. എവിടെ അവനെന്ന് ജയൂൺ ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഈ കാറിന്റെ കാര്യം അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവനായിട്ട് ഞാൻ വരുന്നില്ല പോവാന്നും പറഞ്ഞ് പോയിരുന്നു എന്ന് ജിയ പറയുമ്പോ, എന്നിട്ട് ഞാനത് അറിഞ്ഞില്ലല്ലോ, അവൻ പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ അവനെ വിടാൻ പറ്റുമോ, എന്തുകൊണ്ട് അവനെ വിളിക്കാൻ ഞാനൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ജിയ ഒന്നും മിണ്ടുന്നില്ല. കാരണം അവനൊരു പ്രശ്നക്കാരനാണല്ലോ. അപ്പൊ ജിയ പിന്നെ അത് വലിയ മൈൻഡ് ആക്കിയില്ല. ഇനിയിപ്പോ അവൻ എവിടെ പോയി എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവനെ പോയി വിളിച്ചോണ്ട് വരലൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേറെ വഴിയില്ല, മുന്നോട്ട് പോകാം എന്ന രീതിക്ക് എത്തുന്നു. അങ്ങനെ ഇവരിവിടെ കാറെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ ആ ഒരു സൈനികനെ കാണുന്നത്. ആളാകട്ടെ മനഃപൂർവ്വം ഇവരുടെ കൂടെ പോഞ്ഞാണ്. അയാൾ നേരെ പോകുന്നത് ആ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ വന്നില്ലല്ലോ ആളെ അന്വേഷിച്ചാണ്. താൻ കടിയേറ്റിരിക്കുന്നു, താൻ അധികം വൈകാതെ സോംബിയായി മാറി കൂടെയുള്ളവരെ ആക്രമിക്കും എന്ന കാര്യം കൊണ്ട് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി കൂടെ പോവാതെ മാറി നിന്ന ആ ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോ മുഴുവൻ ഒരു സോംബിയായി മാറിയിരുന്നു. ആളുടെ അടുത്തേക്ക് ചെന്ന് ആളെ കാണാനായിട്ടാണ് ഈ ഒരു സൈനികനും മറ്റവരുടെ കൂടെ പോവാതെ ഇവിടെ നിന്നത്. മറ്റൊന്നുമല്ല, ഈ ആർമിയിൽ ജോയിൻ ചെയ്ത ഒരു സമയം തൊട്ട് ഈ ഒരു സൈനികന്റെ വലിയൊരു സപ്പോർട്ട് സിസ്റ്റമായി കൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞും ചെയ്തും കൊടുത്ത് വലിയൊരു കൂട്ടായി ഉണ്ടായിരുന്നത് ആ ഒരു സീനിയർ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ആളിങ്ങനെ ഒരു സോംബിയായി ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ അങ്ങനെ അങ്ങ് ഇട്ടിട്ട് പോകാനായി ഈ ഒരു സൈനികന് തോന്നിയില്ല. തന്നെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തു കൊടുത്ത് നോക്കിയിരുന്ന ആ ഒരു സൈനികൻ സോംബിയായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമായതുകൊണ്ട് തന്നെ സോംബിയായി മാറിയിട്ടുണ്ടായിരുന്ന ആ ഉദ്യോഗസ്ഥനെ കണ്ടെത്തി വെടിവെച്ച് കൊന്ന് അവിടെ നിന്ന് മുന്നോട്ട് നടന്നു പോകുന്ന ഈ സൈനികനെയാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലും ആ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ഇനി നോർമലായ ഒരു ലൈഫിലേക്ക് മടങ്ങി വരില്ല. പിന്നെ ഒരു സോംബിയായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിലും എത്രയോ നല്ലതാണ് താൻ ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്നതെന്ന് ഉറപ്പിച്ച് ആ ഒരു പ്രവൃത്തി മനസ്സില്ലാ മനസ്സോടുകൂടി ആ സൈനികൻ ചെയ്തിരിക്കുന്നു. ആദ്യം ഈ ഒരു സൈനികൻ വളരെ അഹങ്കാരിയാണെന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷെ നമ്മൾ പുറമേന്ന് കാണുന്ന കണക്കല്ല എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു മനുഷ്യപ്പറ്റിന്റെ ഒരു അംശമെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കാണും. പ്രത്യേകിച്ച് നമ്മളെ ലൈഫിൽ കുറെ സഹായിച്ച ആളുകളുടെ മുന്നിലെങ്കിലും നമുക്കത് പ്രകടിപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ജയുണിനെയും ഗ്യാങ്ങിനെയും കാണുമ്പോൾ അവരായിട്ട് വണ്ടിയുമായി അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഒരു ഭാഗത്ത് എത്തുമ്പോഴേക്കും വണ്ടി ഇനി മുന്നോട്ട് പോയില്ല. മുമ്പിലൊക്കെ കുറെ വണ്ടികൾ ബ്ലോക്കായി ആളില്ലാണ്ട് ഇങ്ങനെ അങ്ങ് കിടക്കാണ്. സോംബി അറ്റാക്ക് കാണുന്നപ്പോൾ വണ്ടിയൊക്കെ റോഡിൽ ഉപേക്ഷിച്ച് കുറെ പേര് ഓടി രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിന്ന് കിടക്കുന്ന വണ്ടികളാണെന്ന് തോന്നുന്നു. ഈ ഒരു സമയം ആരോൺ ആട്ടെ എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവാന്നൊക്കെ പറയുമ്പോൾ എന്ത് പറ്റിയെന്നാ ജയൂൺ ചോദിക്കുന്നു. ഡ്രിങ്ക്സിന്റെ കെട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ അങ്ങനെ സോംബിയായി മാറിയാലോ എന്ന് ആരോൺ പറയുമ്പോഴേക്കും എങ്കിൽ നമുക്ക് വേഗം കുറച്ച് ഡ്രിങ്ക്സ് സംഘടിപ്പിക്കാന്നും പറഞ്ഞ് ഇവര് വണ്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഇവരുടെ വണ്ടി നിൽക്കുന്ന ആ ഒരു തൊട്ടടുത്ത് തന്നെ. വേഗം അവിടെ നിന്ന് ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്ന ആരോൺ ആട്ടെ സോംബിയായി മാറി ചാവുന്നതിന് മുന്നേ ഞാൻ കുടിച്ച് ചാവുന്ന എനിക്ക് തോന്നുന്നുള്ള ഒരു ആത്മകഥം പറഞ്ഞുകൊണ്ടാണ് ഡ്രിങ്ക്സ് അടിക്കുന്നത്. ഡ്രിങ്ക്സ് അടിക്കുന്നതിന് ഒരു പരിധിയില്ലേ. എന്തായാലും ഇൻഹോ ആട്ടെ മൊത്തത്തിൽ ഇപ്പൊ കുടിച്ചു തീർക്കണ്ട, പറഞ്ഞ കണക്ക് ഇതും വിഷമല്ലേ, ശരീരത്തിൽ എന്ന അതിന്റെയും പ്രശ്നങ്ങൾ ഉണ്ടാവും, ആവശ്യത്തിന് കുടിക്കും, ബാക്കി നമുക്ക് പിന്നെ നോക്കാന്നും പറഞ്ഞ് ആരോണിനോട് പറയുന്നു. ഇതേസമയം അവിടെ ഒരു ഫോൺ കാണുമ്പോൾ ജയൂൺ അതെടുത്ത് വേഗം ജിസുവിനെ വിളിക്കാനായി നോക്കുന്നുണ്ട്. പക്ഷെ ജിസുവിന്റെ കയ്യിലുള്ള ഫോൺ അടക്കം എല്ലാം മറ്റേ ആ ഒരു ഗ്യാങ് വന്ന് തട്ടിയെടുത്തോണ്ട് പോയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവൻ എത്ര വിളിക്കാൻ നോക്കിയാലും അവളെ കിട്ടില്ലല്ലോ. അവനായിട്ട് അവൾക്ക് എന്ത് പറ്റിയെന്ന് ഓർത്ത് ഭയങ്കര ടെൻഷൻ. ഇതേ സമയം ഇൻഹോയ്ക്ക് ഭാര്യയും കുഞ്ഞും ഒക്കെ ഉണ്ട്, ഒരു കൊച്ചു കുഞ്ഞ്. അവർക്കൊക്കെ എന്ത് പറ്റി, അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഭയങ്കര ടെൻഷനിലായ ഇൻഹോയ്ക്ക് അവരെയൊക്കെ കാണുന്ന കണക്ക് അല്ലെങ്കിൽ തന്റെ മകള് റോഡിലൂടെ ഒരു അനാഥയെ കണക്ക് ഓടുന്ന കണക്കൊക്കെ ഹാലൂസിനേഷൻ വന്ന് ആകെപ്പാടെ വട്ടുപിടിച്ച ഒരു അവസ്ഥ എത്തുന്നുണ്ട്. ഈ സമയം ഇത് മനസ്സിലാക്കുന്ന ആരോൺ അടുത്തു നിന്ന് ഇൻഹോയെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴേക്കും ജിസുവിന് എന്ത് പറ്റിയെന്നുള്ള ടെൻഷനിൽ അവളെ ഒത്തിരി വിളിച്ചിട്ടും കിട്ടാതെ ഒടുക്കം ജയൂൺ വിളിക്കുന്നത് മറ്റൊരാളെയാണ്. ജയൂൺ പലതവണ ജിസുവിനെ ഫോൺ ചെയ്യാൻ നോക്കിയിട്ടും അവളെ കിട്ടാതാകുമ്പോൾ അവൾക്ക് എന്ത് പറ്റിയെന്ന ടെൻഷനിൽ അവൻ വേഗം തന്നെ ജിസുവിന്റെ അമ്മയുടെ നമ്പറിൽ ഡയൽ ചെയ്യുന്നുണ്ട്. കോള് കണക്ട് ആയ ഉടനെ അവർ സംസാരിക്കുമ്പോൾ അവൻ സേഫ് ആയിട്ടുണ്ടോ എന്നായിരുന്നു ആ അമ്മ ആദ്യമേ ചോദിക്കുന്നത്. ഞാൻ സേഫ് ആയിട്ടുണ്ടമ്മ എന്ന് പറയുന്ന അവൻ ജിസുവിനെ പറ്റി തിരക്കുമ്പോൾ ജിസു നിന്നെ കാണാനായിട്ട് പുറപ്പെട്ടതാ, അവൾ എന്തായാലും എന്നെ ഇടയ്ക്ക് വിളിച്ചിരുന്നു, നിന്നെ അവൾ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ കണ്ടില്ല, പക്ഷെ ഞാൻ അവളോട് സേഫ് ആയിട്ട് ക്യാമ്പിലേക്ക് പോകാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളോട് സംസാരിച്ചപ്പോൾ അവൾ അവിടെ എത്തിയെന്നാണോ പറഞ്ഞതെന്നല്ല ജയൂൺ ചോദിക്കുമ്പോൾ അവൾ ക്യാമ്പിലൊന്നും എത്തിയിട്ടില്ല, അവൾ ഏതോ ഒരു മെട്രോ സ്റ്റേഷനിലും കണ്ട ഉള്ളതെന്ന് എന്നോട് പറഞ്ഞതെല്ലാം അമ്മ പറയുന്ന ടീം അവൾ എന്തിനാ അവിടെ പോയത്, അവളോട് ഞാൻ ക്യാമ്പിൽ പോകാനല്ലേ പറഞ്ഞെന്നൊക്കെ തന്നെ അവൻ ടെൻഷൻ ആകുമ്പോൾ അതെനിക്കറിയില്ല, എന്തായാലും നീ സേഫ് ആയിട്ടിരിക്കും, അവൾ നിന്നെ കാണാനായിട്ട് പുറപ്പെട്ടതാ, അവളും സേഫ് ആയിട്ട് ഉണ്ടാവണം എന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നെല്ലാം അമ്മ പറയുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട, ഞങ്ങൾ രണ്ടുപേരും
രണ്ടുപേരും സേഫായി അമ്മയെ കാണാനായി എത്തുമെന്ന് ജെയുൺ ആ അമ്മയ്ക്ക് വാക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ജിസുവിന്റെ കയ്യില് ഫോണൊന്നും ഇല്ല, അവൾ ആകെ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയായിരുന്നു എന്നതൊന്നും തന്നെ ജെയുണിന് അറിയില്ലല്ലോ. ഇവനിങ്ങനെ ഇവിടെ മുന്നോട്ട് പോകുന്ന ഇതേ സമയം ജിസു ആകട്ടെ ആ ഒരു പെൺകുട്ടിയുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ചു നേരം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫാണ് ആ പെൺകുട്ടി. ഈ ഒരു പ്രശ്നം വന്നപ്പോ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ആയി അവരൊക്കെ എവിടെയാണ്, ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്നൊന്നും അറിയാത്തൊരവസ്ഥയിൽ അവളോട് ഒറ്റപ്പെട്ടു പോയി. കൂടെയുള്ള കുറച്ച് പേര് മരിക്കുന്നത് കണ്ടു, എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അങ്ങനെ ഇവിടെ നിൽക്കാണ്. എന്തായാലും ഇവര് സംസാരിക്കുന്നതിനിടയിൽ ഒരു ആവശ്യത്തിന് ലൈറ്റ് ഓൺ ചെയ്യാൻ ആ പെൺകുട്ടി പറയുന്നുണ്ട്. കാരണം നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായി പേടിയാവുന്നുണ്ട് ജിസുവിന് എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി ഇതിന്റെ അടുത്ത് ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്, ഞാൻ അവിടെ പോയി ലൈറ്റ് ഓൺ ആക്കിയിട്ട് വരാന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരാന്ന് ജിസു ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും ഇല്ല, സേഫ് ആയിട്ട് ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വന്നോളാം, സാറിൽ എനിക്ക് പരിചയമുള്ള ഇടമല്ലേ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ജിസുവിനെ അവിടെ ഒറ്റയ്ക്കിരുത്തി പോകുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ജെയോണിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പൊ അവരുള്ള സ്ഥലത്ത് നിന്ന് പോകാനായി തിരിച്ച് കാറിൽ കയറാനായി ഒരുങ്ങുമ്പോഴേക്കും ജെയോൺ ആകട്ടെ അവരോട് പോകാനായി ആവശ്യപ്പെടും. അവൻ വരുന്നില്ല എന്ന് പറയുന്നു. അവർക്കൊക്കെ അവരുടെ ഫാമിലിയും മറ്റു വേണ്ടപ്പെട്ടവരെയും ഒക്കെ കാണണ്ടേ, അതിനായിട്ട് അവർ പോകണമെന്നും പക്ഷെ തനിക്ക് ജിസുവിനെ കണ്ടെത്തണമെന്നും അതുകൊണ്ട് താൻ വരുന്നില്ല എന്നുമാണ് അവൻ പറയുന്നത്. കാരണം ജിസു ഇവിടെ ഒരു മെട്രോ സ്റ്റേഷനിലുണ്ട് എന്നത് അവന് മനസ്സിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അവിടേക്ക് ചെന്ന് ജിസുവിന്റെ അമ്മ അറിഞ്ഞ കണക്ക് അവിടെയുള്ള അവളെ കണ്ടുപിടിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവൻ ഇവരോട് പോകാനായി പറഞ്ഞ് ഒറ്റയ്ക്ക് ഒരു വണ്ടി എടുത്ത് മെട്രോയുടെ അവിടേക്ക് പുറപ്പെട്ടു പോകുന്നു. കറക്റ്റ് അവിടെ എത്തുന്നവൻ ഒരുപാട് സോംബികളെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുവിധം ജിസുവിന്റെ പേരൊക്കെ ഉറക്കെ വിളിച്ച് ആ വിളി അവൾ ഭാഗ്യത്താൽ ഏൽക്കുന്നത് കൊണ്ട് സേഫായി അവളുടെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ രണ്ടുപേരും എത്രയോ മണിക്കൂറുകളുടെ ആ ഒരു കഷ്ടപ്പാടിനൊടുവിൽ പരസ്പരം കണ്ടുമുട്ടുന്നു. അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിൽ അവൻ ആ മിലിറ്ററി സർവീസിന് പോകേണ്ടി വന്ന അങ്ങനെ ലോങ് ഡിസ്റ്റൻസിലായിട്ടുണ്ടായിരുന്ന ആ സമയത്തൊന്നും ഇവർക്ക് കാണാൻ സാധിക്കില്ലായിരുന്നല്ലോ. അതിനൊക്കെ ശേഷം അവനെ കാണാമെന്ന് അവൾ തീരുമാനിച്ചപ്പോഴേക്കും ഈ പ്രശ്നമായി. അതിന്റെ ഇടയിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് അതിന്റേതായ കമ്മ്യൂണിക്കേഷൻ മര്യാദയ്ക്ക് നടക്കാത്തതിന്റെ പല പ്രശ്നങ്ങളും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു. എന്തായാലും ഇപ്പൊ അവരങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് പരസ്പരം കണ്ടുമുട്ടി വേഗം അടുത്തേക്ക് എത്താനായി ശ്രമിക്കുമ്പോഴേക്കും ഇടയിലേക്ക് ഒരു സോംബി കയറി വരുന്നു. ജെയുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നതുകൊണ്ട് അവൻ ആ സോംബിയെ വെടിവെക്കുന്നു. വെടിവെച്ച ഉടനെ അതിന്റെ ആ ഒരു കണ്ണുണ്ടല്ലോ അത് ജിസുവിന്റെ ദേഹത്തേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. മുന്നേയും ഇതേ കണക്ക് ഒരു സോംബിയുടെ കണ്ണ് അവളുടെ ദേഹത്തേക്ക് തെറിച്ച് വീണിരുന്നല്ലോ. അതാണ് ഫസ്റ്റ് ആ ഒരു സോംബി അറ്റാക്കും ഈ ഒരു പ്രശ്നങ്ങളും ഒക്കെ നടന്നതിന്റെ ആ ഒരു തുടക്കം. എന്തായാലും അതേ കണക്ക് വീണ്ടും ഇവിടെ സംഭവിക്കുന്നു. അതൊക്കെ ജെയൂൺ അവളുടെ അടുത്ത് നിന്ന് എടുത്ത് കളഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അവൾക്ക് തന്നെ സമാധാനമാവുന്നത്. നീ ഇനി പേടിക്കേണ്ട, കരയണ്ട, ഞാനുണ്ടല്ലോ നിന്റെ കൂടെ, സേഫ് ആയിട്ട് നിന്നെ ഞാൻ നോക്കുന്നെല്ലാം അവൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ജിസുവിനെയും കൂട്ടി ജെയൂൺ മുന്നോട്ട് പോകാനായി ശ്രമിക്കുന്നു. അവൻ തോക്കെടുത്ത് പിടിക്കുമ്പോൾ ജിസു അവരുടെ രക്ഷയ്ക്ക് വേണ്ടി കൈ കിട്ടിയ എന്തോ ഒരു സാധനം ആയുധമാക്കുമ്പോൾ അത് കണ്ട് സത്യത്തിൽ അവന് ചിരി വരുന്നുണ്ട്. എന്തായാലും ഇവരിപ്പതേ മുന്നോട്ട് പോകാനായി ഇനി ഒരുപാട് സോംബികളെ നേരിടാനായി തയ്യാറെടുപ്പ് നടത്തുമ്പോഴേക്കും അവിടേക്ക് ജെയൂൺ ഒട്ടും പ്രതീക്ഷിക്കാതെ അവന്റെ ഗ്യാങ് എത്തുന്നുണ്ട്. ഇൻഹോയും ആരോണും വാക്കും ജിയും അടങ്ങുന്ന ആ ഒരു ഗ്യാങ്. നിങ്ങൾ പോയില്ലേന്ന് അവരോട് അവരുടെ ഫാമിലിയെ കണ്ടെത്തി പോകാനായി ആവശ്യപ്പെട്ട ജെയൂൺ ഒരിക്കലും അവർ തന്റെ പുറകെ എത്തുമെന്ന് വിചാരിച്ചിരുന്നില്ല. അവൻ ചോദിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് അങ്ങനെ നിന്നെ ഒറ്റക്കിട്ടിട്ട് പോകാൻ കഴിയുമോ, നമ്മൾ ഇത്രയും ദൂരം എത്തിയത് നമ്മളെല്ലാരും ഒന്നിച്ചുണ്ടായിരുന്നതുകൊണ്ടാ, ഇനിയും നമ്മൾ അങ്ങനെ തന്നെ പോകണം, അല്ലാതെ നിന്നെ കളഞ്ഞിട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ല എന്നായിരുന്നു അവർ പറയുന്നത്. തന്റെ ഈ കൂട്ടുകാർക്ക് തന്നോടുള്ള ഈ സ്നേഹം ജെയൂണിനെ ഒരുപാട് ഇമോഷണൽ ആക്കുന്നുണ്ട്. ജിസുവിനാകട്ടെ ഇവരൊന്നും മുൻപരിചയമില്ലല്ലോ. ആർമിയിൽ ജോയിൻ ചെയ്ത ശേഷമാണ് ക്വാക്കിനെയും മിൻഹോയെയും ഒക്കെ ജെയൂൺ പരിചയപ്പെട്ടത്. പിന്നെ അവർ ആ ഒരു ക്യാമ്പിലെത്തിയ ശേഷമാണ് അവിടുത്തെ സ്റ്റാഫ്സ് ആയ ജിയെയും ആരോണിനെയും ജെയൂൺ പരിചയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇവരെ പറ്റിയൊന്നും ജിസുവിന് അറിയില്ല. ജിസുവിനോട് ഇവരെ പറ്റി ഒന്നും പറയാനായിട്ട് ജെയൂണിന് ഒരിക്കലും ഒരു സാവകാശം കിട്ടിയിട്ടുമില്ല. ഇവർക്ക് പരസ്പരം പറയാനുള്ള കാര്യങ്ങൾ പോലും പറയാനായിട്ട് ഫോണിലൂടെ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇവരൊക്കെ ആരായെന്ന് ജിസു ചോദിക്കുമ്പോഴാണ് ഇതൊക്കെ എന്റെ കൂട്ടുകാരാണെന്ന് ജെയൂൺ പറയുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് പോകുന്നതിനെ പറ്റി ജെയൂൺ പറയുമ്പോഴേക്കും ജിസു പറയുന്നുണ്ട്, എന്നെ ഇവിടെ ഞാൻ ആകെപ്പാടെ പ്രശ്നത്തിൽ പെട്ട സമയത്ത് സഹായിച്ച ഒരു പെൺകുട്ടിയുണ്ട്, അവൾ എന്നെ ഇവിടെ ഇരുത്തിയിട്ട് ഇപ്പൊ വരാന്നും പറഞ്ഞു പുറത്തേക്ക് പോയതാ, അവളെയും കൂടി കൂട്ടാതെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല, അവൾ വരാനായിട്ട് വെയിറ്റ് ചെയ്യാന്നല്ല ജിസു പറയുമ്പോ ആ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് അല്ലെങ്കിൽ അവൾ ആരാണ് എന്താണെന്ന് കാര്യങ്ങളൊക്കെ ജെയൂൺ ചോദിക്കുമ്പോൾ അവൾ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്, പേര് പാർക്ക് എന്നാണെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് അടുത്തിരുന്ന് ഇൻഹോ കേൾക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇൻഹോ അത് കേട്ട് ആകെ ഞെട്ടുന്നു. അവൻ വേഗം തന്നെ ജെയൂണിനെ വിളിച്ച് മാറ്റി നിർത്തി ഒരു ബോഡി കാണിച്ചു കൊടുക്കാണ്. അത് അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന പെൺകുട്ടിയുടെ ശരീരമാണ്, തലയില്ല, ഉടൽ മാത്രമാണുള്ളത്. പക്ഷെ നെയിം പ്ലേറ്റ് അവിടെ ഡ്രസ്സിൽ പിൻ ചെയ്തു വെച്ചിരുന്നു. ആ നെയിം പ്ലേറ്റില് ജിസു ഇപ്പോ ഇവിടെ വെച്ച് അവൾ പരിചയപ്പെട്ട പെൺകുട്ടി എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ പേരാണുള്ളത്. ജിസു പറഞ്ഞ പെൺകുട്ടി ഓൾറെഡി മരിച്ചു, ദേ കണ്ടില്ല ബോഡി, അവൾ മരിച്ചു എന്ന് ഇപ്പൊ ജിസു അറിഞ്ഞാൽ അവൾക്ക് ആകെ സങ്കടമാകുമല്ലോ എന്ന് ഇത് കണ്ട് ജെയൂൺ പറയുമ്പോ പക്ഷേ ജിസു പറഞ്ഞ കണക്ക് ജിസുവിനെ ആ പെൺകുട്ടി ഇവിടെ വെച്ച് ഹെൽപ്പ് ചെയ്തതായിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതേ കണ്ടില്ല, ഈ ബോഡി കണ്ട കുറേയധികം നേരത്തെ പഴക്കമുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഈ ഒരു സോംബിയുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ സമയത്ത് മരണപ്പെട്ട
കണക്കുണ്ട് ഈ ഒരു ബോഡി കണ്ടാലെന്ന് ഇൻഹോ പറയുമ്പോ ജയോണും അത് ശരിയാണല്ലോ എന്നും മനസ്സിലാക്കുന്നു. പക്ഷെ ഇത് ജിസുവിനോട് പറഞ്ഞ അവൾ ഇത് ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ ജിസുവിനോട് ഇത് ഇനി എങ്ങനെ പറയുന്നുള്ള രീതിക്ക് ഇരിക്കുമ്പോഴേക്കും ജിസു അവരുടെ അടുത്തേക്ക് എത്തി എന്താ അവിടെ ഒരു സംസാരം എന്ന് ചോദിക്കുമ്പോൾ മുന്നേ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ഒരു പെൺകുട്ടി പുറത്തേക്ക് പോകുന്ന കണ്ടിരുന്നു, ആ പെൺകുട്ടി ആയിരിക്കും അല്ലേ അതെന്നില്ല ഇൻഹോ പറയുമ്പോ ആണോ എങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവൾ സേഫ് ആയിട്ട് പുറത്ത് കടന്നെങ്കിൽ ഞാനും പുറത്ത് വരാൻ റെഡി ആണെന്നെല്ലാം തന്നെ സഹായിച്ച ആ പെൺകുട്ടി ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് വരില്ല, അവൾ സേഫ് ആണെങ്കിൽ കുഴപ്പമില്ല, താനും പുറത്തേക്ക് വരാൻ റെഡി ആണെന്ന രീതിക്ക് ജിസു പറയുമ്പോൾ കൂടുതലൊന്നും ആ കാര്യത്തെ പറ്റി പിന്നീട് ജയോൺ ജിസുവിനോട് പറയുന്നില്ല. ഒരുപക്ഷെ ഇവിടെ മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ ആത്മാവായിരിക്കാം ആകെ പ്രശ്നത്തിൽപ്പെട്ട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന ജിസുവിന് അപ്പൊ ചെറിയൊരു കൂട്ടായി നിന്നത്. അല്ലെ ആ ഒരു പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒരു മിസ്റ്ററി ആയി ഇവിടെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഇവർ പുറത്തേക്ക് കടക്കുന്നതാണ് നമ്മളിപ്പോ കാണുന്നത്. ജിസുവിന് ഇപ്പോഴും ആ പെൺകുട്ടി മരണപ്പെട്ടതാണ്, മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ആത്മാവിനെയാണ് താൻ കണ്ട കാര്യങ്ങൾ എന്നതൊന്നും അറിയില്ല. അങ്ങനെ ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു വാഹനത്തിൽ ഇവരെല്ലാവരും സഞ്ചരിക്കുന്നതാണ്. ജിസുവും ജയോണും ഒടുക്കം അവർക്ക് ഒന്നിക്കാൻ സാധിച്ച ആ ഒരു സന്തോഷത്തില് കൈകൾ കോർത്ത് പിടിച്ച് അങ്ങനെ പരസ്പരം നോക്കി പുഞ്ചിരിച്ചിരിക്കുന്ന സമയം ജിസു ആ ഒരു സമ്മാനം ജയോണിന് നൽകുന്നു. അവൾ ഒരു ഇടത്ത് വെച്ച് ജയോന്റെ ഫേവറേറ്റ് സിംഗറിന്റെ ഒരു പുതിയ റിലീസ് കാസറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ കാശ് കൊടുത്ത്, ആ ഒരു കാസറ്റ് ആണ് അവൾ സമ്മാനിക്കുന്നത്. അത് അവനെ ഒരുപാട് അമ്പരപ്പിക്കുന്നുണ്ട്. ഇത് എങ്ങനെ കിട്ടി, അതും ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലും നീ ഇത് എനിക്കായിട്ട് കരുതി വെച്ചല്ലോ എന്നെല്ലാം അവൻ ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ വണ്ടി മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ഒരു പാലത്തിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഇവർ വണ്ടി നിർത്തി വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ചുറ്റിനും നോക്കുമ്പോൾ ദൂരെയായി പോലും പ്രശ്നങ്ങൾ നടന്നു എന്നതിന്റെ അടയാളത്തില് കത്തി അമരുന്ന ബിൽഡിംഗ് ഒക്കെ ഇവർക്ക് കാണാം. സോംബികളെ കൊല്ലാനായി ആരെങ്കിലും ഒക്കെ തീയിട്ടതായിരിക്കും. എന്തായാലും അതൊക്കെ കണ്ട് എങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലമാണ്, എങ്ങനെ ഉണ്ടായിരുന്ന ലോകമാണ്, എങ്ങനെ ഉണ്ടായിരുന്ന മനുഷ്യരാണ് ഇപ്പൊ എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് അവരൊക്കെ ഒരു നെടുവീർപ്പിട്ട് നിൽക്കുമ്പോഴേക്കും എന്നെ ബ്രേക്കപ്പ് ചെയ്തില്ലല്ലോ അല്ലേ എന്നുള്ള രീതിക്ക് ജിസു ജയോന്റെ കൈ പിടിച്ച് അവരെ നോക്കുമ്പോ അങ്ങനെ ഒന്നുമില്ല, ഇത്രയും പ്രശ്നങ്ങൾക്ക് ശേഷം നമ്മളിപ്പോ ഒന്നിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് നമ്മൾ ഒന്നിച്ച് തന്നെ പോകും, ബ്രേക്കപ്പ് എന്നൊരു കാര്യമേ ഇല്ലാന്ന് പറഞ്ഞ് അവനും ആ കൈ ഇങ്ങനെ മുറുകെ പിടിക്കുന്നു. അങ്ങനെ ഇവരിവിടെ സംസാരിച്ച് നിൽക്കുന്നിടത്ത് ജിസു രക്ഷപ്പെടാനേ ഇതുവരെ 59 സോംബികളെ കൊന്നിട്ടുണ്ടെന്നും ജയോൺ വെറും 9 സോംബികളെയാണ് കൊന്നതെന്നും നമുക്ക് കാണാം. ജിസുവിന്റെ കയ്യിൽ ആ ഒരു സോമിഷൻ കിട്ടിയപ്പോ അവൾ മുന്നും പിന്നും നോക്കാതെ ചറപറ സോംബികളെ കശാപ്പ് ചെയ്യുകയായിരുന്നല്ലോ. എന്തായാലും അങ്ങനെ കാര്യങ്ങളൊന്നും ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. ഇനിയും ഇവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് എത്താനായി കുറെ ദൂരം കൂടി മുന്നോട്ട് പോകാനായിട്ടുണ്ട്. എന്തായാലും ഇത്രയും ദൂരം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അതിജീവിച്ച് സേഫായി എത്തിയതിന്റെ വലിയ സന്തോഷം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ അവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നതോടുകൂടി ഈ ഒരു ഡ്രാമയും ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്ന കണക്ക് ഇതിലെ നായികയെത്തിയ ജിസുവിന്റെ ഡ്രാമയിലെ റിയൽ നെയിം യങ് ജു എന്നാണ്. ജിസുവിന്റെ മുഖത്ത് നോക്കി യങ് ജു എന്ന് വിളിക്കാനായി തീരെ മനസ്സ് വരാത്തത് കൊണ്ടാണ് ജിസു എന്ന് തന്നെ വിളിച്ചത്. എന്തായാലും ഈ ഒരു ചെറിയ കോമഡിയും റൊമാൻസും ഫൈറ്റും ഒക്കെയുള്ള ഈ ഒരു ഡ്രാമ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മൾ അടുത്തതായി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഡ്രാമ മിസ്സാക്കാതെ കാണുന്നത് വളരെ രസകരമായ ഡ്രാമ തന്നെയായിരിക്കും. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഈ വരുന്ന സാറ്റർഡേ രാവിലെ 10 മണിക്ക് നമ്മുടെ മൂവിയുടെ ചാനലിൽ പുതിയ മൂവി വരുന്നതാണ്. ഒപ്പം തന്നെ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള ഡ്രാമാസും കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ തന്നെ വീണ്ടും അപ്ലോഡ് ചെയ്യണമെന്ന് കുറെ കമന്റ്സ് കണ്ടിരുന്നു. അപ്പോൾ അത് ഇടാനായിട്ട് ഈ 2 ചാനലിൽ സാധിക്കില്ല. അതിനുവേണ്ടി ഞാൻ മറ്റൊരു ചാനൽ തുടങ്ങുന്നതാണ്. അതിന്റെ അപ്ഡേറ്റ്സ് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ ദയവായി സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.